ആദ്യം ഈ രാത്രി പ്രസംഗിച്ച് പണം മേടിക്കുന്ന എല്ലാവരെയും കർത്താവ് ഒതുക്കും. സ്വോത്രം. സന്തോഷമില്ലല്ലോ. ഇതൊരു ദൈവ ശുശ്രൂഷയാ, ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട ശുശ്രൂഷയാ. അതുകൊണ്ട് വചനത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട ശുശ്രൂഷ. പല യോഗങ്ങളും ഞാൻ ഒഴിവാക്കുന്ന കാര്യമുണ്ട്. വിളിക്കുന്ന സംഘാടകരോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, 7:30 മൈക്ക് തരണം, 9:30 വരെ പോകും. അങ്ങനെ ഉണ്ടേ മതി. എന്തിനാ രാത്രി പ്രസംഗിച്ച് വണ്ടിക്കൂലിയും മേടിച്ച് പോകുന്നത്? പ്രസംഗിക്കുന്ന എനിക്കും വേണ്ട സന്തോഷം. ഇത്രയും ചങ്ക് കയറി പ്രസംഗിച്ചിട്ടില്ലേ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെട്ട് വണ്ടിക്കൂലി തരുന്നത്. വിളിക്കുന്നവർക്ക് ഒരു സന്തോഷം വേണ്ടേ? 8:05 തൊട്ട് 85 മിനിറ്റ് ദേ പോയി ഇതാ വന്നു. അതാ ഇന്നത്തെ സൂചിച്ച പ്രസംഗം. സ്വോത്രം. അതുകൊണ്ട് CSI TPM ഇവരൊക്കെ നല്ല വചനത്തിന് സമയം എടുത്ത് കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ മടങ്ങി വരണം. വരുന്നത് നേരത്തെ വരണം. ഇന്ന് വളരെ നേരത്തെ കുഞ്ഞുങ്ങൾ വന്നു. അതുകൊണ്ട് നേരത്തെ വീട്ടിലേക്ക് പോകും. ആരെയും വിമർശിക്കാനല്ല, അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല. വചനം കിട്ടാതിരിക്കുന്ന ഒരു കാലം വരാറായി. അതിനു മുമ്പ് നാം രക്ഷയുടെ പെട്ടകത്തിൽ കടക്കണം. അതിനുവേണ്ടി ഒരിക്കൽ കൂടി മയിലാടുംപാറ ദൈവസഭ ഒരുക്കിയത് കൺവെൻഷൻ കൂട്ടങ്ങളുടെ 1ാമത് രാത്രി 11 വാക്യങ്ങൾ വായിച്ചു. വെളിപ്പാട് 1:3 വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തു. ഒരുവന്റെ കയ്യിലേക്ക് ലോകം വരാൻ പോകുന്നു. വെളിപ്പാട് 13:1-2 10 കൊമ്പ്, 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, ദൂഷണനാമം നിറഞ്ഞ ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. അത് പുള്ളിപ്പുലിക്ക് സദൃശ്യം, അതിന്റെ കാൽ കരടിയുടെ കാൽ, അതിന്റെ വായ് സിംഹത്തിന്റെ മുഖം, അതിന് മഹാസർപ്പം, വലിയ ശക്തി, അധികാരം, സിംഹാസനം. ഈ മൃഗം എവിടുന്ന് വരും? ആര് മൃഗത്തെ കാണും? വെളിപ്പാട് 17:8-9 നീ കണ്ട മൃഗം ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാതിരിക്കുന്നത് അഗാധത്തിൽ നിന്ന് കയറി വരുന്നതുമാകുന്നു. ലോകസ്ഥാപനത്തിനും വറക്കപ്പെട്ട ദൈവകുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർ ഈ മൃഗത്തെ കണ്ട് വിസ്മയിക്കും. ഇന്നലെ രാത്രി 1-ാം ഭാഗം ജീവപുസ്തകത്തിൽ പേരെഴുതിയവർ കാന്തന്റെ വരവിലെടുക്കപ്പെടും. അതിനുവേണ്ടിയായി കൺവെൻഷൻ. 2ാമത്തെ ഭാഗമായി ഇവിടെ ജ്ഞാനം കൊണ്ട് ആരംഭം. സ്ത്രീ ഇരിക്കുന്ന തല 7 മലയാകുന്നു. അതിനോടനുബന്ധിച്ച് ഒരുവൻ വന്നാൽ ബൈബിളിലെ 2 രാഷ്ട്രീയ പ്രവചനങ്ങൾ, കാതലായ ദാനിയേൽ പ്രവചനം 8:23, 24, 25 അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം എന്ത് ചെയ്യുമ്പോൾ ഉഗ്രഭാവവും വായുബുദ്ധിയുമുള്ള രാജാവ് എഴുന്നേൽക്കും. അവന്റെ അധികാരം വലുതായിരിക്കും. സ്വന്തം ശക്തിയാലല്ല പിശാച് അവൻ അധികാരം കൊടുക്കും. അങ്ങനെയെങ്കിൽ ഒരുവൻ ഭരണത്തിൽ വന്നാൽ അവൻ നിയമത്തെ കഠിനമാക്കും. വിവാഹമില്ലാത്ത കാലം, അപ്പൻ മക്കളെ കൊല്ലുന്ന കാലം, മക്കൾ അപ്പനെ കൊല്ലുന്ന കാലം എല്ലാം ഇന്നലത്തെ ലൈവിൽ കിടപ്പുണ്ട്. വരച്ചു കാട്ടി ദാനിയേൽ എഴുതിയിരിക്കുന്നു. ഹി വിൽ ടേക്ക് ദ ലാൻഡ് ഓർഡർ. സമയങ്ങളെയും ദാനിയേൽ പ്രവചനം 7:25 അവൻ ഒരാഴ്ചപ്പെട്ടത്തേക്ക് നിയമത്തെ കഠിനമാക്കും. സമയങ്ങളും നിയമങ്ങളും കാലവും കാലാംശങ്ങളും അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. ആരാരെ കൊല്ലുമെന്ന് വ്യക്തമായി മർക്കോസ് സുവിശേഷം 13:12 നിന്റെ മധ്യേ അപ്പന്മാർ മക്കളെയും മക്കളും അപ്പന്മാരെ എഴുന്നേറ്റ് അമ്മയപ്പന്മാരെ കൊല്ലിക്കുന്ന ഒരു കാലം വരും. അത് മാത്രമല്ല അന്ത്യകാലം കുട്ടികൾ പീഡിപ്പിക്കപ്പെടും. യിരെമ്യാ പ്രവചനം 3:12 ഇന്നലെ രാത്രി വായിച്ചു. എൻ്റെ ജനമേ, നിങ്ങളും കുട്ടികളെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലം വരും. അതാ എല്ലാ ദിവസവും പത്രവാർത്ത. അവസാനത്തെ കൊലപാതകം അക്കരക്കരയായ കിളിയൂരിൽ ഒരു മകൻ MBBS പഠിക്കാൻ പോയവൻ അപ്പനെ വെട്ടി പീസാക്കി. എല്ലാം കാന്തന്റെ വരവിന്റെ ലക്ഷണങ്ങൾ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടണം. അത് കണ്ടിട്ട് പൗലോസ് ശ്ലീഹ എഫേസ്യ ലേഖനം എഴുതുമ്പോൾ ധന്യൻ ചൊല്ലി, ഇന്നത്തെ മയിലാടുംപാറയോട് ഇവിടെ അജ്ഞാനികളായിരിക്കാനല്ല ജ്ഞാനികളായി തന്നെ ഇരിക്കണം. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. അമേരിക്കയിൽ സിനിമ അവാർഡ് നടത്തുമ്പോൾ 2 പെൺകുട്ടികൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ആരാ പറഞ്ഞ? ഹൂ ഈസ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഹി ക്രിയേറ്റഡ് യൂണിവേഴ്സ്. ആരാ പറഞ്ഞത്? ദൈവമാ ലോകത്തെ ഉണ്ടാക്കിയത്. ദൈവമൊന്നുമില്ല. ഈ ലോകം ഒരു ഫിനോമിനയാണ്. 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ തീക്കാറ്റ്. ലോസ് ആഞ്ചലസ് മുതൽ അമേരിക്കയിലെ എല്ലാ സുഖവാസ മേഖല പടപടാ കത്തി. 48,000 ഏക്കർ, 25,500 കെട്ടിടങ്ങൾ, 32-ൽ പരം പേർ തീയിൽ വെന്തു മരിച്ചു. കയ്യിലിരിക്കുന്ന പേഴ്സ് പോലും എടുക്കാതെ ജീവനും കൊണ്ട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി പോകുന്ന കാഴ്ച. കാന്തന്റെ വരവും ഇതുപോലെ. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവ്, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവ്. ഇന്നലെ അവസാന ഇടവേളയിലേക്ക് പോകുമ്പോൾ ലോത്തിന്റെ കാലം. സായം സന്ധ്യയിൽ 2 ദൂതന്മാർ തിരക്കി ലോക്കിനോട് വന്നു പറഞ്ഞു, പർവ്വതത്തിലേക്ക് പ്രദേശത്തും തിരിഞ്ഞു നോക്കിയ രക്ഷയ്ക്കായി പുറത്തു വരണം. ലോത്ത് സോതവും വിട്ട നാളിൽ ആകാശത്തുനിന്ന് തീയും ഗന്ധകവും ഇറങ്ങിയെങ്കിൽ 19ാമത് മയിലാടുംപാറ കൺവെൻഷൻ ഇന്നലെ പറഞ്ഞു, ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിന്റെ നടുവിൽ രക്ഷയുടെ പെട്ടകത്തിൽ കടന്ന് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് ദൈവസന്ധി
നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ ചേർക്കുവാൻ 10,000 പേര് സുന്ദരനായി കാന്തൻ വരുമെന്ന് നാടൻ മലയാളത്തിൽ ഇന്നലെ രാത്രി നിങ്ങളോട്. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാം ഭാഗമായി കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. വെളിപ്പാട് 13:15 മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. അതിനെ വണങ്ങാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അവൻ അധികാരം ലഭിച്ചു. അതിന്റെ പേരാ ബ്ലൂ ബ്രെയിൻ ചാറ്റ് GPT. ദാറ്റ് മീൻസ് ഇന്റർനെറ്റ് മർഡർ. അന്ത്യദിനങ്ങളിൽ ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും പൊട്ടിത്തെറിക്കും. തിരുവല്ലാമല ആദിത്യ എന്ന പെൺകുട്ടി മൊബൈൽ ഗെയിമുകളെല്ലാം വർദ്ധിക്കുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കയ്യിൽ ലാപ്ടോപ്പ് പിടിക്കുന്നില്ല, കേരള മുഖ്യമന്ത്രി പിടിക്കുന്നില്ല. ഇതെല്ലാം ഒരു കാലത്ത് കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുന്ന കാലം. അത് മാത്രമല്ല 1945 ആദ്യത്തെ ലോകത്തെ കമ്പ്യൂട്ടറിനെ പറ്റി പഠിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു ബ്രിട്ടനിൽ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ചാറ്റ് GPT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അവസാന കാലം മനുഷ്യന് വിനയായി തീരും. അദ്ദേഹം ലോകരാജ്യങ്ങളോട് പറഞ്ഞു. അതിനാസ്പദമായി ഇന്നലെ ഇതെല്ലാം പറഞ്ഞു. അങ്ങനെയെങ്കിൽ താമസം പിന്നെ സാത്താന്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരും. ആ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരുന്നതിന് മുമ്പ് മയിലാടുംപാറ തേജസ്സിൽ യേശുവിന്റെ പൊന്മുഖം കാണും. ഈ പ്രതിമയ്ക്ക് പ്രത്യേക തരത്തിലുള്ള ഒരു ബ്ലൂ ബ്രെയിൻ, ഒരു അധികാരം വരും. അതിനു മുമ്പ് പരിശുദ്ധാത്മാവ് പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ യേശു മടങ്ങി വരും. ലെബനോനിൽ 2800 പേജർ പൊട്ടിത്തെറിച്ചു. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണുകൾ, പേജറുകളെല്ലാം സോഫ്റ്റ്വെയർ ഇസ്രായേലിന്റെ കയ്യിൽ ബാറ്ററി തുറന്നു നോക്കാൻ ആർക്കും അറിയത്തില്ല. അതിനകത്ത് ലിഥിയത്തിനകത്ത് സ്ഫോടക വസ്തു ഉണ്ടെങ്കിൽ 15 മെസ്സേജ് വന്ന് നമ്മളിങ്ങനെ കുത്തി വാട്സപ്പ് അടിക്കുമ്പോൾ ആ കാരണമായി മൊബൈൽ ചൂടാകുന്നത് പോലെ പൊട്ടിത്തെറിച്ചെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിട പോയാൽ സ്മാർട്ടായിട്ടുള്ള സകലതും അവിടെ ബാർകോഡ് വഴി പൊട്ടിത്തെറിക്കും. ആ ശബ്ദം ഇവിടെ കേൾക്കാൻ സാധ്യതയുണ്ട്. ആ ശബ്ദം ഇവിടെ കേൾക്കുന്നതിന് മുമ്പ് കർത്താവിന്റെ ഗംഭീരനാദം മധ്യാകാശത്തിൽ മുഴങ്ങ്. സാത്താന്റെ ആരാധന തിരുവനന്തപുരം പട്ടണത്തിൽ ബലപ്പെടുന്നുവെന്ന് ഇന്നലെ രാത്രി വട്ടിയൂർക്കാവിലെ ആര്യ, ദേവി, പാമ്പാടിക്കാരൻ, നവീൻ എല്ലാത്തിനെയും ഇന്നലെ വരച്ചു കാട്ടി. ഇതെല്ലാം ബൈബിളിന്റെ പ്രവചനത്തിന്റെ അന്ത്യകാല ദിനങ്ങൾ. യോഹന്നാൻ അപ്പോസ്തലനോട് സ്വർഗം പറഞ്ഞ വെളിപ്പാടിലും കാണും. ഞാനിവിടെ വന്നില്ലെങ്കിലും അത് മാത്രമല്ല, നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു. ലാപ്ടോപ്പുകളിൽ എഴുതി വെച്ചു, ദേവി, ആര്യ, നവീൻ. കേരള പോലീസും വായിച്ചു, ഞങ്ങൾ ദൈവത്തിന് വേണ്ടി വഴിപാട് കഴിക്കുന്ന അന്യഗ്രഹങ്ങളിലൂടെ ഉയർത്തെഴുന്നേൽക്ക്. പുനർജന്മ സിദ്ധാന്തം. അങ്ങനെയെങ്കിൽ ഈ ദിനത്തെ ഓർത്ത് ഞങ്ങളുടെ നാഥൻ പറഞ്ഞു, മയിലാടുംപാറയോട് എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. നാടൻ മലയാളത്തിൽ ഇന്നലെ രാത്രി പറഞ്ഞു, ഇതെല്ലാം തുടക്കമാ, വണ്ടി വിട്ടിട്ടേ ഉള്ളൂ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ആ രാത്രി ഇവിടെ വെളിപ്പെടുന്നതിന് മുമ്പ് നീതി സൂര്യൻ രോഗോപശാന്തിയോടെ മധ്യാകാശത്തിൽ ഉദിച്ചുയരും. തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ നാം പ്രിയന്റെ വരവിലെടുക്കപ്പെടും. മയിലാടുംപാറയുടെ ഒരു രാത്രി കൂടി ദൈവദാസനാകുന്ന ഞാൻ ഇന്ന് രാത്രി മക്കമിട്ട് പറയുന്നു, കാലം അതിന്റെ അന്ത്യത്തിൽ, യുഗം അതിന്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിന്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായി വിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി കാന്തൻ പ്രതിഫലവുമായി മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി സ്വർഗമുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയൂ, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവേ. കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. മയിലാടുംപാറയിലെ ദൈവ കുഞ്ഞുങ്ങളെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കുന്നു വിശുദ്ധ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. എല്ലാവരും വിശുദ്ധ ബൈബിൾ തുറന്നാട്ടെ. 2-ാം ഭാഗം കർത്താവിന്റെ വരവ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ തിരുവചനം കുഞ്ഞുങ്ങൾ വായിച്ച് സഹായിച്ചിട്ട്. വെളിപ്പാട് 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിച്ചോട്ടെ മക്കളെ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട യോഹന്നാൻ അപ്പോസ്തലനോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം യോഹന്നാനോട്, ഇവിടെ കയറി വരിക. മേലാൽ സംഭവിപ്പാനുള്ളത്
മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാദം ഇവിടെ കയറി വരിക. മേലാൽ സംഭവിക്കാൻ എന്തുള്ളത് അത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. മേലാൽ എന്ത് സംഭവിക്കും? ദൈവസഭ എടുക്കപ്പെട്ട അതായിരിക്കും ഇന്ന് രാത്രിയിലെ രണ്ടാം ഭാഗം. ഏകലോക ഭരണം, ന്യൂ വേ വേൾഡ് ഓർഡർ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട്. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടി താഴാം. കഴിഞ്ഞ രാത്രി ഗ്രൗണ്ടിനകത്ത് നിന്ന് ആരാധിച്ച് കുഞ്ഞുങ്ങൾ മടങ്ങിപ്പോയി. കൃപയാൽ ഈ രാത്രി നമ്മൾ ഇവിടെ കടന്നു വന്നതിനായി കോടാനുകൂടി സ്തോത്രം. കാര്യം മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പടിനിമത്തിന്റെ മരണത്തിന്റെ നദിയായി യോർദാന്റെ പക്കത്ത് ആരെങ്കിലും കാൽ ചവിട്ടിയാൽ എക്കലിനകത്ത് കൊയ്ത്ത് കാലത്ത് കാല് പുതഞ്ഞു പോകും. മോശയ്ക്ക് ശേഷം ദൈവം ഒരുവനെ തെരഞ്ഞെടുത്ത്. അവന്റെ പേരാണ് യോശുവ. വെള്ളറുടെ ആത്മീയ മന്ന ബൈബിൾ കോളേജിലെ ബിരുദമില്ല, കണ്ണമൂല സെമിനാരിയുടെ PhD ഇല്ല. അവൻ ദൈവസന്ധിയിൽ സ്വർഗത്തോടൊരു കാര്യം പറഞ്ഞ്, കർത്താവേ, മോശയ്ക്ക് കീഴിൽ കട്ടൻ ചായ കുടിച്ചു കൊടുത്ത് നിന്നവനെ ഞാൻ എങ്ങനെ നയിക്കും? സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, മോശയോട് കൂടെ ഇരുന്നത് പോലെയല്ല നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്ന്. രാത്രി PhD അല്ല മകനെ മകളെ വേണ്ടത്, ഡോക്ടറേറ്റ് അല്ല വേണ്ടത്. എന്ന് രാത്രി നാഥന്റെ കരങ്ങൾ താഴ്മയോടെ ഇരുന്നാൽ ഒരു പാളയത്തെ പുറപ്പെടുവിക്കുക എന്ന്. രാത്രി യോശുവയുടെ മേൽ കോട്ടക്കരം എൻ്റെ മേൽ തൊടുന്ന രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി 4 കാര്യങ്ങൾ അവൻ ചെയ്തു. 1, പാളയത്തിനകത്ത് വചനം. 2, രാത്രിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. 3, വിശുദ്ധിയുടെ വചനം പറഞ്ഞു. 4, യഹോവ നമ്മുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്ന ആള്. ആഴി എന്തെന്നറിയാതെ, ആഴമെന്തെന്നറിയാതെ പുരോഹിതന്മാർ യാത്രയായി. നിയമത്തിന്റെ പെട്ടകം തോളിനകത്തുണ്ടായിരുന്നു. പ്രത്യേകത എന്താ? നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞവർ യോർദാനിൽ കലക്കവെള്ളത്തിൽ വീണ് മരിച്ചു പോകും. എന്നാൽ നിയമത്തിന്റെ പെട്ടകവുമായി യോർദാനിലെ കലക്കവെള്ളത്തിൽ കൊയ്ത്ത് കാലത്ത് കാൽ ചവിട്ടിയ പുരോഹിതന്മാരുടെ കാൽ വക്കത്ത് ചവിട്ടിയപ്പോൾ സ്വർഗം ഒരു അത്ഭുതം ചെയ്തു. മയിലാടും പറയല്ല. ഇന്ന് രാത്രി കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഈജിപ്തിലെ അരാബായിൽ ഉപ്പുവെള്ളത്തെ ചിറ പോലെ കെട്ടി നിർത്തിയെങ്കിൽ മാതാവി പിതാവി നാളുകളായി നിന്നെ മറുകര കടത്താതെ പിശാചി നിനക്കെതിരെ മരണ വാറണ്ടുകൾ തന്നുകൊണ്ട് പോരാട്ടമെടുത്തെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ രണ്ടാമത് രാത്രി പറയണം, ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് അവരെ വിടുവിക്കുക. യോർദാന്റെ കരയിൽ ഒരു കരമിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി എന്റെ കടുങ്കട്ട് വീണ വിഷയത്തിന് മറുപടി തരുക. ഇസ്രായേൽ പാളയത്തിനകത്ത് ഇറങ്ങിയ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന രാത്രിയ ശബ്ദരാധിക പിശാചി നിന്റെ തലമുറകൾക്കെതിരെ നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ പോരാട്ടം ഇട്ടുകൊണ്ട് ഇന്ന് രാത്രി ശത്രുവിന്റെ കണ്ണികളെ തകർക്കുക. ഇന്ന് രാത്രി ഇസ്രായേലിന്റെ പാളയത്തിൽ യോർദാന്റെ കലക്ക വെള്ളത്തിൽ ഇറങ്ങിയ നാഥന്റെ കരം കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്റെ വീട്ടിനകത്ത് വെളിപ്പെടുന്ന രാത്രിയ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി പരാജയത്തോട് പോകരുത്. നെയ്യാറ്റിങ്കര പട്ടണത്തിൽ അല്ലെങ്കിൽ ഇടുക്കി മൂലമറ്റത്ത് ഒരു ടർബൈൻ കറങ്ങുമ്പോൾ നെയ്യാറ്റിങ്കര ഒരു ഹൈമാസ് ലൈറ്റ് കത്തുമെങ്കിൽ അതിലും വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വചനം, the power of the word of God this day ഇവിടെ വെളിപ്പെടുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് വിടുതൽ തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഒരിക്കൽ കൂടി കണ്ണുകൾ മൂട. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കൺവെൻഷൻ കൂട്ടങ്ങളുടെ രണ്ടാമത് രാത്രി ഞങ്ങൾ വീണ്ടും കടന്നു വരുന്നു. കഴിഞ്ഞ രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച കർത്താവ് നിയമത്തിന്റെ പെട്ടകവുമായി ഞങ്ങളുടെ നടുവിലേക്ക് വന്നിട്ടുണ്ടല്ലോ. ചതഞ്ഞ ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരികെ കണ്ടെത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കരുണാമയനായി ദൈവത്തിന്റെ കരമേ രാത്രി ചലിക്കണമേ. അങ്ങയുടെ ശബ്ദം പെരുവെള്ളത്തിന് മീതെ മുടങ്ങുന്നു. അങ്ങയുടെ ശബ്ദം അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്നു. അങ്ങയുടെ ശബ്ദം കാദേശ് മരുഭൂമിനെ നടക്കുന്നപ്പാ. അങ്ങയുടെ ദിവ്യ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം ഇന്ന് രാത്രി മയിലാടും പാറി മാലത്തൂരും വെളിപ്പെടുമ്പോൾ ഇന്ന് രാത്രി ലെബനോനിലെ ദേവദാരുക്കളെ തോലുരിഞ്ഞും മാറിയതുപോലെ ചില മദ്യപാനികൾ യേശുവിനെ കാണുവാൻ, ജീവിതം തകർന്ന കുഞ്ഞുങ്ങൾ യേശുപ്പച്ചന് വേണ്ടി കരമുയർത്തുവാൻ, ആത്മഹത്യക്ക് വേണ്ടി കൊതിച്ചിരിക്കുന്ന പട്ടണത്തിലെ ചില കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി നാഥന് വേണ്ടി കരമുയർത്തുവാൻ അങ്ങയുടെ ദിവ്യ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. പ്രിയ പിതാവേ, ഒരു മഴ പെയ്തിറങ്ങുമ്പോൾ കുറ്റിച്ചെടികൾ മുളയ്ക്കുന്നത് പോലെ 2025 കൺവെൻഷൻ നല്ല നിലത്ത് വീണ വിത്തുകൾ പോലെ ഈ വർഷത്തിൽ ചില മുളകൾ പൊട്ടി ദൈവസഭയിലേക്ക് കുഞ്ഞുങ്ങൾ വന്ന് ആരാധിപ്പാൻ ഈ കൺവെൻഷന്റെ ആക്കണം. സഭാ മക്കൾ കടന്നു വന്ന കുഞ്ഞുങ്ങൾ, പട്ടണത്തിലെ മക്കളെല്ലാം എൻ്റെ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, രോഗികൾ, ശബ്ദം കീഴിലിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും ഈ രാത്രി ദൈവകരങ്ങളിൽ നിന്ന് വിടുതലും സൗഖ്യവും പ്രാപിക്കട്ടെ. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകൾ തിരിക്കണം. ഞങ്ങളുടെ പേരോ PhD-യോ ഡോക്ടറേറ്റോ ഒന്നും ഇവിടെ ഉയരുത്. കാൽവറിയിൽ അവസാന തുള്ളി രക്തവും ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കി തന്ന നാഥന്റെ നാമം ഈ രാത്രി ആദരിക്കപ്പെടും. ആദിയോടെന്ത തിരുശാന്തം മറയ്ക്കും. കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടും. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി, മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി കർത്താവിന് മഹിമ കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ.
ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമുക്കിപ്പോൾ വലിയ സന്തോഷമൊന്നുമില്ലല്ലോ. സ്വോത്രം. നമ്മൾ ഈ സ്തുതിക്കാത്തതുകൊണ്ട് ഈ കത്താലിക്കെല്ലാം കൂടെ കിടന്ന് നിലവിളിയ യേശുവേ അത്ഭുതം ചെയ്യണേ, യേശുവേ യേശുവേ അത്ഭുതം ചെയ്യണേ, മടക്കി വന്നേ പറ്റത്തുള്ളൂ. സ്വോത്രം. അവരുടെ ആ നിലവിളിയൊക്കെ കാണാൻ അവരാരും ആയിക്കോട്ടെ, ഈശോയെ പ്രവർത്തിക്കണേ. നമ്മളിപ്പം ഈ പെന്തിക്കോസുകാരുടെയൊക്കെ ബ്രദറുകാരെന്ന് പറയുന്ന പോലെ നമ്മുടെ ഹല്ലേലൂയ സ്വോത്രമൊക്കെ പോയി ഇപ്പം ഈ വെറ്റിലക്കകത്ത് ചുണ്ണാമ്പ് തേക്കുന്ന പോലായി. നമ്മുടെ കരമടിയും പോയി, സ്വോത്രവും പോയി. സ്വോത്രം മലയാളം പറഞ്ഞാൽ മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരും ആവും. അവർ കരമടിച്ച് അന്യഭാഷയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇടിപെട്ട അന്യഭാഷ. നമ്മുടെ അന്യഭാഷയും പോയി, ആരാധനയും പോയി. ഇപ്പൊ നമുക്കെല്ലാം വഴിപാടായി. മടങ്ങി വന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധിക്ക് നമ്മൾ പാത്രമാകും. സത്യവചനത്തിലേക്ക് ഇന്നലെ രാത്രിയും ഇന്ന് രാത്രിയും വെളിപ്പാട് പുസ്തകം, ഇന്ന് രാത്രി വെളിപ്പാട്, നാളെ 1. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ട് എന്നോട് സംസാരിച്ച കാഹളനാദം ഇവിടെ കയറി വരിക, മേലാൽ എന്ത് സംഭവിക്കും. തിരുവചനത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിന്റെ ഭാഗങ്ങളിൽ ഓരോ ഭാഗങ്ങളിലും ധന്യനായ പൗലോസ്ലീഹ 14 ലേഖനം എഴുതി. പക്ഷേ അവൻ പ്രവചനം എഴുതിയില്ല, സുവിശേഷം എഴുതിയില്ല. അതിനുശേഷം വൈദ്യനായ ലൂക്കോസ് 2 കാര്യം എഴുതി. ഒന്ന്, ലൂക്കോസിന്റെ സുവിശേഷം എഴുതി. രണ്ടാമത്തെ കാര്യം അവൻ മറ്റൊരു കാര്യം എഴുതി, സഭയുടെ ചരിത്രം എഴുതി. അവൻ പ്രവചനം എഴുതിയില്ല. ഇന്ന് രാത്രി യോഹന്നാന്റെ പ്രത്യേകത 3 കാര്യങ്ങളിൽ അവൻ കരം വെച്ചു. ഒന്ന്, സുവിശേഷം എഴുതി. എവിടം തൊട്ടെഴുതി? കാനാവിലെ കല്യാണ വീട് മുതൽ ലാസറിന്റെ കല്ലറ വരെ ജൈത്രയാത്ര നടത്തുന്ന കുഞ്ഞാടാകുന്ന ക്രിസ്തുവിനെ സുവിശേഷത്തിൽ കൂടി വരച്ചു കാട്ടി. 2, 3 ലേഖനങ്ങൾ എഴുതി. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. വരാനിരിക്കുന്ന കാലം, ലോകത്തിൽ വരുന്ന മാറ്റങ്ങൾ, എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, കാന്തന്റെ കാഹളം. ലേഖനം കഴിഞ്ഞിട്ട് പുതിയ നിയമത്തിലെ അവസാന രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം വിശുദ്ധ വെളിപ്പാട് പുസ്തകം എഴുതുവാൻ യോഹന്നാന് ദൈവം കൃപ കൊടുത്തു. ഇന്ന് രാത്രി വയോധികനായ യോഹന്നാൻ മയിലാടുംപാറയിലെ കൺവെൻഷൻ കൊണ്ടുവന്നിട്ട് അപ്പച്ചനോട് ചോദിക്കണം, അപ്പച്ച സുവിശേഷം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? പ്രവചനം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? അന്ത്യദിനത്തിൽ നിത്യജീവന്റെ മൊഴിമുത്തുകൾ ലേഖനത്തിൽ കൂടി ചമയ്ക്കുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? വലിയ ഡോക്ടറേറ്റോ PhD അപ്പൊ യോഹന്നാൻ അപ്പോസ്തലൻ ഉയർത്തി പറയും, അതൊന്നുമല്ല, അന്ത്യം വരെ കാൽവറി ദർശനം കണ്ടത് കൊണ്ട് എനിക്ക് സുവിശേഷം എഴുതുവാൻ കൃപ ലഭിച്ചു. കാൽവറി ദർശനം കണ്ടത് കൊണ്ട് എനിക്ക് പ്രവചനം എഴുതുവാൻ കൃപ ലഭിച്ചു. കാൽവറിയുടെ കൊലക്കളത്തിൽ നാഥന്റെ പാതകൾ പിന്തുടർന്നു കൊണ്ട് വരാൻ പോകുന്ന കാലത്തെ പറ്റിയുള്ള സൂക്ഷ്മതകൾ പരിശോധിക്കുവാൻ ദൈവം കൃപ തന്നു. കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് രാത്രി മാതാവേ, പിതാവേ, ചെറുപ്പക്കാരി, ലോകക്കാർ മാറും, നാട്ടുകാർ മാറും, ബന്ധുക്കൾ മാറും. എന്നാൽ അന്ത്യം വരെ കാൽവറി ദർശനം കണ്ടവനെ തകർക്കുവാൻ ഒരു ഡൊമേഷന് കഴിയത്തില്ല. മനസ്സിലാകുന്നവർക്ക് കഴിഞ്ഞ രാത്രി 1ാമത്തെ ശിക്ഷവന് കൊടുത്തു. അവൻ മടങ്ങി വന്നു. അവന്റെ ശരീരത്തിനകത്ത് കത്തി കയറ്റിയിട്ടും അവൻ രക്ഷപ്പെട്ടു. പടയാളികൾ അവനെ കൊണ്ടുപോയി അവസോസഭയിൽ വിട്ടു. ഡൊമേഷന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, സാറേ, ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല, എന്തോ അസാമാന്യ ശക്തിയുണ്ട്, ശരീരത്തിനകത്ത് മൂർച്ചേറിയ വാൾ കയറിയിട്ടും അദ്ദേഹം മരിച്ചില്ല. ഡൊമേഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പോകാൻ പറഞ്ഞു. 4 ദിവസം കഴിഞ്ഞ് അടുത്ത ശിക്ഷാവധി, 4ാം പക്കം ശിക്ഷാവധി കിട്ടി. മകനെ ഈ മകളെ അവന് കിട്ടിയ ശിക്ഷാവധി, തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കുട്ടുകത്തിനകത്ത് വയോധികനെ വലിച്ചെറിഞ്ഞ് ശരീരം വെന്ത് മരിക്കുവാനുള്ള കൽപ്പന. പ്രഭാതത്തിൽ ആ റൂമിന്റെ പടയാളികൾ വരുന്നത്. രാവിലെ പള്ളിപ്പുറത്ത് നല്ലതുപോലെ വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ റൂമിന്റെ പടയാളികൾ വന്നു. കൈകാലികൾ വിലങ്ങണി. ചപ്പച്ചനോട് പറഞ്ഞു, ഇന്ന് പകൽ താങ്കളുടെ അന്ത്യമാ, ആരെങ്കിലും കാണാനുണ്ടോ? നല്ല ഡ്രസ് വേണോ? ശാപ്പാട് കഴിക്കണോ? സുപ്രീം കോടതി കൊലക്കേസിനകത്ത് അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന പ്രതിക്ക് വേണ്ടി വെള്ളയുടുപ്പോ വെള്ളമുണ്ടോ എന്നല്ല, ആഹാരമോ പായസമോ ആരെയൊക്കെ കൊടുക്കുന്നത് പോലെ യോഹന്നാനോട് പറഞ്ഞു. യോഹന്നാന്റെ മുഖത്തൊരു വല്ലാത്ത മന്ദസ്മിതം. ഉടനെ പടയാളികൾ ചോദിച്ചു, അപ്പച്ച മരിക്കാൻ തയ്യാറായിരിക്കുന്നു, എന്നാലും ഈ മരണത്തെ ഭയമില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഭാരമൊന്നുമില്ല. നിങ്ങളുടെ ചക്രവർത്തി ഈ കൽപ്പന കുട്ടുകത്തിനകത്ത് എണ്ണ നിറയ്ക്കുന്നതിന് മുമ്പ് നെബൂഖദ്നേസർ എന്ന ബാബേലിന്റെ ചക്രവർത്തി ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൽപ്പന എഴുതി ദുരാസു സമഭൂമിയിൽ ഒരു ബിംബത്തെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞു? 7 മടങ്ങ് തീ കൂട്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്വർഗമുഖത്തേക്ക് കരമുയർത്തി ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന യഹോവ ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിൽ രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ വണങ്ങത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അഡ്വാൻസായി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയത്. യോഹന്നാൻ അപ്പോസ്തലൻ വയോധികൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവം, താമ്ര കഥകളെ വെട്ടി മാറ്റുന്ന ദൈവം, നിനക്ക് മുമ്പായി ദുർഘട പാതകൾ നിരപ്പാക്കുന്ന ദൈവം. മാതാവേ, പിതാവേ, ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് രാത്രി വിശ്വാസത്തോടെ പറയണം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ പൂർണ്ണത. ഇന്ന് രാത്രി അദ്ദേഹത്തിന്റെ കൈകാലികൾ ബന്ധിച്ച് കുട്ടുകത്തിന് അകത്ത് കൊണ്ടിട്ടു. ചില നിമിഷങ്ങൾ മരണം കാണുവാൻ കാത്തു നിന്നു. അതിന്റെ നടുവിൽ കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ തല ഉയർത്തിയതുപോലെ വയോധികനായ യോഹന്നാൻ തല ഉയർത്തി. ഇന്ന് രാത്രി മാതാവേ, പിതാവേ, നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ദൈവദാസന് ശരീരത്തിനകത്ത് കത്തി കയറിയിട്ട് യോഹന്നാൻ മരിച്ചില്ല. കുട്ടുകത്തിലെ എണ്ണയ്ക്കകത്ത്
നിലത്ത് വീണിട്ട് വയോധികൻ മരിച്ചില്ല. കത്തിക്ക് നല്ല മൂർച്ച, എണ്ണയ്ക്ക് നല്ല ചൂട്. എന്തുകൊണ്ട് അപ്പച്ച മരിച്ചില്ല, അമ്മച്ചി എന്തുകൊണ്ട് മരിച്ചില്ല? അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം അവൻ എഴുതിയിട്ടില്ല. ഒരു രാത്രി കൂടി ദൈവ കുഞ്ഞുങ്ങളോട് ദൈവത്തിന്റെ ദാസൻ, നിന്നെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങളെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, ഏത് കാരാഗ്രഹത്തിനകത്ത് നിന്ന് നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാ. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്നലെ രാത്രി വാഗ്ദത്തങ്ങൾ മാറുന്നില്ല. വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുക. ഇന്ന് രാത്രി സർവശക്തന്റെ കരം ഇവിടെ ഇറങ്ങി വരുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അബ്രഹാമിന്റെ തലമുറയായിരുന്നു ഇസഹാക്ക്, ഇസഹാക്കിന്റെ തലമുറയായിരുന്നു യാക്കോബ്, യാക്കോബിന്റെ വാർദ്ധക്യ നാളിലൊരു പൈതലുണ്ട്, അവന്റെ പേരാ യോസഫ്. ബെന്യാമിൻ, ബെനോനി ഗോത്രം ബെന്യാമിൻകാർ. അവന്റെ പ്രത്യേകത എന്തുവാ? രണ്ട് കാര്യം യോസഫിന്റെ പ്രത്യേകത. മലയാളം തീർത്തങ്ങ് പറയും, ഞങ്ങളുടെ പാസ്റ്റർമാര് സെൻട്രൽ അപ്പച്ചനോട് നുണ പറയുന്നത് പോലെ അപ്പന്റെ ചെവി കടിച്ച് പറിക്കുന്നതായിരുന്നു ഒന്നാമത്തെ പരിപാടി. സ്വോത്രം. ചേട്ടന്മാരുടെ നുണയവും പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു വസ്ത്രം കിട്ടി. രണ്ടാമത്തെ കാര്യം, ആ നെയ്യാറ്റിൻകര ഇവിടെ ഒരു പരിപാടി നടന്നു, ഇവനൊരു ദർശനവും കിട്ടി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അവൻ പറഞ്ഞു, വരാൻ പോകുന്ന ക്ഷാമം അവന്റെ കറ്റ ഉയർന്നു നിൽക്കുന്നു. ആ സമയത്ത് സംഭവങ്ങൾ നടന്നത് എന്താ പ്രത്യേകത എന്നറിയാമോ? ഇപ്പോൾ യോസഫിന്റെ ചേട്ടന്മാര് ഈ ആട്ടിനെ മേയ്ക്കാൻ തമിഴ്നാട് കളിയലിലേക്ക് പോയിരിക്കുക. സ്വോത്രം. അന്നേരം കഷ്ടകാലത്തിന് കോവിഡ് പണിച്ചു. മാരായമുട്ടത്ത് നിന്ന് പാനും പറ്റത്തില്ല. നാളുകളായി പിള്ളേരെ പറ്റി വിവരമില്ല. 10-36,000 കേസായിരുന്നു. കുറഞ്ഞപ്പോൾ മാരായമുട്ടത്ത് പോയി ഒരു പെർമിഷൻ എടുത്തു. അപ്പം പെട്ടിയാട്ട് വയ്ക്കാത്ത ആ സാധനങ്ങളെല്ലാം കയറ്റി യോസഫിനോട് പറഞ്ഞ് കളിയലിൽ പോയി ചേട്ടന്മാർക്ക് കൊടുക്കാം. സ്വോത്രം. ഇവിടുന്ന് ചേട്ടനമ്മമാരെ തിരക്കി യോസഫ് പെട്ടിയാട്ട് പോയി ചിറ്റൂര് നദി അവിടെ ഒരു കട്ടൻ ചായം കുടിച്ചപ്പം കളിയിൽ ഒന്നും പറഞ്ഞുകൊണ്ട് ചേട്ടന്മാര് അവന്മാര് ക്യാമറ കൂടെ നോക്കിയപ്പോൾ അനിയൻ വരുന്നു. ഞങ്ങളുടെ പാസ്റ്റർമാരുടെ ഭാഷ, വിശ്വാസിയുടെ ഭാഷയല്ല. ഇങ്ങനെ കൈ കാണിച്ച് ഇപ്രാവശ്യം അവനെ ഒതുക്കണം. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. ചേട്ടന്മാരുടെ നടുവിൽ ആകാരമെല്ലാം കൊടുത്ത യോസഫ് ആദ്യം വീണത് എവിടെ? അവന്റെ നിലയെങ്കിൽ അവന്മാർ ഊരിക്കളഞ്ഞിട്ട് പൊട്ടക്കിണറ്റിനകത്ത് വീണു. മാമയെ, കർത്താവിന് വേണ്ടി ഇറങ്ങിയ ജീവിതത്തിൽ പൊട്ടക്കിണറുകൾ വരും, പക്ഷെ പരാജയപ്പെടരുത്. പൊട്ടക്കിണറിന്റെ പ്രത്യേകത എന്താ? പല്ലിയുണ്ട്, പാമ്പുണ്ട്, ചെരുപ്പിന്റെ വാറുണ്ട്. ചേട്ടന്മാര് വസ്ത്രം ഊരി കാണും. നിന്റെ വസ്ത്രത്തിൽ രക്തം മുക്കി കാണും. നാട്ടിൽ പരസ്യം കൊടുത്തു കാണും വന്യമൃഗം കയറിയെന്ന്. എന്നാൽ വാഗ്ദത്തമുള്ളവൻ പൊട്ടക്കിണറ്റിനകത്ത് കിടന്നാലും സ്വർഗത്തിന്റെ കോപണി അവന് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് രാത്രി ദൂതേറ്റെടുക്കുന്നവർക്ക് പിൻപിൽ പ്രാർത്ഥനയുള്ളവൻ, പിൻപിൽ വെളിപ്പാടുള്ളവൻ, പിൻപിൽ ദർശനമുള്ളവൻ, ദൈവത്തിന്റെ പ്ലാൻ ഉള്ളവൻ ഏത് പൊട്ടക്കിണറ്റിൽ കിടന്നാലും അവനെ ഉയർത്തുവാൻ സ്വർഗത്തിന്റെ കോപണി ഇറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. രണ്ട്, അവൻ എവിടെ പോയി? അടിമച്ചന്തയിൽ പോയി. പനച്ചുമൂട് മാർക്കറ്റിനകത്ത് തൂക്കുന്നത് പോലെ, മത്സ്യവും കൊലയും തൂക്കുന്നത് പോലെ പാവപ്പെട്ട യോസഫിനെ തൂക്കി. നാട്ടുകാരെല്ലാം പറഞ്ഞവൻ മരിച്ചു പോയി. സ്മരണാഞ്ജലിയുടെ ബോർഡുകളൊക്കെയാ. സ്വോത്രം. അവനെ നല്ല ചെറുപ്പക്കാരനെ പടപടാ തൂക്കി. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അവനോട് ചെന്നു പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ ചെന്ന് നല്ല അരുമயான വീട്, നല്ലൊരു ചേച്ചി ഉണ്ടായിരുന്നു പൊത്തിപ്പേറിന്റെ ഭാര്യ. ആ അമ്മമ്മ സബ്സെക്ഷൻ ഗാലക്സി ഒക്കെ കൊടുത്തു. കാട്ടാക്കട ബിസ്മയെന്ന് കൊണ്ടുവന്ന കൽപ്പകാമം കുഴിമന്തിയൊക്കെ കൊടുത്തു. ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരുടെ അമ്മാമ്മയെ പ്രൈസ്തലോടും കൊടുത്ത് അവിടെ നിർത്തിയാണ്. സ്വോത്രം. യോസഫിന് പിടികിട്ടി ഈ അമ്മാമ്മയോട് നിന്ന് കഴിഞ്ഞാൽ ഞാൻ അക്കരെ നാട് കാണത്തില്ല. സത്യം പറഞ്ഞാൽ യോസഫ് ഇതുപോലെ ഒരു മതിലായിരുന്നു, മതിൽ ചാടി. കഷ്ടകാലത്തിന് നെയ്യാറ്റിൻകര ഭാഷ യോസഫിന്റെ പേസ് ലുങ്കി അമ്മാമ്മയുടെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേസ് പോയതില്ല, കേസ് തള്ളിപ്പോയെന്ന്. മനസ്സിലാകുന്നവർക്ക് യോസഫ് വിചാരിച്ച ഒരു കാര്യമുണ്ട്, ഇവിടുന്ന് ലുങ്കി പോയാലും വേണ്ടിയുള്ള പോത്തീസിന്നൊന്ന് പേടിക്കാന്ന്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. നാലാമത് യോസഫ് എവിടെ ചെന്നു? കാരാഗ്രഹത്തിനകത്ത് ചെന്നു. പട്ടിണി ചന്ത 3 പൊത്തി ഇവനിന്ന് നെയ്യാറ്റിൻകരയും കോട്ട് പാലിയോടും അത് കഴിഞ്ഞ് കുന്നത്തുകാലം കാരക്കോണ് കർത്താവിന് വേണ്ടി ഇറങ്ങിയാൽ 1-ാം ദിവസം പിന്നെ കറുത്ത കയ്യാക്കാറ്, 2-ാം ദിവസം വെളുത്ത പെണ്ണ്, 3-ാം ദിവസം നല്ല വീട്, 4 മോനെ തെക്കേ അമേരിക്ക, മോനെ തെക്കേ അമേരിക്ക അയക്കും. സ്വോത്രം. ഇങ്ങനെ പറയുന്ന പെരുങ്കള്ളന്മാർ സ്വോത്രം വന്നില്ലേലും വേണ്ടിയല്ല. കോവിഡ് കാലത്ത് കുറെ പേര് ഒതുങ്ങിയായിരുന്നു. ഇപ്പൊ പിന്നെയും തലപൊക്കിയിട്ടുണ്ട്. നെയ്യാറ്റിൻകരയും ടൗൺ ഹാളിലും അവിടെ ഇവിടെയായിട്ട്. സ്വോത്രം. ഇന്ന് രാത്രി പച്ചയ്ക്ക് ദൈവദാസന്മാർ ഇവിടെ ഇരിക്കുമ്പോൾ രക്ഷ പ്രസംഗിക്കാത്ത യോഗം കള്ളയോഗം, മാനസാന്തരം പ്രസംഗിക്കാത്ത യോഗം കള്ളയോഗം, നിത്യത പ്രസംഗിക്കാത്ത യോഗം കള്ളയോഗം, മരണാനന്തര ജീവിതം പ്രസംഗിക്കാത്ത കള്ളയോഗം, മേടയിലൊക്കെ അരിമയാണ് ഊളിയക്കാർ. ഇന്ന നാൾക്കളിൽ ഇതുക്കുള്ള നിൽക്കുന്ന ബാലിബർ ഊളിയക്കാർ. മോനെ മോള് എവിടെ പ്രസംഗിച്ചാലും ചങ്കൂറ്റത്തോടെ പറയണം, യേശു എന്റെ രക്ഷക. മനസ്സിലാകുന്നവർക്ക് എവിടെ പ്രസംഗിച്ചാലും പറയണം, എന്റെ കുടുംബത്തെ ഇന്ന് വരെ നടത്തിയത് കർത്താവ് യേശു ക്രിസ്തു. ഇന്ന് വരെ എന്നെ വഴി നടത്തിയത് ഈ നല്ല കർത്താവ്. ഇങ്ങനെ പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഭക്തന്മാർ
എവിടെ മാരായ മുട്ടത്തും പെരുങ്കടവിളയും ഒക്കെ എഴുന്നേറ്റക്കട്ടെ. മനസ്സിലാകുന്നവർക്ക് അല്ലാത്തതിന് വിരോധമായി ഇതൊക്കെ താൽക്കാലിക തകരകളാണ്. കൊല്ലങ്ങളായിട്ട് ഞാനൊക്കെ ഇവിടെ തിരുവനന്തപുരത്ത് പ്രസംഗിക്കുന്നു. 1500 രാത്രി ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ ഇടുക്കിയും നിലമ്പൂരും കട്ടപ്പനയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും വരുന്നത് കള്ളിമൂടില്ല. ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം ഇറങ്ങിയ ദേവദാസ് ഭാഷയൊക്കെ എവിടെ ഇരിക്കുന്നത് കണ്ണൂർ ലുട്ടാപ്പി സ്വോത്രം മാരായമുട്ടത്ത് നിന്ന് എത്ര കാശ് കൊണ്ടുപോയെന്ന് അറിയത്തില്ല. സ്വോത്രം എവന്റെയൊക്കെ പുറകെ പോയാൽ 1 കാശ് ബാക്കിയാ മിണ്ടുന്നില്ല. സ്വോത്രം ഇങ്ങനെയുള്ള ലുട്ടാപ്പികളുടെ പുറകെ പാത് സത്യവചനത്തിന് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി ഉറച്ചു നിന്ന് സ്വർഗരാജ്യത്തിന്റെ കെട്ടുപണിക്ക് ഉതകുന്ന വിശ്വാസ വീരന്മാരായി മയിലാടും പാറയിൽ എഴുന്നേൽക്കട്ടെ സത്യവചന. സ്വോത്രം മക്കളെ, നാളെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയാലും ഉദയംകുളങ്ങര അമരവിളയോ കോട്ടൂക്കോണോ പാലിയോട് എവിടെ കൂടെ നടന്നു പോയാലും സ്വോത്രം സ്റ്റേജിൽ നിന്ന് ഇറങ്ങിക്കോട്ട്. അവര് പറയുന്നത് ഇയാൾ കള്ളം പറഞ്ഞെന്ന് പറയുന്നത്. സ്വോത്രം വഴിയെ പോയി കാശ് തന്നില്ലേലും വേണ്ടിയില്ല, ഉള്ള നിന്ന സമയത്ത് ഒരു കട്ടൻ ചായയെങ്കിലും മേടിച്ചെന്നിട്ട് അവർ പറയും ഉപദേശി അന്ന് പ്രസംഗിച്ചപ്പോൾ സത്യമാ പ്രസംഗിച്ചത്. അങ്ങനെയുള്ള ഭക്തന്മാർ എഴുന്നേക്കട്ടെ. അതിൽ ഒന്നാമത്തെ കാര്യം സഹോദരിമാരാന്നല്ലോ, കുഞ്ഞമ്മയും ചിന്നമ്മയും മറിയാമ്മയും എവിടെ ഉണ്ടെങ്കിലും മറിയാൻ നിൽക്കുമല്ലേ. സ്വോത്രം മറിയാൻ പോയാൽ കാശും പോവും, പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വോത്ര കാഴ്ചയുടെ സ്വർണവും പോവും. ഊരല്ലേ അമ്മാമ്മ ഒരു പവൻ 60,000. സ്വോത്രം പോയവ നന്നാവും, കൊടുപ്പീൻ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ പരിപാടിയാവും. സ്വോത്രം പച്ചയ്ക്ക് ഞാൻ പറയോ. സ്വോത്രം ഇനി യവന്മാര് വരുന്ന ഈ ആറ്റിങ്കര് അമേരിക്കൻ എല്ലാത്തിനെയും തട്ടിക്കൊണ്ടിരിക്കുക, ഉപദേശമാരെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കരിസ്മ, സുനാമി, ഡുനാമി, ഫയർ, ഡോക്സ, കോക്സ, മുഴങ്കാൽ ഇങ്ങനൊക്കെ പറയുന്ന പലരും സൗത്ത് ഇന്ത്യനില് സാറും ഇല്ലായിരുന്നുണ്ട്. സാറിനെയും കൂടെ ഞാൻ പറഞ്ഞു കൊടുത്താണ്. സ്വോത്രം പച്ചയ്ക്ക് ഞാൻ പറയും, ഇങ്ങനെയുള്ള ഒരുത്തനെ പ്രസംഗിക്കാൻ ആളില്ലയോ. അംലോക്കോ പോലെ നോർത്ത് ഇന്ത്യ में कितना मिशनरी उसको इधर लाएगा, उनका जो बात बताएगा कितना आदमी हाथ उठाएगा. വടക്കേ ഇന്ത്യ മിഷണറി ആയിട്ടിരിക്കുന്ന 4 പിള്ളേരെ കൊണ്ടുവന്ന ഇന്ന് നിങ്ങൾ 12 മണി വരുന്ന കരയും. സ്വോത്രം അതുകൊണ്ട് ഇനിയെങ്കിലും പച്ചയ്ക്ക് പറയുക. യോസഫിന്റെ കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് പറഞ്ഞ അതുകൊണ്ടാ പറഞ്ഞ ഇന്ന് രാത്രി അവിടെ കിടക്കാൻ അമ്മ കാരാഗ്രഹത്തിൽ പട്ടിണി കഞ്ഞിയാ കുടിക്കുന്നു. സ്വോത്രം അവൻ കാരാഗ്രഹത്തിൽ രാത്രി അവൻ പട്ടിണിക്കഞ്ഞി കുടിച്ച് കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ അവൻ അറിയാതെ ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് ഒരു കസേര അവന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി അവനെ ധരിപ്പിക്കുവാൻ സ്വർണ്ണ സരിപ്പള വന്നുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ദർശനമുള്ളവനെ തകർക്കുവാൻ പൊട്ടക്കിണറിന് കഴിയത്തില്ല. ദർശനമുള്ളവനെ തകർക്കുവാൻ അടിമച്ചന്തയ്ക്ക് കഴിയത്തില്ല. ദർശനമുള്ളവനെ തകർക്കുവാൻ ബോധ്യപേരുടെ ഭവനത്തിന് കഴിയത്തില്ല. ഇന്ന് രാത്രി ഏത് കാരാഗ്രഹത്തിൽ നീ കടന്നാലും അച്ഛയമ്മ ഇന്ന് രാത്രി പറ ഓർക്കേണ്ടവർ ഓർക്കത്തില്ല, നാട്ടുകാർ തള്ളിക്കളെ. എന്നാൽ ഇന്ന് രാത്രി മയിലാടുപാറ കരമുയർത്തി പറയണം, ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. ആരാധിക്കുന്ന ദൈവ പൈതലിനെ പറ്റി ദൈവത്തിന് പ്രത്യാശയുണ്ട്. ആരൊക്കെ നിന്നെ വെട്ടിയാൽ, നിന്റെ പേർ നിലത്ത് കെട്ടുപഴകിയാൽ, കുറ്റി തീർന്നു പോയാൽ നാട്ടുകാർ പറയും മുള പൊട്ടത്തില്ല, മുള പൊട്ടത്തില്ല. എന്താ നിന്റെ കണ്ണുനീരിന്റെ നടുവിൽ നിന്നെ മുള പൊട്ടിച്ച് പുറത്ത് കൊണ്ടുവരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വാസ വചനം മനസ്സിലാകുന്നവർക്ക് യോസഫ് നിന്റെ ചേട്ടന്മാർ വേലികെട്ട്, നാട്ടുകാർ വേലികെട്ട്, ബന്ധുക്കൾ നിനക്കെതിരെ വേലികെട്ടും. എന്നാൽ ഇന്ന് രാത്രി കരം നിന്നെ ഉയർത്തിക്കൊണ്ടുവരുക. ഇന്ന് രാത്രി യോസഫിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ആ കരം തളർന്ന കരമില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്നെ ജീവനില്ലായ്മ ചലിപ്പിക്കുവാൻ ഈ കരതരങ്ങൾ എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ദാനിയേലേ സിംഹക്കുഴിയിൽ നീ വീണാൽ നിന്നെ പറ്റി ഇറാഖിന്റെ ചീഫ് സെക്രട്ടറിയായി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ നിന്നെ പൊന്നു പോലെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. രൂത്ത് 1000 ആണ്ട് ശാപത്തിൽ നീ കിടക്കുന്നവളാണെങ്കിൽ നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ബോവസിന്റെ വയലിനകത്ത് നിന്നെ കൊണ്ട് മാനിക്കുക സ്വർഗത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ 19ാമത് കൺവെൻഷനകത്ത് ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് പറയണം, ആ കരം തളർന്ന കരമല്ല. എന്റെ കണ്ണുനീരിന്റെ നടുവിൽ എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്ന കരം, എന്റെ ഉപവാസത്തിൽ എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന കരം, എന്റെ കണ്ണുനീരിന്റെ നടുവിൽ എന്നെ ഉയർത്തുന്ന കരം. എത്ര പേര് ഇന്ന് രാത്രി കരം ഉയർത്തി സൂചിക്കും? നിന്നിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവം, ശത്രുക്കളുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവം. ഇന്ന് രാത്രി പട്ടണത്തിൽ കരം ഉയർത്തിയായിട്ട് വാലായിട്ടല്ല തലയായിട്ട് അവൻ നിന്നെ ഉയർത്തുന്ന ദൈവം. അവൻ എന്നോട് പറ്റിയിരിക്കുക. തക്ക സമയത്ത് ഇന്ന് രാത്രി ഞാൻ അവൻ ഉയർത്തു. ഇന്ന് രാത്രി മയിലാടുപാറയിൽ അവൻ എന്റെ നാമത്തെ ഉയർത്തുകയാ. പട്ടണത്തിനകത്ത് മാനിക്കുന്ന ദൈവം, വചനം ഏറ്റെടുക്കുന്ന മക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു.
ഈ രാത്രി അവൻ ആർക്കും കടക്കാരനല്ല. അവസാനമായി യോഹന്നാനെ യാത്രയാക്കുന്നു പത്മോസിനകത്ത്. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞല്ലോ, പത്മോസിൽ അപ്പച്ചൻ വീഴുന്നു. 90 വയസ്സുള്ള അപ്പച്ചൻ, കൈകാലികൾ വിറയ്ക്കുന്ന അപ്പച്ചൻ, ഒരു കപ്പ് കാപ്പി പിടിച്ചാൽ വിറയ്ക്കുന്ന അപ്പച്ചൻ വയോധികനെ കൊണ്ട് അവിടത്തേക്ക് തള്ളിയിട്ടു. മാതാവേ പിതാവേ 5 കാഴ്ച, ആകാശം മുട്ട കരിമ്പന, പച്ച മനുഷ്യന് കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കടുകൻ മനുഷ്യന്റെ അസ്ഥികസം വാർന്നു തന്നെ പരുന്ത്, തലയോട്ടിയുടെ ദുർഗന്ധ. വയോധികൻ മുട്ടുമടക്കി കാൽവരി ദർശനം കണ്ടവൻ ഏത് പ്രതിസന്ധിയുടെ നടുവിൽ കണ്ണുനീരോടെ നിലവിളിക്കും. ഇത് രാത്രി മാതാവേ പിതാവേ, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരും. നിന്റെ പുൽപ്പായ്ക്കകത്ത് കണ്ണുനീരിറങ്ങുമ്പോൾ സ്വർഗത്തിന്റെ കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. കരമുയർത്തുന്ന മക്കൾക്ക് ഈ രാത്രി അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതര. അവരുടെ മുഖം മയിലാടും പാറയിൽ ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സഹോദരി കരമുയർത്തിയാട്ട്, എളിയവൾ നിലവിളിച്ച കോപ കേട്ട്. സഹോദര കരമുയർത്തിയാട്ട്, എൻ്റെ കഷ്ടത്തിൽ നിന്ന് എന്നെ വിടുവിക്കുന്ന നല്ല ദൈവ. ഇന്ന് രാത്രി യോഹന്നാനെ തൊട്ടു. 7 പൊന്നിൽ വിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് മുൻകച്ച് കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ കാലുളിയിൽ ചുട്ടുപിടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥ് 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കയിൽ സൂര്യനെ പോലെ മുഖം പ്രകാശിച്ചു. 186 മുള്ള 39 അടി പെരിട്ടോണിയസിന്റെ ചട്ടവാറിനകത്ത് ശരീരം വെണ്ടുകീറിയ വയോധികൻ കണ്ടത് തേജസ്സിൽ യേശുവിന്റെ പൊന്മുഖം. ഒന്ന് താഴ്ത്തിയപ്പോൾ ഒരു കരമിറങ്ങി വന്നു. വയോധികന്റെ തലമേൽ ആദ്യനന്ത്യൻ ആൽഫാ ഒമേഗ, മരണത്തിൻ പാതാളത്തിൻ താക്കോൽ എന്റെ കൈവശം. ഒരിക്കൽ ഞാൻ മരിച്ചവൻ, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും മേലാൽ സംഭവിപ്പാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകം വിശുദ്ധ വെളിപ്പാട് 404:22 അധ്യായം. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. 2-3 ആസിയയിലെ 7 സഭ, 4 സഭ ഇവിടെ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യൻ. 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. 7 മുതൽ 11 വരെ യഹൂദന്റെ നിലവിളി. 12 ആൺകുട്ടി സിംഹാസനം, മരുഭൂമിയിലെ കരച്ചിൽ. 13 പിശാചിന്റെ തൃത്വത്വം. 14 സിയോൻ മലയിലെ കുഞ്ഞാട്. 15 കൈമയിലും നെറ്റിമയിലും മുദ്രയേൽക്കാത്തവർ കുഞ്ഞാടിന്റെ വീണകൾ. 16 7 കാകളം, 7 കലശം, 7 ദൂതന്മാർ. 17 മഗതിയാം ബാബിലോൺ. 18 വ്യാപാര ബാബിലോൺ. 19 കുഞ്ഞാടിന്റെ കല്യാണം. 20 പുതിയ ആകാശവും പുതിയ ഭൂമി. 21 വരുമ്പോൾ 20 അന്തിമയുദ്ധം ഗോഗ് മാഗോഗ്. 21 പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ട്. 22 മയിലാടും പാറയിലെ കുഞ്ഞുങ്ങളെ, ഇതാ ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവൻ അനീതി, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ. കള്ളുകുടിയൻ 2 പെഗ്ഗൂടെ കുടിച്ചോട്ടെ. നീതിമാൻ സഭയിൽ മുട്ടുമടക്കട്ടെ. വിശുദ്ധൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. സകലർക്കും പ്രതിഫലവുമായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇതാ വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രത്യേകത. ഇന്ന് രാത്രി വേഗത്തിൽ വചനങ്ങളിലേക്ക്. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ. ശ്രദ്ധയോടെ ബൈബിളിനകത്ത് 10 യുഗം. 1-ാമത്തെ യുഗം ദൂതന്മാരുടെ യുഗം. ആദിയിൽ ദൈവം ആകാശം ഭൂമി. അതിന് പിമ്പൊരു യുഗം ഉണ്ടായിരുന്ന അനാദി നിത്യതയിൽ ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു. അവരായിരുന്നു സ്വർഗത്തിന്റെ സേവകാത്മാക്കൾ. അതിലൊരുവൻ ഉണ്ടായിരുന്നു ലൂസിഫർ. ലൂസി പ്രകാശം, രശ്മി. അവൻ ദൈവത്തോട് മനുസരിച്ചു. അവൻ പറഞ്ഞ അത്യുന്നതനായ അവന്റെ സിംഹാസനത്തിൽ ഞാൻ കയറിയിരിക്കും. യെശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ അരുണോദയപുത്രനായ ശുക്രാ, നീ വെട്ടേറ്റ് വീണതെങ്ങനെ? തേജസ് നഷ്ടപ്പെട്ട ദൂതന പിശാചായി മാറിയത്. അതുകൊണ്ട് ദൂതന് കാര്യമില്ല. ബൈബിളിനകത്ത് നിന്നെടുക്കുമ്പോൾ നമുക്കൊരു പാട്ടും പാടും. ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിക്കാൻ ഭാഗ്യം ലഭിച്ചെനിക്ക് മനസ്സിലാകുന്നവർക്ക്. 2 നെൽക്കൽമഷയുഗം. ഏതെന്റെ പൂങ്കാവനത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ 2 പ്രിയപ്പെട്ടവർ സംയോജിച്ചു. ദൈവം കൊടുത്ത രക്ഷയുടെ തേജസ് അവർ നഷ്ടപ്പെടുത്തി. നെൽക്കൽമഷയുഗം. 3 മനസ്സാക്ഷിയുഗം. ഒരമ്മയുടെ ഉദരത്തിൽ 2 ചെറുപ്പക്കാർ 9 മാസവും 9 ദിവസവും 9 വിനാഴികയിൽ നൊന്ത് പ്രസവിച്ച കായീൻ ഹാബേലിനെ കൊല്ലുന്നു. ദുഷ്ടമനുഷ്യനായ കായീനോട് സ്വർഗം, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം അനുദപിക്കുന്നു. ആ യുഗത്തിന്റെ പേരാ മനസ്സാക്ഷി യുഗം. 4-ാം യുഗം ന്യായപ്രമാണ യുഗം. സീനായുടെ മടിത്തട്ടിൽ മോശയെ കൊണ്ടുവന്ന് 750 പ്രമാണം, 10 കൽപ്പന. ന്യായപ്രമാണ യുഗത്തിൽ കൽപ്പനകൾ വലിച്ചെറിഞ്ഞുടയ്ക്കുമ്പോൾ ന്യായപ്രമാണത്തിന്റെ അവസാന യുഗത്തിൽ ഒരുവൻ വരുന്നു, സ്നാപക യോഹന്നാൻ. വിശുദ്ധ ബൈബിൾ അടുത്തത് സങ്കലന യുഗം. ആ സങ്കലന യുഗത്തിൽ യോഹന്നാൻ കൂടെ, യോഹന്നാന്റെ തലയിറക്കപ്പെടാൻ സാധ്യത. അത് കണ്ടിട്ട് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിൽ. ബൈബിളിന്റെ ഒരു മിനി ബൈബിൾ ഉണ്ട്. അതായത് യെശയ്യാ പ്രവചനം 66 പുസ്തകങ്ങൾ, 49 നിഴൽ, 27 പൊരുൾ. യെശയ്യാ 49 കഴിയുമ്പോൾ 66, 50 തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക്, യോഹന്നാന്റെ വാക്കുകൾ. സർപ്പസന്തതികൾ വരുവാനിരിക്കുന്ന ദുർഘട ദിവസത്തിൽ നിന്ന് കോപത്തെ വിട്ടൊഴിവ് യഹോവയ്ക്ക് പാതകൾ ഒരുക്കുവിൻ. വിളിച്ചത് സർപ്പസന്തതികളെ. ഇന്ന് ഞങ്ങൾ സഭയെ മക്കളെ പൊന്നെ കുഞ്ഞേന്ന് വിളിച്ചിട്ട് കാര്യമില്ല. സർപ്പസന്തതികളെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ സഭയ്ക്ക് ലോക്കിട്ടുണ്ടാ മതി. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ഇത്രയാ യോഹന്നാന്റെ പ്രശ്നങ്ങൾ. സങ്കലന യുഗത്തിന്റെ പരിസമാപ്തിയിൽ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ അവൻ പരമയാഗമായി. തിരുവെഴുത്തിൻ പ്രകാരം അവൻ അടക്കപ്പെട്ടു. തിരുവെഴുത്തിൻ പ്രകാരം അവൻ ഉയർത്തെഴുന്നേറ്റു. സങ്കലന യുഗം. കൃപായുഗം. പെന്തക്കോസ്ത് പെരുന്നാളിൽ 120 പേർ, 107 വിശ്വാസ സമൂഹം. യേശുവിന്റെ അമ്മ മറിയാമച്ചിയും അന്യഭാഷയിൽ അപ്പോസ്തല പ്രവൃത്തി.
യൂദായ്ക്ക് പകരം ഒരുവൻ മത്തിയാസ് 120 പേർ ഷെഗിയോൻ മാളിക മുറിയിൽ ഇരിക്കുമ്പോൾ പഴയ നിയമത്തിലെ യോവേലിന്റെ പ്രവചനത്തിന്റെ നിവൃത്തി ആരംഭിച്ചു. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിന് പുത്രന്മാർ പുത്രിമാർ യുവാക്കൾ ദർശനങ്ങൾ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ മേലാകാശത്തിലും കീഴ് ഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങൾ നടക്കും. മയിലാടുംപാറ പണമൊന്നും വാരി വിതറേണ്ട. നാഥന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ആ യുഗത്തിന്റെ പേര് കൃപായുഗം. സ്വത്രം. ഈ കൃപായുഗം തീരാറായി. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ പാടും, കൃപായുഗം തീരാറായി, കാന്തൻ വരാറായി. കൃപായുഗത്തിൽ 3 സംഭവം നടക്കും. ഒന്ന്, ദൈവസഭ എടുക്കപ്പെടും. പെന്തിക്കോസാണോ, CSI ആണോ, മർത്തോമേന്നോ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. 2, ഒരു അന്തിമ യുദ്ധം നടക്കും. അതാ യെഹെസ്കേൽ 39:1-2. അതിവിടെ തൊടാത്തത് 4 ദിവസം വേണം. അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച്, ഗോഗ ഇന്നത്തെ റഷ്യ, റഷ്യ, മേശക് മോസ്കോ, ടുബാസ്കോ എന്നിവയുടെ തലവനായ റഷ്യയെ ഞാൻ നിനക്ക് വിരോധം. എല്ലാ ദിവസവും ഉണ്ടല്ലോ ട്രംപ് വന്നിട്ട് ബാക്കിയൂടെ ചൂടാവുന്നത്. ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തും. 6 വഴി കൂടെ കടക്കും. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, 6ാമത്തെ രാഷ്ട്രമായ ഉക്രൈനിൽ കൂടെ റോഡ് വെട്ട് നിന്നെ അവസാനമായിട്ട് വടക്കേ അറ്റത്ത് ഞാൻ സൈബീരിയ കൂടെ ഇറക്കും. സിറിയയിലെ ഗോലാൻ കുന്നുകളിൽ കൊണ്ടുവരും. അതാ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും. ഇന്നലെയും ഇന്ന് നമ്മുടെ കൺവെൻഷൻ നടക്കുമ്പോൾ ഹമാസിന്റെ നേതാക്കൾ റഷ്യയിൽ നിന്ന് കട്ടൻ ചായ കുടിക്കുന്നു. അവർ മേധാവിയാകാൻ അന്തിമ ദിനത്തിലേക്കാണ് ലോകം പോകുന്നത്. അത് കഴിഞ്ഞാൽ ലോകം അവസാനിക്കത്തില്ല. ലോകത്തെ ഭരിക്കുവാൻ ഒരുവൻ വരും. 1-ാം ലോകമഹായുദ്ധം ലീഗ് ഓഫ് നേഷൻസ്, 2-ാം ലോകമഹായുദ്ധം യുണൈറ്റഡ് നേഷൻസ്. അത് കഴിയുമ്പോൾ ഒരുവൻ വരും, 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടി. അവന്റെ പേരാ ഏക ലോക ഭരണം വാതിൽക്കലെത്തി. ബൈബിൾ ക്ലിയറായി. മാരായമുട്ടത്ത് ഗവൺമെന്റ് സ്കൂളിൽ ഇരിക്കുന്നത് പോലെ കേട്ടോണ്ടേ പോക വക്കമിട്ട ഇന്ന് രാത്രി വചനം. അങ്ങനെയെങ്കിൽ ഒരുവന്റെ കയ്യിലേക്ക് ലോകഭരണം. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ് ലോകത്തിന്റെ അവസാനം. യേശു പറഞ്ഞ അത്തിയെ നോക്കി ഒരു മൊബ പിടിപ്പീൻ, അതിന്റെ കൊമ്പളതായി. ഇസ്രായേൽ ഇല്ലാത്ത വാർത്ത മനോരമയിലും ഇല്ല, മീഡിയ വണ്ണിലും ഇല്ല, ഏഷ്യാനെറ്റിനും ഇല്ല, കർമ്മയിലും ഇല്ല, മറുനാടനിലും കൊലനാടനിലും എവിടെ നോക്കിയാലും ഇസ്രായേല. മനസ്സിലാകുന്നവർക്ക് സ്വത്രം. അത്തി തളർത്തു. അതൊക്കെയും കാണുമ്പോൾ ഒരുവൻ വാതിൽക്കൽ എതിർക്ക് സുരംഗപ്രവേശം ചെയ്യാറായി. കൃപായുഗത്തിന്റെ പ്രത്യേകത. ഞാൻ അമേരിക്കയിൽ പോയിട്ടില്ല. അമേരിക്കയുടെ പ്രത്യേകത പലരും എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, അമേരിക്കയിൽ കാറിന്റെ പുറകിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, ആമേ ജീസസ് ബിലീവർ. അതിന്റെ അർത്ഥം ചില കാറുകളിലെ ഡ്രൈവർമാർ രക്ഷിക്കപ്പെട്ടവനാ. വരുന്നവന്റെ അടുത്ത് നീ ഗുണപ്പെട്ടവനാന്ന് ചോദിച്ചാൽ വല്ലവനും കാറിനകത്ത് കയറുമോ? സാറേ സ്വത്രം. അതുകൊണ്ട് അവൻ കാണാനാ. അതിന്റെ അർത്ഥം ഓടുന്ന ഓട്ടത്തിനകത്ത് എവിടെങ്കിലും വെച്ച കാകളം കേട്ടാൽ ഞാൻ പോകും, നീ പെരുവഴിയാകും. മനസ്സിലാകുന്നവർക്ക് സ്വത്രം. അമേരിക്ക തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ തിരുവനന്തപുരത്ത് ചാക്ക എയർപോർട്ടിൽ ചെന്നാൽ മതി. അവിടെ അനന്തപുരിയുടെ മേളിൽ നിൽക്കുമ്പോൾ കാണാൻ ഇഷ്ടം പോലെ വിമാനങ്ങൾ. ഇപ്പൊ ചടകട നിരത്തിയിട്ടേക്കോ. വൈകിട്ട് എല്ലാം കൂടെ റൺവേ പണി നടക്കുന്നുണ്ട്. രാത്രിയിലാണ് പോകുന്നത്. വിമാനത്തിന്റെ ഫ്രണ്ടിൽ നോക്കിയ 2 കിളി ഇരിപ്പുണ്ട്. സ്വത്രം. മാവേ ഇരിക്കുന്ന കിളിയല്ല, പൊന്തമാവേ കിളിയെ കിളിയെ നീലാഞ്ചന പൈങ്കിളിയല്ല. സ്വത്രം. ആ കിളിയ 2 എയർ ഹോസ്റ്റസുമാർ. മനസ്സിലാക്കുന്നവർക്കായി തിരുവനന്തപുരത്ത് നിന്ന് എയർ ഇന്ത്യ പറപ്പിക്കുന്ന ഒരു പെൺകുട്ടി, നല്ല പേരുള്ള, പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല, പ്രസംഗം സ്ഥിരം കേൾക്കുന്നതാ. 3 മണിക്കൂർ 45 മസ്കറ്റിലേക്ക്. ഞാൻ ഒരു ദിവസം സഹോദരിയോട് ചോദിച്ചു, കുഞ്ഞെ നിനക്ക് ഒറ്റയ്ക്ക് പറപ്പിച്ചൂടെ? പറഞ്ഞൊരു കാര്യമുണ്ട് പാസ്റ്ററെ, 3 മണിക്കൂർ 45 മിനിറ്റ് പൊന്നുപോലെ ഞാൻ പറപ്പിക്കാം. 2 ചായ മാത്രം മതി മസ്കറ്റിൽ. അവിടെ ഇറങ്ങി ഒരു സാൻഡ്വിച്ച് കൂടെ കഴിക്കാം. തിരിച്ച് 6:45 തിരുവനന്തപുരത്ത് ഇറങ്ങാം. ഒരു കുഴപ്പമില്ല. അപ്പൊ ചോദിച്ചു, ഞാൻ ഈ സൈഡിൽ എന്തിനാ ഒരാളെയും കൂടി ഇരുത്തിയേക്കുന്നത്? അപ്പൊ പറയാം, പാസ്റ്റർ അറിയത്തില്ലേ, ഈ പോക്കി വല്ല കാശ്മീരിന്റെ കടലിൽ വെച്ച് കാകളം കേട്ടാൽ ഞാൻ തുറന്നു പോയാൽ സ്റ്റിയറിംഗ് പിടിക്കാൻ എയർ ഇന്ത്യ ഒരാളെയും കൂടെ ആക്കി. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. സൗത്ത് ഇന്ത്യൻ ചർച്ചക്കൂടുകാർക്ക് അറിയത്തില്ല കാര്യം. സ്വത്രം. നാളെ ഇതിലേക്കൂടെ ട്രെയിൻ പോകുന്നുണ്ട്. ബാലരാമപുരം, നെയ്യാറ്റിൻകര, നേമം, കുഴിത്തുറ, പാറശാല, ഇരണിയിൽ, നാഗർകോവിൽ. പണ്ട് തിരുവനന്തപുരം നാഗർകോവിൽ ഞാൻ യാത്ര ചെയ്ത ഒരു ലോക്കോ പൈലറ്റ് കീ കൂക്കു ഒറ്റയടി എടുത്തുകൊണ്ട് പോകുമായിരുന്നു. 8 കമ്പാർട്ട്മെന്റ്. ഇന്ന് നേമത്തോ നെയ്യാറ്റിൻകര നോക്കിയാൽ നാഗർകോവിൽ വരെ പാനും 2 ലോക്കോ. അർത്ഥം തക്കലെ ആറ്റിന്റെ മേളിൽ കൂടെ പോകുമ്പോൾ പുള്ളിക്കാരൻ കാകളം കെട്ടുപോയ ഏറ്റവും കൂടെ പെരുമൺ ദുരന്തത്തിൽ വീഴുന്നുള്ള താഴെ വീഴും. ഇന്ന് രാത്രി ട്രെയിനകത്ത് 2 ലോക്കോ, പ്ലെയിനകത്ത് 2 കിളിയെ സ്വത്രം. അത് കഴിഞ്ഞിട്ട് അമേരിക്ക സ്റ്റിക്കർ. ഇവിടുത്തെ CSIക്കാരാ, പെന്തിക്കോസുകാരാ, കൊയ്ത്തും കഴിഞ്ഞ് പലശേഖരവും കഴിഞ്ഞ് ഞാൻ രക്ഷിക്കപ്പെട്ടില്ല. സ്വത്രം. അവിടം വരെ ലോകം അവസാനിക്കുന്ന കാലമായി. അങ്ങനെയെങ്കിൽ കൃപായുഗത്തിൽ ദൈവസഭ എടുക്കപ്പെട്ടൊരു യുദ്ധം കഴിയുമ്പോൾ ഒരുവൻ ഭരണത്തിൽ വരും. അതിനാസ്പദമായി ഇനി ഇപ്പോഴത്തെ സംഭവങ്ങൾ. അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായി മിസ്റ്റർ ട്രംപ് വന്നു. അവന്റെ കൂടെ മൈക്രോചിപ്പിന് പിന്തുണ കൊടുക്കുന്ന എലോൺ മസ്ക് വന്നു. അവന്റെ കൂടെ ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രയേലിലെ പ്രധാനമന്ത്രി ഒരുമിക്കുന്നു. ഇനി അടുത്തത് ലോകം കാണാൻ പോകുന്ന സംഭവം. നമ്മുടെ കൺവെൻഷൻ ഞായറാഴ്ച കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ പേപ്പർ വായിക്കണം. പോകാൻ പോകുന്നു ഇന്ത്യയിലെ പ്രധാനമന്ത്രി, 150 കോടി ജനത്തെ ഭരിക്കുന്ന നരേന്ദ്രമോദി സാർ. 2ാമതായി ഇസ്രയേലിന്റെ പുറകെ ട്രംപിനെ കാണാൻ പോകുന്നു. അതിന്റെ പുറകെ
സൗദി രാജാവ് അറബികളും പിന്തുണ കൊടുക്കുമ്പോൾ വരാൻ പോകുന്നു ഏകലോക ഭരണവും മൈക്രോ ചിപ്പും. വായിച്ചു തുടങ്ങാം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ഇന്നലെ 13 വായിച്ചു. ഒന്നാം മൃഗം സമുദ്രത്തിൽ നിന്ന്. വായിക്കാം വെളിപ്പാട് 13-11 വാക്യം. കുഞ്ഞു വായിച്ച് സഹായിച്ചാട്ടെ. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. വഴിയൊരുക്കുന്നു, കാർപ്പറ്റ് ഇട്ട് കൊടുക്കുന്നു. അടുത്തത് അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അവിടെ നിൽക്കട്ടെ. ഒന്ന് മതം, രാഷ്ട്രീയം. എനിക്ക് പ്രസംഗിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ നിന്നൊരു 4-5 ദിവസം പോയേനെ. സ്വത്രം ഒരിടത്തും മതം. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനെ കാണാൻ ആര് പോയി? ചാണ്ടി ഉമ്മൻ പോയി, ശിവഗിരി മഠാധിപതി പോയി, പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പോയി, കർണാടകയുടെ ടി.യു. ഖാദർ പോയി. അതിനുശേഷം മർത്തോമയിലെ 6 മെത്രാപ്പോലീത്തമാർ കൊന്ത മേടിക്കാൻ പോയി. മർത്തോമ സഭക്കാർ ഇപ്പൊ പറയുന്ന ഒരു കാര്യമുണ്ട്, പള്ളി വേണേ മാതാവിന്റെ ഫോട്ടോ വെക്കാന്ന്. അവിടം വരെ എത്തിയ അമ്മാമ്മേ, മർത്തോമ വെച്ചാൽ പിറ്റേന്ന് കുഞ്ഞച്ചന് തോമാച്ചാനോ CSI കാരന് ഇവാഞ്ചലിക്കല് കൊണ്ടുവെക്കും. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. മർത്തോമ വെച്ചാ പറ്റേന്ന് ഇവരും വെക്ക്. അത് കണ്ട കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനെ കാണാൻ പോകുന്നത്. ഇവിടെ അരുവിപ്പുറം എന്നൊരു സ്ഥലമുണ്ട്, ശിവഗിരി മഠമുണ്ട്, ആലുവായിലുമുണ്ട്. ഇനി ഞാൻ ഇവിടെ മയിലാടുംപാറ വന്നില്ലെങ്കിൽ ചെറുപ്പക്കാർ ഈ മൊബൈലിൽ കണ്ടോണം. ഈ അരുവിപ്പുറത്തല്ല, ആലുവായിൽ ശിവഗിരി മഠത്തിനകത്ത് സർവമത പ്രാർത്ഥനാ കേന്ദ്രം പണിയാൻ പോകുന്നു. ഏകലോക മതം. കത്തോലിക്കനും വരും, പെന്തിക്കോസുകാരനും വരും, CSI കാരനും വരും, മുസ്ലിമും വരും. എല്ലാം കൂടി ഇടിച്ചു കയറാൻ പോകുന്ന സർവമത പ്രാർത്ഥനാ കേന്ദ്രം. അതാ കുഞ്ഞു വായിച്ചത്. 2 കൊമ്പ്. 1 മതം, 2 രാഷ്ട്രീയം. ട്രംപ്, എലോൺ മസ്ക്, നെതന്യാഹു, ഇന്ത്യയുടെ മോഡി സാർ. അത് കഴിയുമ്പോൾ സൗദി ഷേഖും ഒരുമിക്കുമ്പോൾ ഒരു ഭരണം വരാറായി. ലോകം എതിരേൽക്കാൻ പോകുന്നു മൈക്രോ ചിപ്പിനെ. വായിച്ചു തുടങ്ങുന്നു. ശ്രദ്ധയോടെ ഇരിക്കണം. എല്ലാം ഇനി സയന്റിഫിക് വേർഷൻ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 16, 17, 18. ഇന്ന് രാത്രി കേൾക്കാം. വായിച്ചാട്ടെ. ഇത് എവിടം വരെ എത്തി? വെളിപ്പാട് 13, 16, 17, 18. കുഞ്ഞു വായിച്ചു. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യ ഉള്ളവനല്ലാതെ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുവാനും വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. അവിടെ ഇരിക്കട്ടെ. എല്ലാവരും കേൾക്കട്ടെ. മോള് വാക്യം മാറ്റല്ലേ, നല്ല ക്ലിയർ ആയിട്ട് വായിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വോത്രം. ഇത് കേട്ടാട്ടെ. അന്നാളിൽ ചെറിയവൻ വലിയവൻ, സമ്പന്നൻ ദരിദ്രൻ ദാസൻ ഏവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുവാനും വിൽക്കുവാനും കഴിയാതെ ഇരിക്കും. സമാധാനത്തിലെ പോകത്തുള്ള സ്പീഡ് എടുക്കത്തില്ല. 2009 ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നേലിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ മൻമോഹൻ സിംഗ് ഒരു സാധനം കൊണ്ടുവന്നു. വഴിയാധാരമായ ആധാർ. സ്വോത്രം. അതായത് ഇതിന്റെ തുടക്കം 2009. ആധാർ കൊണ്ടുവന്നപ്പോൾ ചെറുതേ ചെന്ന് ഫോട്ടോ എടുത്ത് പോരുന്നല്ല. നമ്പർ 1 കൈമേലും നെറ്റിമേലും. പറയാം, നിങ്ങൾ ഇവിടെ മാരായമുട്ടത്തും അല്ലെങ്കിൽ അമരവിള ചെന്നപ്പോൾ കുഞ്ഞമാമയോട് ചിന്നമാമയോട് പറഞ്ഞ് കണ്ണടച്ചാട്ടെ, കണ്ണ് തുറന്നാട്ടെ. കണ്ണല്ല അമ്മാമ, ഒന്ന് കണ്ണിന്റെ റെറ്റിനെയും കൊണ്ടുപോയി, ഒന്ന് തലയുടെ നെറ്റിയും കൊണ്ടുപോയി. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അതുകൊണ്ടാണ് ഫെഡറൽ ബാങ്ക് പറയുന്നത് ATM എന്നിട്ട് കാർഡ് വേണ്ട. എന്താ കണ്ട് സ്മൈൽ ചെയ്താൽ മതി, എന്ന് ചിരിച്ചാൽ മതി, എന്ന് പണം കട്ടാവൂ എന്ന് മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ATM ചിരിച്ചാൽ പൈസ കട്ടാവുന്ന പരിപാടി വരാൻ പോകുന്ന അന്ത്യദിനമായി മനസ്സിലാകുന്നവർക്കായി. നമ്പർ 1 ദാണ്ട് നിങ്ങൾ ഇങ്ങനെ കണ്ണടയ്ക്കൂ, കണ്ണ് തുറക്കൂ, കണ്ണടയ്ക്കൂ, കണ്ണ് തുറക്കൂ. 1 നെറ്റി കൊണ്ടുപോയി. രണ്ടാമത്തത് നമ്മുടെ കൈവച്ചു 1 വിരലല്ല 10 വിരൽ. അന്നൊരു മന്ത്രാലയം വന്നു. അതിന്റെ പേരാ നീതി ആയോഗ്. എല്ലാരും വിചാരിച്ചു മൻമോഹൻ സിംഗ് മാറിയ മോഡി പിരിച്ചുവിടുമെന്ന്. പിടിച്ചുവിടത്തിൽ ഇപ്പോഴും ഉണ്ട്. ഐഡന്റിഫിക്കേഷൻ RFID നീതി ആയോഗ്. മനസ്സിലാകുന്നവർക്കായി. 2 കോവിഡ് കാലം. നിങ്ങളെല്ലാം പല ചർച്ചിലും പോയി. ആദ്യം എവിടെ ചൂട്? കാലയിലും അവറാച്ചാന്റെ നെഞ്ചിലല്ല, കൈമേലും നെറ്റിമേലും. ചിപ്പ് വരുന്നതിന് ആദ്യമായി ഇൻഫ്രാറെഡ് മീറ്റർ വെച്ച് ചൂട് നോക്കി. ഇതാ കിടക്കുന്നു. അതിനാസ്പദമായി കേരളത്തിൽ ഒരു സംഭവം. 36,000 കേസ് വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു തരാം. 36,000 കേസ് വന്നപ്പോൾ സ്വോത്രം എന്താ സംഭവിച്ചത്? സഹോദരി വീണ ജോർജ് പറഞ്ഞു 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് ആശുപത്രിയിൽ പോകാം, 2 ഡോസ് എടുത്തവർക്ക് പള്ളിയിൽ കയറാം, ബാങ്കിൽ കയറാം. ചില മാനേജർമാർ സൂപ്പർ മാർക്കറ്റ് ഒരു സ്റ്റിക്കർ ഒപ്പിച്ചു, 2 ഡോസ് വാക്സിൻ ഉണ്ടെങ്കിൽ അകത്ത് കയറാം. സ്വോത്രം. അപ്പൊ ഈ വീണ ജോർജിന് നിയമം അറിയത്തില്ല. നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ വലത് ഭാഗത്ത് ഒരു വ്യക്തി ഇരിപ്പുണ്ട്, ജോൺ ബ്രിട്ടാസ്. കേരളത്തിനെയും കേന്ദ്രത്തിനെയും എല്ലാ റിമോട്ട് പുള്ളിയുടെയിലും. എത്ര സമരം നടത്തിയാലും പിണറായി ഒന്നും വീഴത്തില്ല. പുള്ളിയുടെയില്ല റിമോട്ട്. അതുകൊണ്ടില്ലയോ സ്വപ്നം വന്നു, സ്വർണ്ണം വന്നു, ഏത് വന്ന്, കരി വന്നു, മണൽ വന്നു, ഒരു മണ്ണെണ്ണ വന്നാലും വീഴിയല്ല. സ്വോത്രം. ആനാവൂരുമല്ല, ശിവൻകുട്ടി ചേട്ടനുമല്ല, അത് കഴിഞ്ഞിട്ട് കടകംപള്ളിയല്ല, മുഴുവൻ പിണറായി നയിക്കുന്ന ബ്രിട്ടാസ. മനസ്സിലാകുന്നു.
പറയുക പച്ചയ്ക്ക് രാഷ്ട്രീയം. ഞാൻ ഈ കൊടി പിടിച്ച് വന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ബ്രിട്ടാഷ് മുഖ്യമന്ത്രിയോട് പിറ്റേന്ന് പറഞ്ഞു, ചേച്ചി പറയുന്ന തെറ്റാ സാറേ, ഇത് തെറ്റാ. വാക്സിൻ ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്തം. നിങ്ങളുടെ ഭാര്യമാർ SAT ആശുപത്രിയിൽ ഓപ്പറേഷന് കിടക്കുമ്പോൾ ഭാര്യയെ മയക്കി ഇട്ടേക്കുക. ഡോക്ടർ ചെറുപ്പക്കാരനെ വിളിക്കും 3 പേപ്പർ ഒപ്പിടാൻ. അല്ല ഭാര്യയുടെ വയറ്റിനകത്ത് കത്തിയും കുടലും ഈ കത്തി അനശേഷം കുടിക്കുകയല്ല. ഏത് മേജർ സർജറി നടക്കുന്നെങ്കിലും 3 ഒപ്പ്. മനുഷ്യന്റെ അംഗീകാരത്തോടു കൂടെ അവന്റെ ശരീരത്തിനകത്ത് അനസ്തേഷ്യ ജോർജിനെ തട്ടിമാറ്റിക്കൊണ്ട് പിറ്റേന്ന് സഖാവ് പിണറായി പറഞ്ഞൊരു കാര്യമുണ്ട്, ചൂട് നോക്കി ആർക്കും എവിടെയും പോകാം. മനസ്സിലാകുന്നവർക്കായി 2 ഡോസ് വാക്സിൻ വേണ്ട. ബാങ്കിന്റെ മുമ്പ് ഇത് സ്റ്റിക്കർ പള്ളിക്കുടുത്തി പോകാത്ത മാനേജർമാരും വലിച്ചേറി. അവർക്ക് നിയമം അറിയത്തില്ല. സ്വോത്രം. ചില ഇഞ്ചക്ഷൻ ശരീരത്തിനകത്ത് പമ്പ് ചെയ്യുന്നതിന് മുമ്പ് അവർ ടെസ്റ്റ് ഡോസ് തരും. എന്താ? ചിലത് അടിച്ച ഒരു സൈഡ് പാരലൈസ് ആകുമോ ശ്രീജിത് പാസ്റ്ററെ. അതുകൊണ്ട് അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് അലർജിയുടെ കുഴപ്പമുണ്ടോ എന്നിട്ടാ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ ചിലത് പമ്പ് ചെയ്യത്തോളൂ. അല്ല കാരക്കോണത്ത് വിട്ടാലും അമ്മമ്മ കിടന്നാട്ടെ കുത്തിയാട്ടെ അത് പള്ളിയിൽ പറഞ്ഞാൽ മതി. സ്വോത്രം. ഡോക്ടർ വീട്ടിൽ ഇരിക്കും. സ്വോത്രം. അതുകൊണ്ട് അതറിയാത്തോണ്ട ഈ വീണ ജോർജിന് അറിയാത്തോണ്ടാ മുഖ്യമന്ത്രി മാറ്റിയത്. ഇതൊക്കെ സാമ്പിളാ. അങ്ങനെയെങ്കിൽ 3 അക്കം വേണം ഇനി ട്രാൻസാക്ഷൻ. അടുത്ത വാക്ക് വായിച്ചട്ടെ. വായിക്കാം. അടുത്തത് ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. അടുത്തത് ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. ആ സംഖ്യ വായിച്ചാട്ട് മോളെ. അതൊരു മനുഷ്യന്റെ സംഖ്യ എത്രേ? മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടും വഴിയാധാരമായ ആധാർ. വായിച്ചാട്ടെ. അതിന്റെ സംഖ്യ 666. കിടക്കുന്ന 666. നോക്കിയാട്ടെ. ഞാൻ പോയാലും ക്രിസ്ത്യൻ ഗുഡ് ന്യൂസ് അടിക്കണം. ഇത് 3 പേരുടെ നമ്പരാ. എല്ലാവരും കേട്ടാട്ടെ. സ്വർഗത്തിന് 3 ഘടകമുണ്ട്. പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, പോയതിനു ശേഷം ഒരുവനുണ്ട് കാര്യസ്ഥൻ, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. അങ്ങനെയെങ്കിൽ മൃഗം 3 ഉണ്ട്. അതിലൊന്ന് സാത്താൻ, 2 മൃഗം, 3 കള്ളപ്രവാചകൻ. യവന്മാരെ നമ്പർ അടിച്ചാലേ OTP വരത്തോള്. പറഞ്ഞുതരാം. ബാക്കിയൂടെ പറഞ്ഞുതരാം. സ്വോത്രം. ഇന്ന് നിങ്ങളുടെ കയ്യിൽ കാർഡുണ്ട് കേട്ടോ. എല്ലാവരെയും കാർഡുണ്ട്. നിങ്ങൾ കറണ്ട് അടയ്ക്കും, വെള്ളം അടയ്ക്കും, മൊബൈൽ ചാർജ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് എല്ലാം ചെയ്യും. സ്മാർട്ട് ഫോൺ. അപ്പൊ ഈ ബാങ്കിലെ കാർഡ് ഈ മൊബൈലിനും അറിയാം, ബാങ്കുകാർക്കും അറിയാം. എങ്കിലും അവസാനം ചോദിക്കും ലാസ്റ്റ് ഡിജിറ്റ്. ആ ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ അടിക്കുമ്പോഴാ നമ്മുടെ മൊബൈൽ OTP വരും, 1 ടൈം പാസ്വേഡ്. അത് ഞെക്കിയെങ്കിൽ നമ്മുടെ പൈസ കട്ടാകത്തോളൂ. ട്രാൻസാക്ഷൻ ഇത് മാറും. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ 3 പേരുടെ നമ്പർ 666. സത്താൻ, മൃഗം, കള്ളപ്രവാചകൻ. ഇവരെ നമ്പർ അടിക്കാതെ പച്ചവെള്ളവും കിട്ടത്തില്ല. അതൊക്കെ പ്രസംഗിച്ച 2 ദിവസം എടുക്കും. അപ്പൊ നിങ്ങൾക്ക് സംശയം, പാസ്റ്റർ പറയുന്നത് ശരിയാവുമെന്ന്. അമ്മാമ്മേ, വീട്ടിനകത്ത് ഗ്യാസ് ബുക്ക് ചെയ്തവർ, നിങ്ങൾ മരണ വീട്ടിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുക, ഒന്നും ആയില്ല. സ്വോത്രം. ഇന്ന് ഗ്യാസ് ബുക്ക് ചെയ്താൽ ഇന്ത്യൻ ഓയിൽ ഒരു നമ്പർ തരും, ഡാക്ക്. മനസ്സിലാകുന്നവർക്കായി. ഗ്യാസുകാരൻ വീട്ടിൽ വന്നിട്ട് ചോദിക്കും, ചേച്ചി നമ്പർ കൊണ്ടുവാ. ചേച്ചി പറയും നമ്പറില്ല, ഗ്യാസുമില്ല, പിന്നെ കാണാം. കരമുയർത്തുന്നവർക്കായി. സ്വോത്രം. തീർന്നില്ലേ അമ്മാമ്മേ? കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഈ വണ്ടിക്കാരൻ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്ന് നിങ്ങളോട് മൊബൈലിൽ കൂടെ നമ്പർ ചോദിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ ഇന്ത്യൻ ഓയിലിൽ ഞെക്കും. അന്നേരമാണ് ഒരു OTP വന്ന് ഗ്യാസ് വീട്ടിനകത്ത് ഇറങ്ങുന്നെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ കരമുയർത്തുന്ന അമ്മാമയ്ക്കും അച്ഛനും ഇന്ന് രാത്രി നമ്പറില്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. 2024 അവസാനം മുതൽ ഇന്ത്യൻ ഓയിൽ ഏർപ്പെടുത്തി കോഡും വീടും ഒന്നും വേണ്ട. ബുക്ക് ചെയ്യുമ്പോൾ 4 അക്ക നമ്പർ. വീട്ടുമുറ്റത്ത് വണ്ടി എത്തുമ്പോൾ അത് ടൈപ്പ് ചെയ്ത് OTP വന്നെങ്കിൽ മാത്രമേ ഗ്യാസിന്റെ കാശ് മേടിക്കത്തുള്ളൂ. ഇല്ലേ പറയും നമ്പർ അറിയത്തില്ല ചേച്ചി, ഒന്നുകൂടെ ബുക്ക് ചെയ്താട്ട് കാത്തിരിക്കാം, വീണ്ടും കാണാം. ഹല്ലേലൂയ. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അങ്ങനെയെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ 2009 വന്നത് വഴിയാധാരമായ ആധാർ. കേട്ടോണേ, ഓരോ കാര്യം തരാം. 1 വഴിയാധാരമായ ആധാർ, വലിയ സംഭവം പറയുമ്പോൾ. അത് കഴിഞ്ഞ് 2013 ATM-നകത്ത് ചിപ്പ് വന്നു. ഏതാ ATM? 4 ചിപ്പുകൾ, നാനോ, സിലിക്കോൺ, മൈക്രോ, DNA. 2015 ആനയുടെ വാലിൽ ചിപ്പ് വന്നു. 2018 പാസ്പോർട്ടിനകത്ത് ചിപ്പ് വന്നു. 2021 ഏറ്റവും നിർണായകമായി കോവിഡ് കാലത്ത് കാറിന്റെ മുമ്പിൽ RFID വന്നു. 2022 കോവിഡ് കുറഞ്ഞപ്പോൾ അവന്റെ മൂത്ത ചേട്ടൻ വന്ന് QR കോഡ് സ്കാൻ ചെയ്യുക. മനസ്സിലാകുന്നവർക്കായി. ഇനി ഒരു പരിപാടി കൂടെ ഉള്ളു, കൈമേലും നെറ്റിമേലും. 1 ആധാർ, 2 ബാങ്ക്, 3 ബാങ്ക് ATM, 3 ആനയുടെ വാൽ, 4 എവിടെയായി? നിങ്ങളുടെ പാസ്പോർട്ടിനകത്തായി. 5 കാറിന്റെ നെറ്റിയിലുണ്ട് RFID, റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഡേറ്റ. അത് കഴിഞ്ഞ് 6 നെയ്യാറ്റിൻകര ചായ കുടിച്ചാൽ മൊബൈൽ കാണിച്ചാൽ മതി,
10 രൂപയുടെ ചായ, 10 രൂപയുടെ പരിപ്പ് വട, QR കോഡ്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. ഇനി ഇത് വരാൻ പോകുന്നു. മനുഷ്യന്റെ കൈമേലും നെറ്റിമേലും മൈക്രോ ചിപ്പ് കടക്കാം. ഇതെവിടെ എത്തും? 3 ഭാഗങ്ങൾ പറയും. 1 ഇസ്രയേൽ, 2 മനുഷ്യന്റെ ആരോഗ്യം, 6 ചിപ്പേൽക്കും. അത് പറയുമ്പോൾ ഈ രാത്രി അവസാനിക്കും. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ കൈമുദ്രയിടുമോ? താണ്ട് ആധാർ എടുക്കാൻ ചെന്നപ്പോൾ എല്ലാവരുടെയും കൈമുദ്രയിട്ടു. ബൈബിളിനകത്തുണ്ടോ കൈമുദ്രയിടുമോ? വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 37:7. മാരായമട്ട സ്കൂളിൽ ഇരിക്കുന്നത് പോലെ സയൻസ് ആയതുകൊണ്ട് പെരിയ പോ. ഇയ്യോബ് 37:7. കുഞ്ഞു വായിച്ച് സഹായിക്കട്ടെ. ഇയ്യോബ് 37:7 വായിക്കാം. താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. കിടക്കുന്ന പെന്തിക്കോസ്തുകാര് CSIക്കാര് കേട്ടെ, സകല മനുഷ്യരെയും കൈമുദ്രയിടുന്നു. ആധാർ വന്നപ്പം പറഞ്ഞു വേണമെങ്കിൽ മതി, വേണ്ടെങ്കിൽ എടുക്കണ്ട. ഇപ്പൊ കുഞ്ഞ് ജനിച്ചാൽ ആധാർ, പാസ്പോർട്ടിന് ആധാർ, പാൻ കാർഡിന് ആധാർ, സ്കൂളിൽ ആധാർ, ഗ്യാസിന് ആധാർ, സബ്സിഡി ആധാർ, വളം ആധാർ. അത് കഴിഞ്ഞിട്ട് ആധാർ റിലേറ്റഡ് ടു സെമിത്തേരി. മാരായിട്ട് മുട്ടങ്കാർ കേൾക്കട്ടെ. സ്വോത്രം. അപ്പച്ചൻ മരിച്ചാലും നമ്മൾ 1 വർഷം അപ്പച്ചനെ ജീവിച്ചു പിരിക്കും. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അതിന്റെ അർത്ഥം സൊസൈറ്റിയിൽ നിന്ന് പെൻഷൻ കൊണ്ടുവരുന്നവന് 100 രൂപ കൊടുക്കും, മൊബൈൽ ചാർജ്. മരിച്ച അപ്പച്ചന് 1 വർഷവും ജീവിച്ച് പിരിക്കും. മരണ സർട്ടിഫിക്കറ്റ് മേടിക്കാം. സ്വോത്രം. അത് മാറി. ഇന്ന് മരണ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോകുമ്പോൾ ആധാർ ഒറ്റക്കെട്ട്, റേഷനും പോയി, പെൻഷനും പോയി. മനസ്സിലാകുന്നവർക്കായി എല്ലാം ശരിയായില്ലേ അമ്മമ്മ? സ്വോത്രം. അങ്ങനെയെങ്കിൽ ആധാറിന് പോയപ്പോൾ ഇയ്യോബ് എഴുതി വെച്ചിരിക്കുന്നു, താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുവാൻ സകല മനുഷ്യന്റെ കൈമുദ്രയിടുന്നു. ബൈബിളും സയൻസും. ഇതാ ഞങ്ങളുടെ ബൈബിളിന്റെ തനിമ. ആധാർ എന്തുവാ, ഇൻപോസിസ് എന്തുവാ, നിലകേനി എന്തുവാ, ഇവരൊന്നും അറിയാത്ത കാലത്ത് ഇന്നേക്ക് 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണാനന്തര ജീവിതം കേട്ടാട്ട് ഊസ് ദേശത്ത് സുന്ദരനായ ഒരു പുരുഷനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരായി ഇയ്യോബ്. സാത്താനിടയ്ക്ക് വിസിറ്റിൽ എങ്ങനെയോ മേളിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ സ്വർഗം ചോദിച്ചുകൊണ്ട്, കരമന കളിക്കാനുള്ള റോഡ് ശരിയായോ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3ാമത് കയറിയോ, അല്ലെങ്കിൽ പിണറായി സാർ ബജറ്റ് അവതരിപ്പിച്ചോന്നല്ല, എന്റെ ഭക്തനായ ഇയ്യോബിന്റെ മേൽ നീ കണ്ണു വെച്ചുവോ? കരമുയരുന്നില്ലല്ലോ. ഇന്ന് രാത്രി ഇയ്യോബ് സഭയുടെ പ്രസിഡന്റ് അല്ലായിരുന്നു, ഞങ്ങളെ പോലെ സ്റ്റേജിൽ തുള്ളുന്നില്ല, കമ്മിറ്റിയുടെ നേതാവല്ലായിരുന്നു. ഇയ്യോബിന്റെ പ്രത്യേകത, അവൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവനായിരുന്നു. കരമുയർത്തുന്നവർക്കായി അമ്മച്ചി, അച്ചായ, അമ്മാമ്മ, ഇന്ന് രാത്രി സത്യവചനം കേട്ടോണം. ഇവിടെ പേരുള്ള പലരും അവിടെ പേര് കാണത്തില്ല. ഇവിടെ സ്റ്റേജ് തകർക്കുന്ന പലരും അക്കരയും കാണത്തില്ല. അതുകൊണ്ട് മത്തായി സുവിശേഷത്തിൽ യേശു പറഞ്ഞുണ്ട്, നിന്നെ ഒരു നാൾ ഞാൻ അറിയത്തില്ല. അപ്പോഴാ പുള്ളി പറഞ്ഞ്, ഞാൻ പവർ മിഷനകത്ത് എല്ലാം ശരിയാക്കി ഹാർവസ്റ്റ് തുള്ളി എന്ന്. കർത്താവ് പറഞ്ഞു, ഒരു നാൾ നിന്നെ അറിയത്തില്ലെന്ന്. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ പേരില്ലെങ്കിലും കമ്മിറ്റിയിൽ പേരില്ലെങ്കിലും അപ്പച്ച അമ്മച്ചി രാത്രിയുടെ യാമങ്ങൾ മുട്ടുമടക്കി നിലവിളിക്കുന്ന നിന്നെ അറിയുന്നവനാ സ്വർഗത്തിലെ ദൈവം. കരമുയർത്തുന്നവർക്കാ നിന്റെ കണ്ണുനീരിനെ മാനിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഇയ്യോബ് സഭയുടെ പ്രസിഡന്റ് ഒന്നുമല്ല. ഇയ്യോബിന്റെ പ്രത്യേകത എന്തായിരുന്നു എല്ലാവരും മനസ്സിലാകട്ടെ. അവന്റെ ആടുമാടുകൾ 10 മക്കളും പോയി. അവസാനം എന്താണെന്നറിയാം? ഒരു ഓട്ട് കഷണം എടുത്ത് ശരീരം ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ഭാര്യയല്ലേ, ഞങ്ങളെ പോലെ ഭാഷമാരെ ഭാര്യമാരല്ലോ. അച്ചായനെ നേരെ കൊണ്ട് കളിയിൽ കൊണ്ടാക്കി പശുക്കളിലൂടെ. എന്നിട്ട് 3 ബിസ്ക്കറ്റും കട്ടൻ ചായയും. സ്വോത്രം. അച്ചായ അവിടെ കിടക്കട്ട്. അതിൻ്റെ ഇടയ്ക്ക് അമ്മമ്മ ആമ്പിളിപ്പയറും വിറ്റ് കാശാക്കി. സ്വോത്രം. എന്നിട്ട് പറയാ, ട്രാക്ടറുകൾ കത്തിക്കാൻ പോവുക. 2 കൂട്ടുവേലക്കാരുണ്ട്, കൊച്ചു പാസ്റ്റർമാർ, കേകസിയുടെ കണക്ക്. അവന്മാർ പെരയ്ക്കകത്തിരിക്കുക, അവന് ചുട്ട ഓടി കൊടുക്കുക, എലീബസും പിന്താതും. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ചായ പ്രസംഗം നിർത്ത്, ഇനിയെങ്കിലും കല്ലിലിയാ നിർത്ത്. ഇയ്യോബ് പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ എന്നെ കൊന്നാലും അന്ത്യം വരെ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. കരമുയർത്തുന്നവർക്കായി ഇതാ ഭക്തന്റെ പ്രത്യാശ. ഇതാ സുവിശേഷ പ്രസംഗം. എന്നിട്ട് ഒരു വാക്യം കൂടെ വർദ്ധിച്ചു. ഇയ്യോബ് 19:25. ഇയ്യോബ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഈ കളിയിൽ കടന്ന് മരിച്ചാലും ഓട്ട് കഷ്ണം കൊണ്ട് ശരീരം മുഴുവൻ പരിക്കൽ വന്ന് വെള്ളം കുടിക്കാതെ ഞാൻ മരിച്ചാലും എന്റെ പ്രത്യാശ, എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമയിൽ നിൽക്കും. കരമുയർത്തുന്നവർക്കായി ഇതാ മരണാനന്തര ജീവിതം. എല്ലാവരും കേട്ടാട്ടെ. ഇതൊക്കെ സത്യ സുവിശേഷ പ്രസംഗം. സ്റ്റേജ് തകർത്ത് മൈക്കുമായിട്ട് നെട്ടോട്ട് ഓടിയിട്ടൊന്നും കാര്യമില്ല. ചങ്കിനകത്ത് വചനം അങ്ങ് ചെല്ലട്ടെ. എന്താ മരണാനന്തര ജീവിതം? ഒരു മനുഷ്യനെ സംബന്ധിച്ച് 3 ഘടകം: ദേഹം, ദേഹി, ആത്മാവ്. ദേഹത്തിനും ദേഹിക്കും മരണം, ആത്മാവിന് മരണമില്ല. കടക്കാം. ബഥാനിയയിൽ ഒരു നല്ല ഭവനം ഉണ്ടായിരുന്നു, ലാസറിന്റെ ഭവനം. അവിടെ യേശു ബൈബിൾ സ്കൂൾ നടത്തിക്കൊണ്ടിരുന്ന 3 പേരുണ്ടായിരുന്നു. 1 മാർത്ത, 2 മറിയ, 3 ലാസർ. മാർത്ത ചേച്ചി കട്ടൻ കാപ്പി ഇടും, മറിയ ചേച്ചി എന്തോ നോട്ട് എഴുതും, ലാസർ മാരായ മുട്ടത്ത് പോസ്റ്റ്
പോസ്റ്റ് ഒട്ടിക്കും. കരം ഉയർത്തുന്നവർക്കായി സ്വോത്രം. ഇതായിരുന്നു ലാസറിന്റെ ഭവനം. യേശു BTH ഒക്കെ കഴിഞ്ഞ് ബിരുദമെല്ലാം കൊടുത്തു. യേശു പോയി. അന്നേ ലാസറിന് ഇച്ചിരി ഷുഗറിന്റെ അസുഖം ഉണ്ടായിരുന്നു. കാലിന്റെ വിരൽ മുറിച്ചു. നമ്പർ 1, യേശുവിന്റെ മൊബൈൽ അടിച്ചു, വന്നില്ല, ഓഫ്. 2, അവന് ഹാർട്ടിന്റെ ബൈപ്പാസ് നിംസിന്നു, യേശു വന്നില്ല. 3, അവന് മാരകമേറിയ ക്യാൻസർ. പാലിയേറ്റീവിനകത്തുനിന്ന് തള്ളി വീട്ടിൽ കൊണ്ടുവന്നു. സഹോദരിമാർ വെള്ളം കൊടുക്കും, കുഞ്ഞാങ്ങളുടെ തലേ കൈവെക്കും. ഇടയ്ക്കൊന്ന് ബോധം തെളിയുമ്പോൾ ചോദിക്കും, യേശു അപ്പച്ചൻ വന്നിട്ടുണ്ടോ, വിളിച്ചായിരുന്നു? ഉടനെ സഹോദരിമാർ പറയും, യേശു ശുശ്രൂഷയിലെ മോൻ കിടന്നോ, വരും. സ്വോത്രം. എന്തായാലും യേശു വന്നതുമില്ല, ലാസർ മരിച്ചു. യഹൂദന്റെ ആചാരപ്രകാരം ലാസറിനെ എവിടെ കൊണ്ടുപോയി? കല്ലറയിൽ കൊണ്ടുപോയി അടക്കി. മരണാനന്തര ജീവിതം. കണ്ടാട്ട് ശ്രദ്ധയോടിരിക്കണ, വചനം കേൾക്കണം. 1-ാം ദിവസം യേശു വന്നില്ല. യഹൂദന്റെ ആചാരം 24 മണിക്കൂർ കല്ലറയുടെ ചുറ്റും ആത്മാവ് അവിടെ കിടക്കുമെന്ന്. 2, 48 ദിവസം യേശു വന്നില്ല. യഹൂദന്റെ ആചാരം കല്ലറയ്ക്ക് ചുറ്റും ആത്മാവ് അവിടെ. 3-ാം ദിവസം 72 മണിക്കൂർ കല്ലറയ്ക്ക് ചുറ്റും ആത്മാവ്. അതുകൊണ്ട് 3 ദിവസവും യേശു വന്നില്ല. 1-ാമത്തെ കാര്യം യഹൂദനുമായിട്ടുള്ള ബന്ധം. ഈ 3 ദിവസത്തെ യേശു അങ്ങാനും വരണം, ഒന്ന് പ്രാർത്ഥിക്കണം. ഈ പള്ളിപ്രമാണികൾ പരീക്ഷന്മാർ പറയും, താണ്ട പ്രാർത്ഥിച്ച ആത്മാവിനെ കയറ്റി ഉയർപ്പിച്ചെന്ന്. സ്വോത്രം. അതുകൊണ്ട് 4-ാം ദിവസം ആത്മാവ് ഒന്നുകിൽ നിത്യപർദീസ, അല്ലെങ്കിൽ പാതാളത്തിൽ. ബൈബിൾ ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ വചനം. ഇതിന്റെ മെഡിക്കൽ സയൻസ്. 1-ാം ദിവസം മരിച്ച ഒരു ബോഡിക്കകത്തൂടെ ബ്ലഡ് ഓഫ് ആവും. 2-ാം ദിവസം അതിന്റെ അസ്ഥികളെല്ലാം ഞെരിഞ്ഞു തുടങ്ങും. 3-ാമത്തെ ദിവസം നീര് വരും. 4-ാമത്തെ ദിവസം ദുർഗന്ധമാണ്. മരണാനന്തര ജീവിതം. എല്ലാവരും കേട്ടെ. 4-ാം ദിവസം യേശു വന്നു. യേശു വന്നിട്ട് ചോദിച്ചു, കല്ലറയുടെ കാര്യം പറഞ്ഞപ്പോഴാണല്ലോ ഒരു കാര്യം മറന്നു. ഇപ്പൊ എനിക്കും അത്രയും ക്ലിയർ ആകുന്നില്ല. നമ്മൾ അപ്പച്ചൻ മരിച്ചിട്ട് 2 കൊല്ലമായി, ഇതുവരെയും കല്ലറയുടെ അതിൽ കൂടെ പോകത്തില്ല. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. പലരും പറയുന്ന കാര്യമുണ്ട്, കല്ലറയുടെ അവിടെ അപ്പച്ചനുണ്ടെന്ന്. എൻ്റെ പൊന്നു മക്കളെ, അവിടെ ഒന്നും അപ്പച്ചനില്ല. സ്വോത്രം. ഇന്ന് രാത്രി ഞാൻ ഇപ്പം ഒരു കാര്യം കൂടെ, ചില വീട്ടിനകത്ത് ചില കുഞ്ഞുങ്ങളുടെ കല്യാണം, അപ്പച്ചൻ മരിച്ചുപോയി. പെണ്ണ് പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം ഈ പ്രാവോ കാക്കിയോ വന്ന് പ്ലാവേലോ പറങ്കിമാവേലോ റബ്ബറായിരുന്നു കുറുന്ന് പാടും. അമ്മച്ചി അന്നേരം പറഞ്ഞു, അയ്യോ അപ്പച്ചന് സൂസിമോടെ കല്യാണം കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, ഇപ്പൊ പ്രാവിന്റെ രൂപത്തിൽ വന്ന് എന്തത് ചെയ്യമേ പാടുവാന്ന്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അങ്ങനെ ഒന്നും ഒരിടത്തുമില്ല. ഇനിയെങ്കിലും മാറ്റിയേക്കണം. വളരെ ക്ലിയർ ആയിട്ട് പറയാം. സ്വോത്രം. അപ്പൊ ചിലർ പറയാം, ഞാനൊരു കാര്യം പറയാം. ഞങ്ങളുടെ നാട്ടിലൊരു സംഭവം ഉണ്ടായി. ലൈവ് പോയാലും സ്വോത്രം. ഒരു നല്ല സാമുദായിക കുടുംബം. അവിടെ ഒരു കുഞ്ഞിന്റെ കല്യാണമാണ്. ആ സമയത്ത് TPM അപ്പച്ചനെയും വിളിച്ച് എന്നെയും വിളിച്ചു. നല്ല ഒരു അച്ഛനുമായിരുന്നു. അച്ഛൻ അവിടെ ചെന്ന് അച്ഛൻ പാട്ട് പാടി. അപ്പൊ എനിക്ക് വൈകിട്ട് മുണ്ടക്കയത്ത് കൺവെൻഷൻ. ഞാൻ അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിച്ചാട്ട് ഈ അപ്പച്ചൻ ആശീർവാദം TPM പറഞ്ഞാട്ടെ. വളരെ നല്ല അച്ഛനാണ്. സ്വോത്രം. അപ്പം ഞാൻ പാട്ടുപാടി പ്രാർത്ഥിച്ചു. അപ്പൊ അച്ഛൻ പാട്ടുപാടി, ഞാൻ പ്രാർത്ഥിച്ചു. TPM അപ്പച്ചൻ ആശീർവാദവും പറഞ്ഞു. അച്ഛൻ പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പോയി. ഞങ്ങൾക്ക് ഓരോ മധുരമില്ലാത്ത ചായ തന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കൊച്ച് ആരെന്നറിയാം, ഓരോരുത്തർക്കും എന്തോ കൊടുക്കുക, ദക്ഷിണ കൊടുക്കുക. ഇച്ചിരി കഴിഞ്ഞപ്പം പായി ഇന്ന പെങ്കൊച്ച് വല്യമ്മച്ചയുടെ ഭാഷയെ സംസാരിച്ച് അനുഗ്രഹിക്കാൻ തുടങ്ങി. ഞാൻ പോലും ഞെട്ടിപ്പോയി. ഇത്രയും വിദ്യാഭ്യാസം പോലുള്ള TPM അപ്പച്ചനോട് ഞാൻ ചോദിച്ചു, അപ്പച്ച താണ്ട് ഈ കൊച്ച് കണ്ട വല്യമ്മച്ചയുടെ. ഉടനെ അവിടുത്തെ അമ്മച്ചി പറയാ, കുഞ്ഞോടെ കല്യാണം കാണാൻ ഞങ്ങളുടെ വല്യമ്മച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പൊ ദേഹത്ത് വന്നിരുന്ന് സംസാരിക്കുന്നു. സ്വോത്രം. മരിച്ച അമ്മച്ചി ദേഹത്തോ. സ്വോത്രം. TPM അപ്പച്ച ഇങ്ങോട്ട് വന്ന് തലേ കൈവച്ച്, യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തി ഇറങ്ങി പോകട്ടെ. യെസ്. താ കിടക്കുന്ന പെങ്കൊച്ച് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തപ്പോൾ എഴുന്നേറ്റ്. സ്വോത്രം. അപ്പൊ പറഞ്ഞു എന്താണെന്നറിയാവും, അമ്മച്ചി മരിച്ചുപോയി. അമ്മച്ചിയുടെ കറങ്ങിയ പിശാച് ഉണ്ടായിരുന്നു. സ്വോത്രം. അവനാ കയറി സംസാരിച്ചത്. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് ഇനി മയിലാടും പറ പെങ്കൊച്ച് കല്യാണത്തിന് ഉറങ്ങുമ്പോൾ മാവേലോ പ്രാവേലോ പിന്നെ പറങ്കി മാവേലോ തത്തയോ കാക്കയോ വന്നിരുന്ന് പാടുന്ന എന്തത് ക്ഷേമേ അപ്പച്ചനൊന്നുമല്ല. മനസ്സിലാകുന്നവർക്കായി അതുകൂടെ പറഞ്ഞു. ഇന്ന് രാത്രി ഞാൻ മരിക്കുക. സ്വോത്രം. പ്രസംഗ മധ്യേ ഉടനെ കുഴഞ്ഞു വീണ് മരിച്ചു. ഇപ്പം നമ്മുടെ ശ്രീ സാർ എന്നെ നെയ്യാറ്റിങ്കര താലൂക്ക് ആശുപത്രി ദേഹാശ്വാസമുണ്ട്. അവിടെ കൊണ്ടു ചെന്നപ്പോൾ അവർ പറഞ്ഞ് മരണം സ്ഥിരീകരിച്ചു. സ്വോത്രം. അപ്പൊ മോർച്ചറിയിലോട്ട് വെക്കാൻ പറഞ്ഞു. ഉടനെ ദേവദാശ്വാസം വർഷങ്ങളായിട്ട് അറിയുന്നുണ്ട്. പറഞ്ഞു ജീവിച്ചിരുന്നപ്പോഴും AC കിട്ടിയില്ല, ഇച്ചിരി കൂട്ടി അടിച്ചേക്കാം. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. നാളെ പത്രത്തിനകത്ത് വാർത്ത, സുവിശേഷകൻ സജു ചാത്തൻ്റെ പ്രസംഗമത്തെ കുഴഞ്ഞു വീണ് മരിച്ചുപോയി. അപ്പോഴും എൻ്റെ ഡെഡ് ബോഡി നെയ്യാറ്റിങ്കര TB ജംഗ്ഷനിലെ ആശുപത്രിയിൽ പോയവന്റെ പേരാ സജു ചാത്തന്നൂർ. കിടക്കുന്നത് എൻ്റെ ഭൗതിക ശരീരം. ഇന്ന് രാത്രി അക്കരെ കടക്കണമെങ്കിൽ നീ നിത്യ
നിത്യരക്ഷ പ്രാപിക്കണം. അതിനു വേണ്ടി സുവിശേഷ മഹായോഗം ഇവിടെ വെക്കുന്നത്. ഇന്ന് രാത്രി യേശു ഇതാ മരണാനന്തര ജീവിതം. ലാസറിന്റെ വീട്ടിൽ വന്നു. അപ്പൊ അവര് പറഞ്ഞു, യേശുപ്പച്ച നിങ്ങൾ നേരത്തെ വന്നിരുന്നേ നടക്കത്തില്ലായിരുന്നു. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. മനസ്സിലാകുന്നവർക്ക് യേശു എന്തോ ചെയ്തു? ലാസറിന്റെ കല്ലറ ബൈബിൾ തുറന്നോണം, വീട്ടിൽ ചെന്ന് വായിക്കണം. യോഹന്നാൻ 11:41 ലാസറിന്റെ കല്ലറ വന്നിട്ട് ഒരു ഇവിടെ ലാസറെ പുറത്തു വരിക. മരിച്ചവൻ പുറത്തു വന്നു. 108 ആംബുലൻസ് കയറ്റി കിംസിലും നിംസിലും കൊണ്ടുപോയില്ല. യോഹന്നാൻ 12:2 ഇന്ന് കുഞ്ഞുങ്ങൾ പറഞ്ഞതുപോലെ കൂടാരമായ ഭൗമപുര കണ്ടോ? യോഹന്നാൻ 12:2 അവിടെ ഒരു പന്തി ഉണ്ടായിരുന്നു. ഉയർത്തെഴുന്നേറ്റ ലാസർ യേശുവിന്റെ കൂടെ പന്തിയിലിരുന്നു. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിലും വിശ്വസിപ്പി. എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളൂ. ഇന്ന് രാത്രി പെന്തിക്കോസുകാരെല്ലാം കേട്ടാട്ടെ, ലാസർ ഉയർത്തെഴുന്നേറ്റ് അവനെ ട്രിപ്പിടാൻ കൊണ്ടുപോയില്ല. മലയാളം ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല. ബലഹീനതയിൽ വിതയ്ക്കും, ശക്തിയിൽ ഉയർക്കും, അപമാനത്തിൽ വിതയ്ക്കും, തേജസ്സിൽ ഉയർക്കും. പ്രാകൃത ശരീരം മാറും, ആത്മീയ ശരീരമായി നാം രൂപാന്തരപ്പെടും. പൗലോസ്ലീഹ ധന്യം ചൊല്ലി, നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ തേജസ് ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. കരമുയർത്തുന്നവർക്കായി അതുകൊണ്ട് വെളിപ്പാട് 14 ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ. കരമുയർത്തുന്നവർക്കായി സ്തോത്രം. ഇതാണ് മരണാനന്തര ജീവിതം. ഇന്ന് രാത്രി യോബിലേക്ക് വളരെ വേഗത്തിൽ മടങ്ങി വരാം. എന്താ അതിനാസ്പദമായി താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെ എന്നറിയാൻ കൈമുദ്രയിടുന്നു. 5 മിനിറ്റ് 6 മിനിറ്റ് കൊണ്ട് ഇടവേളയിലേക്ക് പോകും. പറഞ്ഞുതരാം എന്താ എന്റെ പ്രത്യേകത. ഇന്ന് രാത്രി ഏവരും കേൾക്കണം. ഞാനിവിടെ മയിലാടുംപാറ വന്നു. ഞങ്ങൾ റേഷൻ കാർഡ് മേടിക്കാൻ പോന്നു. ശ്രീജിത്ത് മാസ്റ്റർക്ക് എൻ്റെ നമ്പർ കൊടുത്തു. ശ്രീജിത്ത് മാസ്റ്റർ നമ്പർ ആർക്ക് കൊടുത്തു? നമ്മുടെ സത്യദാസ് മാസ്റ്റർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം പിന്നെ ആ നമ്പർ ദേവദാസ് മാസ്റ്റർ കൊടുത്തു. മാറി ദേവദാസ് മാസ്റ്റർ നമ്പർ ആർക്ക് കൊടുത്തു? നമ്മുടെ ഷിനുവിന് കൊടുത്തു. മോനെ ഇതിൻ്റെ എക്കോ മോനെ ഇതിൻ്റെ എക്കോ ഒന്ന് കട്ടി സൂത്രം. ഇപ്പം ക്ലിയർ. ഇപ്പം ഇത്രയും പേർക്ക് കൊടുത്തു. ഞങ്ങൾ മാരായമുട്ടത്ത് റേഷൻ മേടിക്കാൻ പോയി. എല്ലാവരും കേട്ടാട്ട് ഞാൻ, ശ്രീജിത്ത് മാസ്റ്റർ, ദേവദാസ് മാസ്റ്റർ, ഷിനു, സത്യദാസ് മാസ്റ്റർ 5 പേര് റേഷൻ കാർഡിൽ നമ്പർ മാറ്റി മാറ്റി കൈവച്ചു. റേഷൻ കിട്ടുമോ മക്കളെ? ഇല്ല. തമിഴിന്റെ ഭാഷ പെൺകുട്ടി പറയും, ഏമാത്തി കാണിക്കാതെ സ്ഥലം വിടാൻ. മനസ്സിലാകുന്നവർക്ക് ഇത്രയൊക്കെ മതി. സ്വത്രം തെറ്റിക്കാതെ നിങ്ങൾ ഇവിടെ കൈവെക്കുമ്പോൾ തിരുവനന്തപുരത്ത് വള്ളക്കടവിൽ ആ പ്രിന്റ് വരുന്നത്. അത് ഡൽഹി പോയിട്ട് 4 കിലോ 3 കിലോ 2 കിലോ 1/2 ലിറ്റർ മണ്ണെണ്ണയൊക്കെ പോയി. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. അപ്പൊ നിങ്ങളുടെ കൈക്കകത്തൊരു രേഖ വരച്ചിട്ടില്ലേ? ആരാ അത്? നമ്മുടെ മയിലാടുംപാറ അറിയാൻ ആരാ നമ്മുടെ കയ്യിൽ രേഖ വരച്ചത്? വിശ്വാസത്തോട്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവന്റെ കണ്ണ് നിന്നെ കണ്ടെങ്കിൽ നിയമിക്കപ്പെട്ട നാളുകൾ നിനക്ക് വേണ്ടതെല്ലാം അവന്റെ പുസ്തകത്തിൽ എഴുതിയെങ്കിൽ, അമ്മാമേ ഇരിക്കുന്നത് അറിയുന്ന ദൈവം, അച്ചായ എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം, ദൂരത്ത് നിന്ന് കെരൂബടകളെ ഗ്രഹിച്ചാക്കിയ ദൈവം, ആകാശത്തിൽ കയറിയാൽ അവന്റെ കരം എന്നെ തേടിയെത്ത്, ഭൂമിക്ക് കീഴെ കടക്ക പാതാളത്തിൽ വരിച്ചാൽ അവന്റെ കരം എന്നെ തേടിയെത്ത്. ഇന്ന് രാത്രി ആലത്തൂരിൽ പാറ വീഴട്ടെ. നിന്റെ വീടിന് കീഴെ ശാശ്വത ഭുജങ്ങൾ വെച്ചവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ഇന്ന് രാത്രി ആകാശത്തിൽ നിന്ന് ഉൾക്ക വീഴട്ടെ. മകനെ മകള് ഈ രാത്രി വിളിച്ചു പറഞ്ഞാട്ടെ, ഈ യോബിന്റെ ഭവനത്തെ വേലി കെട്ടി കാത്ത ദൈവം എന്നെ കാക്ക്. ഇന്ന് രാത്രി നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും. എന്നാൽ അതൊന്നും നിന്നോട് അടുത്തു വരികയില്ല. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? സിംഹത്തിന്മേലും ആണലിമേലും നീ ചവിട്ട്, പെരുമ്പാമ്പിനെയും മെതിച്ചു കളയും. അതുകൊണ്ട് 2025 ഹല്ലേലൂയ മയിലാടുംപാറ കൺവെൻഷന് പറ, എന്റെ വശത്ത് 1000 വലതുവശത്ത് 10,000 വീണാലും വീഴാതിരിക്കുവാൻ കാക്കുന്ന നല്ല ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി കരം ഉയർത്തി പിടിച്ചാട്ട് ഒരനർത്ഥം എനിക്ക് വരികയില്ല, ഒരു ബാധ എന്റെ കൂടാരത്തിൽ അടുക്കയില്ല, എന്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതെ ദുരിപ്പാൻ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി അച്ചായ കരം ഉയർത്തിയാട്ട് ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കുക. എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് കുറവില്ല. കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് രാത്രി സ്വർഗത്തിലേക്ക് കരം ഉയർത്തിയാട്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ച കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി നമ്മുടെ കർത്താവാര് 10,000 കണക്കിന് മീൻ കെട്ടിമറിയുന്ന ഗലീല കടലിനകത്ത് ഒരു ക്യാമറ പോലും വെക്കാതെ തന്റെ ഭക്തന് വേണ്ടി മത്സ്യത്തിന്റെ വയറ്റിനകത്ത് ചതുദ്രമ പണത്തെ ഒരുക്കിയവനാ സ്വർഗത്തിലെ ദൈവം. അവൻ അറിയാതെ ഈ രാത്രി പറയേണ്ട തലയിൽ ഒരു മൂടിനാര് പോലും താഴെ വീഴുവാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി വചനം കേട്ട് ESI കാരും പോകും, പെന്തിക്കോസുകാരും പോകും.
ഇനി കോട്ടൂര മന്ത്രവാദിയുടെ നിന്റെ കൈ കൊടുക്കരുത്. സന്തോഷമില്ലല്ലോ. സെക്രട്ടേറിയറ്റ് തത്തയിരിക്കുന്നവന്റെ കൈ കൊടുക്കരുത്. സ്വോത്രം. അമ്മാമ്മേ, ഇന്ന് രാത്രി പാരായമുട്ടത്ത് കൈവെക്കുമ്പോൾ തിരുവനന്തപുരം ഡൽഹി വഴി കീക്കി കൂക്കും 4 കിലോയും 2 കിലോയും വരുന്നെങ്കിൽ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാ നിന്റെ കരങ്ങളിൽ പിടിച്ചത്. മനസ്സിലാകുന്നവർക്ക് അയ്യോബ്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ കാര്യം യഹൂദനോടുള്ള ബന്ധത്തിലേക്ക് വരാം. രണ്ടാമത്തെ കാര്യം ദാണ്ടേ, ഇന്ന് എവിടം വരായി? മൈക്രോ ചിപ്പ് ATM കാർഡിനകത്ത് അവസാനം പറയുമ്പോൾ അവസാനിക്കുമ്പോൾ. 3 എവിടായി? ഇന്ത്യയിലെ ക്രിക്കറ്റ് കളിക്കാരൻ ദാണ്ടേ RFID. 4-മത്തെ കാര്യം ആനയുടെ വാല് യഹൂദനിലോട്ടാ വരുന്നത്. ഇടവേളയിലേക്ക് പോകും. ആ ആനയുടെ തൂക്കം എത്ര? 4000 കിലോ മുതൽ 4500. ആനയെ നടത്തുന്നതാര? പാർശ്വകാലക്കാരൻ പാപ്പച്ചൻ ചേട്ടൻ. വെയിറ്റ് എത്ര? 54 കിലോ. കയ്യിൽ ഒരു ചുള്ളിപടി, മോശയുടെ കണക്ക്. പോക്കറ്റിനകത്ത് കള്ളുകുപ്പി. മനസ്സിലാകുന്നവർക്കായി ഉദയംകുളങ്ങര പാറശാല, അത് കഴിഞ്ഞിട്ട് നെയ്യാറ്റിങ്കര. ലെഫ്റ്റ് റൈറ്റ് കരമുയരുന്നില്ലല്ലോ. ആ 4000 കിലോ ഉള്ള ആനയെ നടത്തുന്നത് 54 കിലോ ഉള്ള പാപ്പച്ചൻ. ചുള്ളിപടി, ലെഫ്റ്റ് റൈറ്റ്, കയ്യിൽ പൈന്റ് കുപ്പി. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയണം, ആരാ മനുഷ്യനെ സൃഷ്ടിച്ചത്? കൊരങ്ങനും ചിമ്പാൻസി അല്ല മനുഷ്യൻ പരിണമിച്ചത്. അവൻ അതിശയവും ഭയങ്കരവുമായി മനുഷ്യനെ സൃഷ്ടിച്ചു. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് 4000 കിലോ ഉള്ള ആന ലെഫ്റ്റ് റൈറ്റ് പാറശാല പാപ്പച്ചൻ ഓടിക്കുന്നത് അടക്കി വാഴുക. മനസ്സിലാകുന്നവർക്കായി. ക്ലിയർ ആയോ മക്കളെ? അത് കഴിഞ്ഞിട്ട് എവിടം വരാം? ദാ കിടക്കുന്നു QR കോഡ്. അവസാനം മൈക്രോ ചിപ്പിലേക്ക് പോകുമ്പോൾ പറയാം, യഹൂദനോടുള്ള ബന്ധത്തിൽ 2 കാര്യങ്ങൾ കേട്ടോണം. യഹൂദൻ ഒരിക്കലും മൈക്രോ ചിപ്പിനെ വെക്കത്തില്ല. ഇതാ അവന്റെ തലയിറക്കാൻ പോകുന്നു. വായിക്കാം. പുറപ്പാട് പുസ്തകം 13:9. 2 വാക്യങ്ങൾ കഴിയുമ്പോൾ ഇടവേള. ബാക്കി 20 മിനിറ്റ്. വായിച്ചട്ടെ പുറപ്പാട് 13:9. വായിച്ചട്ടെ പുറപ്പാട് പുസ്തകം 13:9 വാക്യം. വായിച്ചട്ടെ. യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് ഇത് നിനക്ക് നിന്റെ കയ്യിൽ അടയാളമായും നിന്റെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപക ലക്ഷ്യമായും ഇരിക്കണം. വാക്യം കേട്ടാട്ടെ. ഇതിനു വേണ്ടിയാ പ്രസംഗിക്കുന്നത്. യഹൂദന്റെ തലമുറകൾ, മോശയുടെ കുഞ്ഞുങ്ങൾ 3 പേരെന്ന് ഇസ്രായേൽ പറയുന്നു. ഹസദിക്ക്, ഹർദിക്ക്, നെട്ടൂരി, കർത്ത. എല്ലാരും കേട്ടാട്ടെ. യവന്മാര് കയ്യിൽ ചിപ്പ് വെക്കത്തില്ല. ഒന്ന്, യവന്റെ കയ്യിലാ ഇങ്ങനെ വചനം കെട്ടിയിരിക്കുന്ന. തലയിൽ തേങ്ങ വെട്ടാൻ പോകുന്ന രമേശൻ തല ചുറ്റുന്നത് പോലെ തലയിലാ വചനം. അതിന്റെ പേരാ യൂദുഹേ വൗഹേ. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ ഇറങ്ങി വരും, അവനെ കൈക്കൊള്ളും. അവൻ ഈ വചനം മാറ്റിയിട്ട് മൈക്രോ ചിപ്പ് കൈമേലും തലമേലും. യഹൂദൻ ഒരു കാലത്തും കൈ പച്ചയും കുത്തത്തില്ല, കൈ കളറും വരയ്ക്കത്തില്ല. യഹൂദന്റെ ഒറ്റ കുഞ്ഞുങ്ങളും കൈ പച്ച കുത്തത്തില്ല. അതവർക്ക് ശാപമാ. മോശയുടെ ന്യായപ്രമാണം പുറപ്പാട് 13:9 കിടക്കുന്നില്ലേ, കണ്ടില്ലേ? പിന്നെ അവരുടെ ജ്ഞാപക ലക്ഷ്യം കൈമേലും നെറ്റിമേലും. അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് യഹൂദൻ മൈക്രോ ചിപ്പ് വെക്കത്തില്ല? 2-മത്തെ മോശയുടെ തൽമൂദ് ലേവ്യ പുസ്തകം. ബൈബിൾ എടുത്താട്ടെ. അവൻ ചിപ്പ് വെക്കത്തില്ല. ഏറ്റവും വലിയ ടെക്നോളജി ഉള്ള യഹൂദന. ലേവ്യ പുസ്തകം 13:28 വായിച്ചട്ടെ മോനെ, മോള് വായിച്ചട്ടെ. ലേവ്യ പുസ്തകം 13:28 വായിക്കാം. എന്നാൽ പുള്ളി പച്ച കുത്തത്തില്ല. പുള്ളി തൊക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിൽക്കുകയും നിറം മങ്ങിയിരിക്കുകയും ചെയ്താൽ അത് തീപ്പൊള്ളന്റെ തിണർപ്പാകുന്നു. ആ തീപ്പൊള്ളൽ ഏറ്റവും പാളയത്തിന് പുറത്താ. ശപിക്കപ്പെട്ടവൻ. അടുത്ത വാക്ക് മോള് വായിച്ചാട്ടെ. ബൈബിൾ ക്ലിയർ. അതാ സ്പീഡ് കുറച്ച് പോന്നെ. വായിക്കാം. പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. മോശയുടെ ന്യായപ്രമാണം വിട്ട് അവർ പോവത്തില്ല. കയ്യിൽ ചിപ്പ് വെക്കത്തില്ല. 1 വചനം മാറ്റും, 2 മൈക്രോ ചിപ്പ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ഇന്നലെ ഞാൻ റോബോട്ടിനെ പറഞ്ഞു, ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബം റോബോട്ട് സ്വിറ്റ്സർലൻഡിലെ പള്ളിയിരുന്ന് പ്രൈസ്തലോട് പറഞ്ഞെന്ന് ഇന്ന് വാർത്തകൾ. അത് കഴിഞ്ഞ് കുമ്പസാരിക്കാൻ വന്നപ്പോ അച്ഛനല്ല റോബോട്ട് തലേ കൈവച്ചെന്ന്. പ്രൈസ്തലോ ജർമ്മനിയിൽ. സ്വോത്രം. എത്ര നല്ല കാര്യം. അവന്റെ മൂത്ത ചേട്ടൻ യെരൂശലേം ദൈവാലയത്തിൽ എതിർ ക്രിസ്തു കൊണ്ടുവരും. വെളിപ്പാട് 6:1-2 കുഞ്ഞാട് മുദ്രകളിൽ 1 പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിര, അതിന്മേലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ല്. അവൻ ജയിപ്പാനായി പുറപ്പെട്ടു. ആദ്യം വെള്ളക്കുതിര, പിന്നെ റോബോട്ടിനെ കൊണ്ടുവച്ച് ഏതാ പണ്ട് അഗരോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കിയതുപോലെ യെരൂശലേമിന്റെ ദൈവാലയത്തിനകത്ത് റോബോട്ടിനെ കൊണ്ടുവരും. അമ്മാമേ, അവര് വണങ്ങത്തില്ല. പുറപ്പാട് 20:4 മേലാകാശത്തിലും കീഴഭൂമിയിലും യാതൊന്നിന്റെ വിഗ്രഹത്തെ യഹൂദൻ വണങ്ങത്തില്ല. പാർട്ട് 1. 2 മൈക്രോ ചിപ്പ് അവൻ വെക്കത്തില്ല. അന്ന് യഹൂദന്റെ തല എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാർ നെയ്യാറ്റിങ്കരയിൽ നിന്ന് 2 ചെറുപ്പക്കാർ പോയി കളിക്കാവുള്ള ചെക്ക് പോസ്റ്റിൽ നിന്ന് SI വിൻസെന്റിനെ തീർത്തതുപോലെ എതിർ ക്രിസ്തുവിന്റെ IS-ന്റെ പട്ടാളക്കാർ യഹൂദന്റെ തലയറത്ത് താഴെയിടും. ആ തലയറത്ത് വീഴുന്ന രക്തത്തിന്റെ പേരാ പീഡാകാല
സകല രക്തസാക്ഷികൾ കരമുയർത്തുന്നവർക്കായി കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ ഉപദേശിമാരെല്ലാം എടുത്താട്ട് ഇനി ഇതൊന്നും പറഞ്ഞിട്ട് അവറാച്ചൻ മലയിൽ പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. കാലം തീരാറായി, അന്ത്യദിനമായി. അങ്ങനെയെങ്കിൽ അവന്റെ തലയറുത്ത് വീഴും. ആ ദിവസത്തെ ഓർത്ത് കർത്താവ് ഒരു വാക്യം പറഞ്ഞു. ആമോസ് 4:12. ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് പല ബൈത്തോമിന്റെ പാലിയോട് പെന്തക്കോസ് മിഷൻ ഉണ്ട്, അതിന്റെ വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ചാട്ട് മോളെ. ആമോസ് 4:12. അതുകൊണ്ട് ഇസ്രായേലേ ഞാൻ ഇങ്ങനെ നിന്നോട് യുദ്ധം ചെയ്യും. ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യാൻ പോകുന്നുണ്ട്. യുദ്ധമല്ല. വായിച്ചോ മോളെ. ഞാൻ ഇങ്ങനെ ചെയ്യും. ഇസ്രായേലേ ഞാൻ ഇത് നിന്നോട് ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കരമൊന്ന് ഉയർത്തിയാട്ടെ. പാലിയോട് TPM പെന്തിക്കോസിന്റെ മുമ്പിൽ എല്ലാം എഴുതിയിട്ടുണ്ട്. നമ്മുടെ പെന്തിക്കോസുകാർ എഴുതി കൊടുത്ത് ചർച്ച കൂടും. ഇന്ന് രാത്രി 1ാമത്തെ ഇടവേളയിലേക്ക് പോകുന്നു. ആലയത്തിനകത്തെ യഹൂദന് വേണ്ടി കമ്പ്യൂട്ടറെ കൊണ്ടുവെക്ക ശൂന്യമാക്കുന്ന മ്ലേച്ഛത. എന്നാൽ ഇന്ന് രാത്രി ആ മ്ലേച്ഛത ഇവിടെ വെളിപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളുടെ കാന്തൻ മധ്യാകാശത്തിൽ സഭയെ ചേർക്കാൻ വരും. 2 മൈക്രോചിപ്പ് യഹൂദൻ കൈമേലും നെറ്റിമേലും കൊള്ളത്തില്ല. അന്ന് യഹൂദന്റെ തലയറത്ത് രക്തം താഴെ വീഴും. യഹൂദന്റെ കുടിലിനകത്ത് നിലവിളി ഉയരും. എന്നാൽ ഇന്ന് രാത്രി മയിലാടും പാറ പറയണം. ആ രക്തം അവിടെ വീഴുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടമെടുക്കപ്പെടാറായി. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരുടെ കൊലക്കളത്തിൽ ഏലി ഏലി ലമ്മാ ശബത്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു. നായ്ക്കൾ എനിക്ക് ചുറ്റും ഓടിയിട്ടു. എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ണിവണ്ണയും തന്നു. എന്റെ മുഖരോമങ്ങളെല്ലാം പിച്ചു ചീന്തി. അയ്യോ എനിക്ക് ദാഹിക്കുന്നു സകലതും നിവർത്തിയാ. ഒരു സൈന്യാധിപൻ കുന്തമെടുത്ത് പടയാളിയുടെ കയ്യിൽ കൊടുത്തു. അവൻ എന്റെ യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തി 5 ലിറ്റർ രക്തവും വെള്ളം ഒഴിക്കെങ്കിൽ അവന്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി യേശു മടങ്ങി വരാറാ. എന്ന് രാത്രി മയിലാടുപാറേ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ. പണ്ടയുള്ള കഥകുകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഇനി ഈ സത്യവചനം കേട്ടിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ലെങ്കിൽ നെഞ്ച് കീറി അന്ത്യകാലത്തിന്റെ ദൂത മയിലാടും പാറ ഞാൻ പറയുന്നത്. കാന്തൻ വരാറായി. അവസാന ഭാഗങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇനി 20 മിനിറ്റും 10 മിനിറ്റ് ആരാധന. കറക്റ്റ് 9:30. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഒരു കഥയുടെ ഒരു ഭാഗം പറയാം. ബാക്കി അവസാനം. ടൈറ്റാനിക് കപ്പൽ. ടൈറ്റാന്റെ പേരെന്താ? രാക്ഷസൻ. അതിന്റെ തടിയിൽ എഴുതി വെച്ച് നെവർ ഡിസ്ട്രോയ്. കന്നി യാത്രയാണ്. ആട്ടും പാട്ടമായിട്ട് പോകുന്നു. ക്യാപ്റ്റൻ സ്മിത്തിനോട് നാട്ടുകാർ പറഞ്ഞു, സാറേ കപ്പല് മഞ്ഞുമല മിണ്ടി പോകരുത്, ദൈവം വിചാരിച്ചാലും തകർക്കത്തില്ല. ദൈവത്തിന്റെ വചനം കേൾക്കാതെ പോയ ഏത് ടൈറ്റാനിക്കും വീഴും. എന്റെ പ്രസംഗം അതല്ല. ഇന്ന് രാത്രി ചെറുപ്പക്കാരികൾ നോട്ട് ചെയ്താട്ടെ. ടൈറ്റാനിക് കപ്പൽ തകരുമ്പോൾ 2ാമത്തെ നില ഇന്നൊരുവൻ 5ാമത്തെ നില മെസ്സി നിൽക്കുക. അവന്റെ തലേണ റെഡി. $2 ലക്ഷം ഉണ്ട് നോട്ട്. അന്നേരം ഉച്ചയ്ക്ക് ചപ്പാത്തി എന്നപ്പോഴാ ഇവിടെ അറ്റ്ലാന്റിക് മഞ്ഞുമലയിൽ കടന്ന് കപ്പലടിച്ച് സ്വോത്രം. അവന് പിടികിട്ടി കുടയാൻ തുടങ്ങി. കപ്പൽ താഴാൻ തുടങ്ങി. അവൻ വിചാരിച്ച് ഓടിപ്പോയ താഴെ പോയി $2 ലക്ഷം എടുത്ത് എവിടെങ്കിലും ചാടാം. അപ്പോൾ അവന്റെ ഉള്ളിൽ ആരോ പറഞ്ഞു, നീ താഴെ പോയാൽ 2 ലക്ഷം കയ്യിലെടുക്കാം, പക്ഷെ കയറി വരാൻ പറ്റത്തില്ല, ഉപ്പുവെള്ളത്തിൽ പോകും. അവന്റെ കണ്ണുകൾ തുറന്നു. അവന്റെ മുൻപിൽ കണ്ടു ആ മെസ്സിനകത്ത് അനേക ലൈഫ് ജാക്കറ്റ് തൂക്കിയിട്ടേക്കുന്നു. ആരോ അവനോട് പറഞ്ഞു, ഇപ്പൊ നീ ലൈഫ് ജാക്കറ്റ് എടുത്ത് ചാടി വെള്ളത്തിൽ ചാടി എവിടെങ്കിലും ഒരു വള്ളം കിട്ടും, നിനക്ക് രക്ഷപ്പെടാൻ കഴിയും. $2 ലക്ഷം മറന്ന് ആ പുസ്തകം വായിച്ച് ഞാൻ കരഞ്ഞു പോയി. ആ ചെറുപ്പക്കാരൻ ലൈഫ് ജാക്കറ്റ് എടുത്ത് കടലിൽ ചാടി ഒഴുകിപ്പോയി. ഒരു നൗക കിട്ടി. അവൻ രക്ഷപ്പെട്ടു. അവൻ അവസാന പുസ്തകത്തിൽ ചമച്ചു. $2 ലക്ഷം വേണ്ടി അറ്റ്ലാന്റിക്കിന്റെ 2ാമത്തെ തട്ടിൽ ഞാൻ ആ ടൈറ്റാനിക്കിൽ ഇറങ്ങിയെങ്കിൽ ഉപ്പുവെള്ളത്തിൽ വീണ് പോയേനെ. എന്നാൽ എന്റെ മുൻപിൽ ഒരു ലൈഫ് ജാക്കറ്റ് കിട്ടിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി മയിലാടും പറയോട് ദൈവദാസനാകുന്ന ഞാൻ പറയുന്നു, ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിന്റെ നടുവിൽ രക്ഷയുടെ ലൈഫ് ജാക്കറ്റ് നേടിയവനെ ചേർക്കാൻ എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. 2ാമത് രാത്രി മയിലാടുപാറ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. അപ്പച്ച, അമ്മച്ചി, ചെറുപ്പക്കാര, റോഡ് വക്കിലോ തോട് വക്കിലോ മരത്തിന്റെ ചുവട്ടിലോ എവിടെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ നെഞ്ചത്ത് കൈവച്ചെന്ന് രാത്രി പറ,
യേശു എൻ്റെ ഏക രക്ഷകൻ, യേശു എൻ്റെ ഏക കർത്താവ്, യേശു അവൻ രാജാതിരാജാവായി മടങ്ങി വരുന്നു. എൻ്റെ പേര് പുസ്തകത്തിൽ ഒന്ന് ചേർക്കുമോ? കരമുയർത്തുമോ? താങ്കളുടെ പേര് ജീവപുസ്തകത്തിൽ ചേർക്ക്. താങ്കളെ ചേർക്കാൻ യേശു വരാറായി. ആത്മാവ് സഭകളോട് പറയുന്നത് ഈ രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. Now we are going a short break. ഇപ്പോഴത്തെ സമയത്തിന്റെ പ്രത്യേകത എന്താ? സന്തോഷമില്ലല്ലോ, ആരും മിണ്ടുന്നില്ല. സ്വോത്രം എന്താ പ്രത്യേകത? സ്വോത്ര നമുക്ക് സ്വോത്രമുണ്ട്, കാഴ്ചയില്ലല്ലോ സ്വോത്രം. അതുകൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നല്ലൊരു കാണിക്കാം. ഞങ്ങൾ ഇന്നതെന്ന് പറയത്തില്ല. ദേവിയത് ഇതിനകത്ത് മൊബൈലൊന്നും കൊണ്ടിടരുത്, പാസ്റ്ററിന് ദുഃഖം ഉണ്ടാക്കരുത്. സ്വോത്രം നല്ല നല്ല നോട്ടുകൾ ഇട്ടാട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കുഞ്ഞുങ്ങൾ പാട്ട് പാടും. 20 മിനിറ്റോടെ മെസ്സേജ് പാടി ആരാധിക്കും. 9:35 ആശീർവാദം. പന്നാട്ട് മക്കളെ പാട്ട് പാടിയാട്ട്. ഈ സമയത്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്താട്ടെ. യെസ്. Amen.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര വഴിപാടിനായി കാട്ടാക്കട സഭയിലെ പ്രവർത്തിക്കുന്ന ശുശ്രൂഷകനായിരിക്കുന്ന വത്സലം ഭാഷ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ നല്ല ദൈവമേ, നന്ദിയോടങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കൺവെൻഷൻ്റെ 2ാം ദിവസമാകുന്ന ഇന്ന് കർത്താവ് ഇത്രത്തോളം എൻ്റെ ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര വഴിപാടിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രമപ്പ, അങ്ങയുടെ വേലയ്ക്കായി ആമേൻ കർത്താവെ ആയി തീരുവാൻ എൻ്റെ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീട്ടപ്പെട്ട കരങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എൻ്റെ ദൈവം ആമേൻ കർത്താവെ ഇനിയും അധികം കൊടുത്ത് ഹല്ലേലൂയ അപ്പൻ്റെ വേല തികപ്പാൻ എൻ്റെ കർത്താവ് ഓരോരുത്തരെയും അങ്ങ് ഒരുക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം കർത്താവെ. തുറന്ന് കേൾക്കാൻ പോകുന്ന ദൈവവചനത്തിനായി സ്തോത്രം. അങ്ങയുടെ ദാസനെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കും, കൃപയിൽ അങ്ങ് നിറയ്ക്കും. സകലവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷമുള്ളവർ ആ കരങ്ങളെ തട്ടി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കുഞ്ഞാടിന്റെ കല്യാണം വന്നു, തൻ്റെ കാന്തയും തന്നെ താൻ വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ ചർച്ച് കൊയർ നല്ലൊരു ഗാനം പാടിയതായി. അനന്തര സ്വർഗത്തിലൊരു വാതിൽ എന്നോട് സംസാരിച്ച കാകളനാഥ ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ കാണിച്ചു തരും. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ കയ്യിലേക്ക് വരാൻ പോകുന്നു മൈക്രോ ചിപ്പ്. ദാണ്ടേ അമേരിക്കയിൽ മുൻ പ്രസിഡന്റ് ആയിരിക്കുന്ന മിസ്റ്റർ ബരാക് ഒബാമ മൈക്രോ ചിപ്പ്. അങ്ങനെ ഇനിയുള്ള കാര്യമാ, ലോകം കാണാൻ പോകുന്നു, ഒരു വലിയ സംഭവമാണ്. ഇത് പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം നോട്ട് ചെയ്യണം. മനുഷ്യന്റെ കയ്യിൽ മൈക്രോ ചിപ്പ് ബൈബിൾ പ്രവചനം നിവർത്തിയാകുന്നു. അത് വെച്ചോ, അതെവിടെ വരും? 7 കാര്യങ്ങൾ പറയുമ്പോൾ രാത്രി യോഗം അവസാനിക്കും. എല്ലാത്തിനെയും മൈക്രോ ചിപ്പിന്റെ അധീനതയിൽ കൊണ്ടുവരാൻ പോകുന്നു. അതാ എലോൺ മസ്ക് ട്രംപിനെ കൂട്ടുപിടിച്ചു, മോഡി സാറിനെയൊക്കെ കയ്യിലാക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ചാട്ട്. ഇന്ന് ATM-നകത്ത് 4 ചിപ്പാ ഉള്ളത്: നാനോ, സിലിക്കോൺ, മൈക്രോ, DNA. 15-20 മിനിറ്റ് ശ്രദ്ധയോടെ ഇരിക്കണം, അല്ലേ മനസ്സിലാകത്തില്ല. പകരമായി അമേരിക്കയിലെ ജോൺസൺ ആൻഡ് ജോൺസൺ പറയുന്നു, ഒരു ബാൻഡേഡ് തരാം, അതിനകത്ത് ഒരു ചെറിയ നെന്മണി വലിപ്പമുള്ള ഒരു നീഡിൽ പോലെ ഒരു സാധനവും ഒരു ബാറ്ററിയും തന്നാൽ സകല കാര്യവും ഇതിനകത്ത് നോട്ട് ചെയ്യാം. അതിനവർ പറയുന്നു. 2, മൊട്ടറോക്കോള കമ്പനി പറയുന്നു, പഞ്ചാബിൽ നിന്ന് വരുന്ന ബിരിയാണി അരി പോലെ ഒരു ഫിലമെന്റും ഒരു ബാറ്ററിയും വെച്ചാൽ നോട്ട് ചെയ്യാം. അതിനാസ്പദമായി നിങ്ങൾ തിരുവനന്തപുരത്ത് വലിയ മാളിൽ ചെല്ലുമ്പോൾ ആരും ഗേറ്റ് തുറക്കണ്ട. ഇങ്ങനെ നടന്നു ചെല്ലുമ്പോൾ വെട്ടമടിക്കുമ്പോൾ ഗേറ്റ് തുറക്കും. തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നു കഴിഞ്ഞു, QR കോഡ്, അഥവാ നിങ്ങൾ അവിടെ ടിക്കറ്റ് പോലും വേണ്ട, അതിനകത്ത് ദാണ്ടേ ഒരു മുദ്രയുണ്ട്, ഈ QR കോഡ്. അതിങ്ങനെ ഒരു ടേബിളെ കാണിക്കുമ്പോൾ തന്നെ ഗേറ്റ് തുറക്കും. അർത്ഥം, ഈ വ്യക്തി യാത്രയ്ക്ക് യോഗ്യതയുള്ളവൻ. അതുകൊണ്ട് ഈ QR കോഡ് മൈക്രോ ചിപ്പ് ആകാൻ പോകുന്നു. അടുത്ത 7 കാര്യം ദൈവമക്കൾ കേൾക്കണം, ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നു. എല്ലാവരെയും ഒരു കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ കൊണ്ടുവരും. ഒരു ഗവൺമെന്റ്, ഒരു കമ്പ്യൂട്ടർ, ഒരു കറൻസി, ഒരു ഭരണാധികാരി, എല്ലാം ഒരുവന്റെ കയ്യിലേക്ക്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ മനോരമയിൽ ലോകം ഡിജിറ്റലിലേക്ക് തുടങ്ങിയില്ല. നിർമ്മല സീതാരാമൻ വരച്ചതേ ഉള്ള സ്കെച്ച് പേന വെച്ച്. സ്വോത്രം. ഇതെല്ലാം നിബന്ധനകളിലേക്ക്. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ കയ്യിൽ മൈക്രോ ചിപ്പ് വരുമോ? ഇപ്പോൾ എലോൺ മസ്ക്, ഇതാ പ്രസംഗം, 4 വാക്യം വായിക്കുമ്പോൾ തീരും. ഇതിന്റെ ബാക്കി എവിടെങ്കിലും. ഇതും കൊണ്ടൊന്നും ഇത് അവസാനിക്കത്തില്ല. ഇതിന്റെ പ്രത്യേകത എന്താ? അമേരിക്കക്കാരനായ 2017 ഒരു സാറ്റലൈറ്റ് തുടങ്ങി. അവന്റെ പേരാ സ്റ്റാർലിങ്ക് ഇന്റർനാഷണൽ. അവൻ കൊടുത്ത ഫോണ ഉക്രൈന്റെ ഭരണാധികാരി എഴുതിക്കുന്നത്. അതുകൊണ്ട് റഷ്യയുടെ പുട്ടിന് എത്ര കടന്ന് വെള്ളം കുടിച്ചിട്ട് അവനെ കൊല്ലാൻ കഴിയത്തില്ല. എലോൺ മസ്കിന്റെ ഫോണ് അവന്റെ ഇരിക്കുന്ന സാറ്റലൈറ്റ് ഫോൺ. അവന്റെ നെറ്റ്വർക്കിന്റെ പേരാ ന്യൂറോലിങ്ക് ഇന്റർനാഷണൽ. വരാൻ പോകുന്നു റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്. അതിനാസ്പദമായി തുടങ്ങിയതാ നമ്മുടെ കൈവച്ചു. ഇവിടെ ഡിഗ്രിക്കാരുണ്ട്, PSCക്കാരുണ്ട്. ആ കൈവച്ചന്റെ ഇംഗ്ലീഷ് പേരാ ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. ആദ്യം കയ്യെ വെച്ചോളൂ, ഇനി ചിപ്പൂടെ വെച്ചാൽ മനുഷ്യൻ എവിടെയെന്ന് ലൊക്കേഷൻ തരും. 7 കാര്യം കേട്ടോണം സമാധാനത്തിൽ. എന്താ മൈക്രോ ചിപ്പ് വെച്ചാൽ? ഒന്നാമത്തെ സംഭവം,
എല്ലാവരും കാണണം. ദാണ്ട് ലോകം ടെലിപ്പതിയിലേക്ക്. അതിന്റെ അർത്ഥം ഒരു ചെറുപ്പക്കാരൻ ഒരു പോളിയോ രോഗം ബാധിച്ച് കിടന്നതാ. അവന്റെ കയ്യിൽ ചിപ്പ് വെച്ചപ്പോൾ ഏത് മരുന്ന് കൊടുക്കണമെന്ന് കമ്പ്യൂട്ടർ പറഞ്ഞു. ദാണ്ട് മസ്തിഷ്കത്തിൽ ചിപ്പ് വഴിത്തിരിവായേക്ക് ന്യൂറോ ലിങ്ക്. യവനാ മോഡിയുടെ പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് വലങ്കൈ എലോൺ മസ്ക്. ഇതാ മനുഷ്യന്റെ കൈമേലല്ല തലയിൽ ചിപ്പ്. മക്കളെ, ഇന്ന് രാത്രി മയിലാടുംപാറക്കാർ, ഇതാ ഞങ്ങളുടെ ബൈബിളിന്റെ തനിമ. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ കടന്നപ്പോൾ 1G ഇല്ല, 2G ഇല്ല, 4G ഇല്ല, റൂട്ടറുള്ള വൈഫൈ ഇല്ല, ചെകുത്താന്റെ കൊമ്പുള്ള വൈഫൈ ഇല്ല. എന്നാൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് എഴുതി മനുഷ്യന്റെ കൈമേലും നെറ്റിമേലും ചിപ്പ് കരമുയർത്തുന്നവർക്കാ. ഇതുകൊണ്ടാ ഇന്ന് രാത്രി വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്ത് മയിലാടുംപാറ മനോരമയുടെ വാർത്തയാ. മസ്തിഷ്കത്തിൽ ചിപ്പ്. അവനെ ദാണ്ട് ഇപ്പൊ അവ എഴുന്നേറ്റ് കട്ടിലെ 8 മണിക്കൂർ ചെസ് കളിച്ചു. നോക്കിയാട്ട് പാസ്റ്റർമാര്, നോക്കിയാട്ട് ദാണ്ട് ഈ ചിപ്പ് കൊടുത്തപ്പോ 8 മണിക്കൂർ ചെസ് കളിച്ചു. അങ്ങനെയെങ്കിൽ 7 കാര്യം കേട്ടണം. 1, ഇവിടെ പോളിയോ, സ്ട്രോക്ക്, സൈഡ് തളർന്നവർ, ഇവർക്ക് ഈ ചിപ്പ് കൊടുത്താൽ തലച്ചോറ്, ദാണ്ട് എന്റെ ഇരിക്കുന്ന ഒരു പേനയാ, ഇതിന്റെ വില എനിക്ക് അറിയത്തില്ല, പക്ഷെ എവിടെങ്കിലും ചെന്ന് കമ്പ്യൂട്ടറിൽ കാണിക്കുമ്പോൾ വില കിട്ടുന്നോല് ഏത് മരുന്ന് കൊടുക്കണമെന്ന് ഈ മൈക്രോ ചിപ്പ് പറയും. ലോകം വെൽക്കം ചെയ്യുന്നു. 2, എല്ലാവരും കേൾക്കണം, സമാധാനത്തിൽ സയൻസ് ഉണ്ട്. ഇന്ന് പലരിലും ക്യാൻസർ ഉണ്ട്. 10 വർഷം വരെ അറിയത്തില്ല. ശരീരത്തിലെ ബ്ലഡ് കൗണ്ട്. ചിലർക്ക് ഹാർട്ടിന് ചെറിയ വേദന ഉണ്ട്. നമ്മൾ ഇഞ്ചിച്ചാറ് കൂടിഞ്ഞൊക്കെ നിൽക്കും. ചിലപ്പോൾ രാത്രി കുഴയുമ്പോഴാണ് MC കൊണ്ടുവന്ന്. പക്ഷെ ഇന്ന് എലോൺ മസ്ക് പറയുന്നു, ഈ ചിപ്പ് വച്ചാൽ 10 വർഷം മുമ്പ് എയർലി ഡിറ്റക്ട് ക്യാൻസർ ചിപ്പ് പറയും. അച്ഛന് സ്ട്രോക്ക് ഉണ്ടോ എന്ന് 10 വർഷം മുമ്പേ പറയും. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ ആയുസ് ഒരു 20 കൊല്ലം വരെ നീട്ടി കിട്ടുമെന്ന്. അപ്പൊ ആര് ചിപ്പ് വെക്കും? നിങ്ങളല്ല, ഞങ്ങളെപ്പോലെ സ്റ്റേജിൽ പ്രസംഗിക്കുന്ന ഉപദേശിമാർ. ഒരു 20 കൊല്ലം കൂടെ കിട്ടിയാൽ നല്ല കവർ കിട്ടുമല്ലോ കരമുയർത്തുന്നവർക്കായി. സ്വത്രം. അതുകൊണ്ട് ആദ്യം ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ വെക്കും. 3-ാമത്തെ കാര്യം എല്ലാവരും കേട്ടാട്ട്, നമ്മുടെ ഇവിടെ ടെക്നോ പാർക്ക്, അവിടെ നല്ല കമ്പനി UST ഗ്ലോബൽ ടാറ്റ കൺസൾട്ടൻസ്, അവിടെ ഒരു പർച്ചേസർ, അവന്റെ ശമ്പളം എത്രയെന്നറിയാമോ? 8 ലക്ഷം രൂപ. മോലാളിക്ക് ഒരു സംശയം, കമ്പനി വരുന്ന കൊട്ടേഷൻ ഇവൻ മറിക്കുന്നു. അതിനൊരു കാര്യം ചെയ്യും, ഇവന്റെ കയ്യിൽ ഒരു ചിപ്പ് കൊടുക്കും, വൈഫൈ ആയിട്ട് മോലാളിയുടെ ലാപ്ടോപ്പിൽ ഇവ ആരോട് സംസാരിക്കുന്നെന്ന് മെസ്സേജ് കൊടുക്കും. മനസ്സിലാകുന്നവർക്കായി. പണ്ട് ഫെഡറൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ 30-ാം തീയതി മാരായമുട്ടത്തെ പെങ്കൊച്ച് വിളിക്കും, നാളെ അവസാന ദിവസം അടയ്ക്കാൻ. അന്തകാലം മുടിഞ്ചാച്ച്. ഇപ്പൊ ചേച്ചിയും ചേട്ടനോട് രാത്രി കറുത്തമുത്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോ മെസ്സേജ്, നാളെ ലാസ്റ്റ് ഡേ, മര്യാദയ്ക്ക് ലോൺ അടച്ചോളാം. കരമുയർത്തുന്നവർക്കായി സ്വത്രം. ഫെഡറൽ ബാങ്ക്. മനസ്സിലാകുന്നവർക്കായി. അതുപോലെ അവന്റെ തലച്ചോറ് ഊറ്റിയെടുക്കും. അടുത്തത് 4, ഇന്ന് രാത്രി നമ്മുടെ പല ആൾക്കാരും ലൊക്കേഷൻ കണ്ടുപിടിക്കുക. ഇവിടെ മാറനല്ലൂർ ക്രൈസ്റ്റ് നഗർ സ്കൂള്, നല്ല സ്കൂള്. അവിടുത്തെ ഡ്രൈവർ അവിടുത്തെ മോലാളിയുടെ അത്രയും വണ്ടിയുടെ കാറ്റടിക്കാൻ പോകുന്നത്. കാറ്റടിക്കാനല്ല, അവൻ കള്ളിക്കാടി എന്ന് കള്ളു കുടിക്കാൻ പോവുക. സ്വത്രം. ആ വണ്ടിയുടെ മേൽ GPS ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത് മൈക്രോ ചിപ്പുമായിട്ട് കണക്ട് ചെയ്താൽ അവൻ എവിടെയാണെന്നുള്ളത് ചിപ്പ് ഓണറോട് മെസ്സേജ് കൊടുക്കും. സ്വത്രം. അതിന്റെ പേരാ GPS. മലയാളം 4-ാമത്തെ സംഭവം. അതിനൊരു മലയാളം പറഞ്ഞോ. ഞാൻ കളിക്ക് അവളെ മാർത്താണ്ട കുഴിത്തിറ തടിക്കാറ് കോണം തക്കല இந்த நாட்கள் உலகத்தின் முடிவும் கடைசிக்கால செய்திகள். ഞാൻ ഇഞ്ചിവള കഴിയുമ്പോൾ മൊബൈലിനകത്ത് മെസ്സേജ്, വെൽക്കം ടു സെൽവൻ തമിഴ്നാട്. ഞാനും അറിഞ്ഞില്ല, വീട്ടുകാർ പറഞ്ഞില്ല. അപ്പുറത്തെ ആടിയത് മൊബൈൽ അറിഞ്ഞു. സ്വത്രം. അതിന്റെ പേരാ ഗലീലിയോ പ്രോജക്റ്റ്. തിരിച്ച് 3 നാൾ കൂട്ടം മുടിഞ്ചാച്ച് രാത്രി 11 മണി ഞാൻ തിരിച്ചു വരുമ്പോൾ ബസ് കണ്ടിട്ടുണ്ട്. പലപ്പോഴും കളിക്കാൻ അവിടെ വണ്ടി നേറി വരുന്നത്. ഞാനെവിടെ പാറശാല എത്തുമ്പോൾ അടുത്ത മെസ്സേജ്, വെൽക്കം ബാക്ക് BSNL കേരള. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. അങ്ങനെയെങ്കിൽ ഈ ചിപ്പ് കൊടുത്താൽ മനുഷ്യനറിയാം. 4, അപ്പോൾ 5-ാമത് മയിലാടുംപാറിലെ കുഞ്ഞമ്മാമിക്ക് സന്തോഷ വാർത്ത. എന്താ അർത്ഥം? പൂവാറിലെ ആങ്ങള കുഞ്ഞുച്ചാനെ ഒന്ന് വിളിക്കണം. ഗൂഗിളിനോട് പറയണ്ട. തലയിൽ ആലോചിക്കുമ്പോൾ ചിപ്പ് മൊബൈൽ മെസ്സേജ് കൊടുക്കും, കുഞ്ഞമ്മാമയ്ക്ക് ഇതാണ്ട് കുഞ്ഞുച്ചാനെ ഒന്ന് വിളിച്ചു കൊടുക്കാൻ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വത്രം. 5 കാര്യം ചെയ്യും. 6-ാമത്തെ കാര്യം, ഈ ചിപ്പ് കൊണ്ട് ഇന്ന് രാത്രി ഇതാ പ്രസംഗം. തിരുവനന്തപുരം എയർപോർട്ടിൽ ഒരു ദിവസം 15 ലക്ഷം 15,000 പേർ വരുന്നു. ഇവരെന്തിന് തിരുവനന്തപുരത്ത് വരുന്നു? ഇതാരെ കൊണ്ട് അറിയാൻ പറ്റും? അതിന് ഇന്ന് നെയ്യാറ്റിക്കര TV ജംഗ്ഷനിൽ കാണുന്ന ക്യാമറ,
അതിനകത്ത് താണ്ടി ലൈറ്റിനകത്ത് ഒരു ചിപ്പ് കൊടുത്താൽ വരുന്നവന്റെ തലയിലെ കാര്യം താണ്ടി മോനിരിക്കുന്ന 14 ഇഞ്ച് കമ്പ്യൂട്ടർ കിട്ടും. സ്വത്രം. ഈ 15,000 പേരിൽ ആര് ബാങ്ക് കൊള്ള ചെയ്യാൻ വരുന്നോ, അങ്ങനെയെങ്കിൽ ഈ നടക്കുന്നതിന്റെ ഇടയ്ക്ക് പോലീസ് യൂണിഫോമില്ല, രഹസ്യ പോലീസ് വന്ന് അവനെ കയ്യിൽ പിടിച്ച് അറിയാതെ കൊണ്ടുപോകും കൺട്രോൾ റൂമിൽ. ഇന്ന് ദുബായ്ക്കാർ പറയുന്നു ഞങ്ങൾക്ക് വേണം ഈ ചിപ്പ്. 1,00,000 പേർ ഇവിടെ ദുബായിൽ വരുന്നു, എന്തിനറിയത്തില്ല. അങ്ങനെങ്കിൽ ലോക രാജ്യങ്ങൾ എലോൺ മസ്കിനെ വെയിറ്റ് ചെയ്യുന്നു. മനുഷ്യന്റെ ചിപ്പ് കൊടുത്താൽ തലച്ചോർ ഊറ്റിയെടുക്കാം. അതിന്റെ പേരാ റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്. കുറെ വായിച്ചു തരും. 7ാമത്തെ കാര്യം, ഇവിടുന്ന് ഒരു ചേട്ടനും ചേച്ചി കന്യാകുമാരി കാണാൻ പോന്നു. ചേട്ടൻ 70, ചേച്ചി 65. കളിക്കാവള കഴിഞ്ഞു. മാർത്താണ്ഡം കഴിയുമ്പോൾ ക്യാമറ. അതിനകത്ത് ചേട്ടൻ DCG ഓട്ടോമാറ്റിക് ആയിട്ട് എടുക്കും ക്യാമറ ചിപ്പ്. എന്നിട്ട് കൺട്രോൾ റൂമിൽ നിങ്ങളുടെ മൊബൈലിനകത്ത് ക്യാമറ 4 മിനിറ്റ് കൊണ്ട് നെയ്യാറ്റിങ്കരെ തൊപ്പിയില്ലാതെ പടം വരുന്നത് പോലെ കൺട്രോൾ റൂമിലേക്ക് പറയും ഈ ചേട്ടൻ DCG ശരിയല്ല. പാലം ഇറങ്ങുമ്പോൾ ആംബുലൻസ് കൂടെ പാഞ്ഞു വരും. ചേട്ടനോട് പറയും സീറ്റിൽ നിന്ന് മാറിയിരിക്കുക, വേറെ ആൾ വണ്ടി ഓടിക്കുക. ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവം നടക്കാൻ പോകുന്നു. ടെലി മെഡിസിൻ വിത്ത് മൈക്രോ ചിപ്പ്. വണ്ടി ഓടിക്കുന്നവന്റെ ECGയും ചലനവും മൈക്രോ ചിപ്പ് വഴി അറിയാൻ പോകുന്നു. 7ാമത്തെ കാര്യം. 8ാമത്തെ കാര്യം പറഞ്ഞു തരാം. ഇന്ന് രാത്രി ഇന്ത്യയുടെ രാജീവ് ചന്ദ്രശേഖർ, ബാക്കിയോടെ പറയുമ്പോൾ അവസാനിക്കും. അദ്ദേഹം ഇവിടെ മത്സരിച്ച BJPയുടെ നേതാവാണ്. 2024 ബ്രിട്ടനിൽ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. ChatGPT എലോൺ മസ്കുമായിട്ട് സംസാരിച്ചപ്പോൾ എലോൺ മസ്ക് പറഞ്ഞു 150 കോടി ജനമാ ലോകത്തിൽ ഇന്ത്യ വരാൻ പോന്ന്. ഇവിടെ കൊള്ള, കൊലപാതകം, പഞ്ചാബിൽ കലാപം, കർഷക സമരം, ബാങ്ക് ലൂട്ടിങ് എല്ലാം നടക്കുന്നെങ്കിൽ 150 കോടി പേർക്കും ഞാൻ ചിപ്പ് തന്ന് സാറ്റലൈറ്റ് വഴി റിലയൻസ് ജിയോ മൊബൈൽ ടവർ കൺട്രോൾ ചെയ്ത് കസ്റ്റമറെ പിടിച്ചിരിക്കുന്നത് പോലെ സകലരെയും ഒരു കുടക്കീഴിലാക്കി തരാം. ഇതിന്റെ പേരാ എലോൺ മസ്ക് വിത്ത് മൈക്രോ ചിപ്പ് ന്യൂറോ ലിങ്ക് ഇന്റർനാഷണൽ. ബൈബിളിനകത്തുണ്ടോ? തലച്ചോറുകൾ കമ്പ്യൂട്ടർ വഴി ഊറ്റിയെടുക്കുക. ഭാഗം കാണാം കുഞ്ഞു വായിക്കുമ്പോൾ. ദാണ്ടേ എല്ലാരും കണ്ടാട്ടെ. ഇന്റർനെറ്റ് വഴി മനുഷ്യന്റെ സകല കാര്യങ്ങളും തലച്ചോറ് വഴി ഊറ്റിയെടുക്കും. കയറും വേണ്ട, വയറും വേണ്ട. ഇതിന് പഠിക്കുന്ന CS കമ്പ്യൂട്ടർ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. അവരോട് പറഞ്ഞ അവർ പറഞ്ഞു തരും. ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. അത് മാത്രമല്ല ഇന്നത്തെ CS പറയുന്നത് എമോഷണൽ റോബോട്ടിക് വയർലെസ് ഇന്റർനെറ്റ് നെറ്റ്വർക്ക്. കയറും വേണ്ട, വയറും വേണ്ട. സകല മനുഷ്യനെ ഒരു കമ്പ്യൂട്ടറിനകത്ത്. മലയാളം ഇന്ന് രാത്രി കേട്ടോണേ. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന എന്റെ തല 100 കോടി കോശമാ ന്യൂറോ. അതിനകത്ത് ഓർമ്മശക്തി, ബുദ്ധിശക്തി, സംസാരശക്തി 3 ഭാഗമാണ്. സെറിബ്രം, സെറിബെല്ലം, മെഡില്ല, ഒബ്ലാങ്കേറ്റ്. ഇവിടെ നിൽക്കുമ്പോൾ എന്റെ തല കാനഡ ടൊറന്റോയിലെത്താം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വെച്ച് ഊറ്റിയെടുക്കാം. അതുവഴി മനുഷ്യനെ ഒരു നെറ്റ്വർക്കിൽ കൊണ്ടുവരാൻ പോകുന്നു. അവനാ ഇന്ന് ട്രംപിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന എലോൺ മസ്ക്. കൂടാതെ മോഡി സാർ ചേരാൻ പോകുന്നു. സൗദിക്കാരും അതിന്റെ പിൻപിൽ കൈകൊടുക്കുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും ടെക്നോളജിയുള്ള ഇസ്രയേലും കൈകൊടുക്കുന്നു. ബൈബിളിലുണ്ടോ? മനുഷ്യന്റെ തലച്ചോർ ഊറ്റിയെടുക്കും. ഇതാ ഞങ്ങളുടെ ബൈബിൾ. വായിക്കാം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 10-ാമത്തെ വാക്യം. മയിലാടുപാറ കൺവെൻഷൻ എല്ലാവരും കേട്ടാട്ട്. ഇതാ അന്തിമ കാലത്തിലേക്ക് ലോകം. വെളിപ്പാട് 13 10-ാമത്തെ വാക്യം വായിക്കാം മക്കളെ. വെളിപ്പാട് 13:10. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകാൻ സകല മനുഷ്യനെ മൈക്രോ ചിപ്പ് വെച്ച് ഒരുവന്റെ കീഴിൽ അടിമയാക്കും. അടുത്തത് വാളാൽ. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ മയിലാടുംപാറ 19-ാമത് കൺവെൻഷൻ. ഇവിടെ വായിച്ചെടുമോളെ. വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. അന്ത്യം വരെ കാത്തിരിക്കുന്നവനെ ചേർക്കാൻ എന്റെ കാന്തൻ മടങ്ങി വരും. കരമുയർത്തുന്നവർക്കായി സംഭവങ്ങൾ മുഴുവൻ കണ്ട് ദൈവസന്ധിയിൽ താഴ്മയോടെ ജീവിക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി കാന്തൻ വരാറായി. 2 വാക്യം കൂടെ. ചിപ്പ് കയ്യിൽ വെച്ചാൽ മനുഷ്യന്റെ അവസ്ഥ ഇതെല്ലാം നിങ്ങൾ അറിയണം. അതുകൊണ്ടാണ് ഈ വാക്യം ഞാൻ കാണാതെ പറയാം. പക്ഷെ ഈ കുഞ്ഞു വായിക്കുമ്പോൾ നിങ്ങളും ബൈബിള് തുറക്കണം. നാളെ നാട്ടുകാരോട് പറയണം, ഒന്നീ മറുനാടൻ നോക്ക്, അല്ലെ കൊലനാടനോ കർമ്മയോ കിർമ്മ എല്ലാത്തിലും ഉണ്ട് എലോൺ മസ്ക്. വായിക്കാം. വെളിപ്പാട് 14 9 10 11. ചിപ്പ് വച്ചാൽ മനുഷ്യന്റെ അവസ്ഥ. വായിച്ചിട്ട് മോളെ ഒരു ഭാഗം കൂടെ പറഞ്ഞു നിർത്തും. വായിക്കാം. മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്നു
അത്യുച്ചത്തിൽ പറഞ്ഞത് മൃഗത്തെയും അതിന്റെ പ്രതിമയെയും റോബോട്ടിനെ വണങ്ങുന്ന മനുഷ്യൻ അതിന്റെ സംഖ്യ വായിച്ചാട്ട് മോളെ നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ വായിച്ചാട്ടെ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. ദൈവത്തിന്റെ ന്യായവിധി ദിവസം വരാൻ പോകുന്നു. അടുത്തത് അവൻ എവിടെ കടക്കും? വായിച്ചാട്ടെ. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിന് മുൻപാകെ അഗ്നിഗന്ധകങ്ങളിൽ കിടക്കുന്ന അവർ യാതന തീ കത്തുന്ന പൊയ്കയിൽ വായിച്ചാട്ട് മോളെ മതി നിർത്താം. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ട്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവന് തീപ്പൊയ്കയിൽ തള്ളിയിടും. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ടല്ലേ ഞാനല്ല ഇവിടുത്തെ മയിലാടുംപാറ കേട്ടെ സഖാവ് VS നിയമസഭയിൽ പറഞ്ഞില്ലേ, സാർ ഒരുവൻ സർവ്വലോകവും നേടിയാൽ അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ കേടാത്ത തീ ചാകാത്ത പുഴു. കരമുയർത്തുന്നവർക്കായി സ്വത്രം. ഇന്ന് രാത്രി ഏത് ചിപ്പ് വേണമെന്ന് മയിലാടുംപാറക്കാര് പറയണം. അക്കരെ നാട്ടിൽ പോകാ. ഇന്ന് രാത്രി ഇവിടെ ഒരു ചിപ്പുണ്ട്. ആ ചിപ്പിന്റെ പേര് രക്ഷയുടെ ചിപ്പ്. ഇന്ന് രാത്രി അത് നേരിടുന്നവർ പ്രിയന്റെ വരവിൽ പോകും. അല്ല, കൈവിടപ്പെടുന്നവർ നിത്യ നരകത്തിനകത്ത് അഗ്നിദണ്ഡനങ്ങളിൽ വേദന അനുഭവിക്കും. ബാക്കി വീട്ടിൽ ചെന്ന് വായിക്കാൻ 2 വാക്യം മോള് വായിക്കാനുണ്ട്. വെളിപ്പാട് 24:5-6. മൃഗത്തോടും അതിന്റെ പ്രതിമയോട് അതിന്റെ സംഖ്യയോട് ജയിച്ചവർ 1000 ആണ്ട് വാണ് ക്രിസ്തുവിനോട് ചേർന്ന് വാണു. ഇല്ല, മൃഗത്തെയും പ്രതിമയും നമസ്കരിച്ചവർ അഗ്നിദണ്ഡനങ്ങളിലേക്ക് വീണു. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. അവന്റെ മേൽ 2ാം മരണത്തിന് അധികാരമില്ല. സത്യവചനമാ നെഞ്ചു കീറി പറയുന്നത്. ഈ രാത്രി ഇത് കേട്ടിട്ടെങ്കിലും മാനസാന്തരപ്പെട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 2 ചിപ്പ് ഒരു മനുഷ്യന്റെ മേൽ വെക്കാൻ അനുവദിക്കുമോ? താണ്ടെ കണ്ടാട്ട്. ഇന്ന് SBI, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫെഡറൽ ബാങ്ക്, കാനറ, ഗ്രാമീൺ ബാങ്ക് എല്ലാരും ഗവൺമെന്റിനോട് പറയുന്നത് ഇനി കാർഡ് വെച്ചാൽ കാര്യമില്ല, ഇത് ATM മുറിച്ചുകൊണ്ട് പോകും. പറഞ്ഞുതരാം. നമ്മുടെ സ്റ്റീവൻസൺ പാസ്റ്റർ വിട്ടിരിക്കുന്നു. നെയ്യാറ്റിങ്കര ടൗണിൽ ഒരു മരമുണ്ട്. രാത്രി ചായ കുടിച്ചപ്പം കണ്ടതാ. രാവിലെ വന്നപ്പം കുറ്റി മാത്രമേ ഉള്ളൂ. സന്തോഷമില്ലല്ലോ സ്വത്രം. ആരോ മുറിച്ച് ചന്ദനമരം മുറിക്കുന്നത് പോലെ. അതുപോലെ ഇനി നെയ്യാറ്റിങ്കര മുഴുവൻ കാണാൻ പോകുന്നത് ATM കട്ട് ചെയ്യല്ല, പൊരയോട് പൊളിച്ചുകൊണ്ട് പോകും. കണ്ടില്ലയോ? വണ്ടിച്ചോർ ഹരിയാനയിൽ നിന്ന് വന്ന് തൃശ്ശൂർ 40 ATM അല്ലയോ എല്ലാം കൂടെ പൊളിച്ചുകൊണ്ട് പോയത്. ഇതെല്ലാവർക്കും അറിയാം. അതുകൊണ്ടില്ലേ ഉദയംകുളങ്ങനെ നിൽക്കുമ്പോൾ ശോശാമ്മ സിസ്റ്റർ പണമെടുക്കാൻ നിൽക്കുമ്പോൾ ATMന്റെ പുറകെ ഹിന്ദിക്കാരൻ പാടത്തില്ലേ, ശോശാമ്മ സിസ്റ്റർ കാണാനല്ല, കാർഡ് കിട്ടി അവൻ അടിച്ചുകൊണ്ട്. സ്വത്രം. ഇവിടുന്ന് സിറ്റിയിൽ പോകുന്ന എത്ര പേരുണ്ട്. ആൽത്തറമൂട്, വെള്ളയമ്പലം, സ്റ്റാച്ചു. ആരാ? നൈജീരിയക്കാർ വന്ന് മേളെ ക്യാമറ വെച്ചു, കള്ള ക്യാമറ. ATM കാർഡ് ഉണ്ടാക്കി 88 ലക്ഷം രൂപയായി SBIയുടെ പൈസ തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുപോയി. ഇന്നത്തെ ക്രമസമാധാന ചുമതല മനോജ് പ്രകാരം പോയി പൊക്കി അവന്മാരിഞ്ഞ് കൊണ്ടുവന്ന സ്വത്രം. അങ്ങനെയെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ATM മെഷീൻ കാണത്തില്ല. അങ്ങനെയെങ്കിൽ ചിരിച്ചാൽ അക്കൗണ്ട് കട്ട്. ആരും കൈ ഇറക്കത്തില്ല, കൈ കാണിക്കും കീക്കി. താണ്ട് ഇന്നത്തെ QR കോഡ് വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ നാനോ വേണ്ട, സിലിക്കോൺ, മൈക്രോ, DNA കൈമേലും നെറ്റിമേലും മുദ്ര. 2ാം രാത്രി 2 മുദ്ര ഒരു മനുഷ്യന്റെ ശരീരത്ത് വെക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ട്രംപും എലോൺ മസ്കും ഞാൻ വന്നില്ലെങ്കിൽ നിങ്ങളുടെ കൺവെൻഷൻ തീരുമ്പോൾ മോഡി സാറും അത് കഴിഞ്ഞ് സൗദി രാജാവും നെതന്യാഹു ആദ്യം പോയി കട്ടൻ ചായ എനിക്ക് പാസ്റ്റർ തന്നോളെ അമേരിക്കയിൽ നിന്ന് കുടിച്ചെങ്കിൽ വരാൻ പോകുന്നു മൈക്രോ ചിപ്പ്. 2 ചിപ്പ് ഒരു മനുഷ്യന്റെ ശരീരത്ത് വെക്കാൻ ദൈവം അനുവദിക്കോ? നമ്മുടെ അകത്തൊരു ചിപ്പുണ്ട്. മോള് വായിക്കാം. എഫേസ്യർ 4:30. ഒരു വാക്യം കൂടെ പറയുമ്പോൾ രാത്രി പരിസമാപ്തി. ബാക്കി മറ്റൊരിക്കൽ വായിക്കാം. എഫേസ്യർ 4:30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട്. ഏതാ? നാനോ ആണോ, സിലിക്കോൺ ആണോ, മൈക്രോ ആണോ? അല്ല മാമേ, പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവരെ ചേർക്കാൻ
എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി വലത് കരമെല്ലാം ഉയർത്തിയാട്ടെ. സ്വർഗത്തിന്റെ ക്യാമറ ഒരു രാത്രി കൂടി പറ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട ഈ കർത്താവ് യേശു ക്രിസ്തു അവൻ മടങ്ങി വരുന്നു. മയിലാടുംപാറേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ആ കരമൊന്നോട് ഉയർത്തിക്കാട്ട്. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ പകരുന്നു. യേശു ക്രിസ്തു രാജാതി രാജാവായി മടങ്ങി വരുന്നു. മയിലാടുംപാറ, ആലത്തൂർ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. സത്യവചനം, ക്രൂശിന്റെ വചനം. നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കോ ദൈവശക്തി. ഇന്നത്തെ ബൈബിൾ, അമേരിക്ക, മോഡി സാറിന്റെ സന്ദർശനം, എലോൺ മസ്ക്, മൈക്രോചിപ്പ്, QR കോഡ് എല്ലാം ആക്കമിട്ട് ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ ക്ലാസ് എടുത്തു. ദേശമേ ദേശമേ യഹോവയുടെ വചനം കേൾക്കാം. നിർത്താൻ പോകുന്നു ഒരു വാക്യം, ബാക്കിയെല്ലാം മറ്റൊരിക്കൽ. ഇവിടെ നല്ല ഒരു വീട്, 2 നില കെട്ടിടം, ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും. ദൈവാത്മാവിൽ അത് കേട്ടിട്ട് എഴുന്നേൽക്കാവൂ. അവർ വെളിനാട്ടിൽ നിന്ന് വന്ന്, മക്കളില്ല, അവന് 38 വയസ്സ്, പെൺകുട്ടിക്ക് 36. അനേക ട്രീറ്റ്മെന്റ് നടത്തി. ഒരു കുഞ്ഞിനെ കിട്ടി, 2 വയസ്സുള്ള ആൺകുട്ടി, പയ്യന് 42, പെൺകുട്ടിക്ക് 40മായി. ഒരു ദിവസം 3 പേരും ഉറങ്ങാൻ കിടന്നു ഒരു ബെഡിനകത്ത്. എന്താ സംഭവിച്ചത്? ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചോട്ട് ഉറങ്ങിയത് 3 പേര് ഒരു ബെഡ്. 3:30 ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും എഴുന്നേറ്റു. ആ കുഞ്ഞിന്റെ നല്ല ഉറക്കം, 2 വയസ്സുള്ള കറുത്ത കൊച്ച, അതിന്റെ സൈഡിൽ ഒരു തലയാണ്. അവർ പറഞ്ഞു തോട്ടത്തിൽ വെള്ളമടിക്കാം, അരമണിക്കൂർ കഴിഞ്ഞ ചായ ഇടാം. അവര് തോട്ടത്തിൽ വെള്ളമടിക്കാൻ പോയി. അരമണിക്കൂർ എത്തിയില്ല. നാട്ടുകാരുടെ വിളി, പുക പുക പുക. അവരോടി വന്നു, കണ്ടത് ഷോർട്ട് സർക്യൂട്ട്. നാട്ടുകാരെല്ലാം പറഞ്ഞു, അയ്യോ വീട്ടിനകത്ത് പോകരുത്, നിങ്ങൾ മരിച്ചു പോകും, ഷോർട്ട് സർക്യൂട്ടാ. ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും വീട്ടിലോട്ട് ചെന്നു. സ്തോത്രം. വാതിലിന്റെ അടുത്ത് ചെന്നപ്പോൾ നാട്ടുകാർ പിടിച്ചു മാറ്റി. ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും പുറത്ത് കരം കൊടുത്തിട്ട് പറഞ്ഞു, ആരൊക്കെ ഞങ്ങളെ തടഞ്ഞാലും ഞങ്ങളുടെ അകത്തൊരു വിശ്വാസമുണ്ട്, ഈ മുറിക്കകത്ത് കിടന്ന കുഞ്ഞ് മരിച്ചു കാണില്ല. സ്വോത്രം. നാട്ടുകാരെ തൃണവൽ ഗണിച്ചുകൊണ്ട് അവർ 2 പേരും കരം കൊടുത്തു. കത്തുന്ന വീടിന്റെ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കയറി. അല്പം പൊള്ളലേറ്റ കുഞ്ഞിനെ വാരിയെടുത്തു. ഒറ്റച്ചാട്ടം പുറത്തേക്ക്. നാട്ടുകാർ നിൽക്കുമ്പോൾ ചെറുപ്പക്കാരന് ചെറുപ്പക്കാരി ഒരു കഥയാ പറഞ്ഞു. വീട് കത്തട്ടെ, കാർ കത്തട്ടെ, കമ്പ്യൂട്ടർ കത്തട്ടെ, ATM കാർഡ് തീരട്ടെ, വാഷിംഗ് മെഷീൻ പൊട്ടട്ടെ, ഞങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞിന് അല്പം പൊള്ളലോടെ ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ, ഇതിലും വലിയ ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ലോക സംഭവങ്ങൾ, ഒരന്തിമ യുദ്ധത്തിന്റെ വഴികൾ ഇവിടെ ഒരുങ്ങാൻ പോകുന്നു. അതിന്റെ നടുവിൽ കാൽവറി രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ എന്റെ കാന്തൻ മടങ്ങി വരാറായി. കരമുയർത്തുന്നവർക്കായി രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭയെ ചേർക്കാൻ യേശു വരാറായി. സഹിഷ്ണുതയോടെ എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. മയിലാടുംപാറേ, ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്നത്, ഈ രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റുവാൻ 10,000 പേര് സുന്ദരനായി യേശു മടങ്ങി വരാറായി. കുഞ്ഞാടിന്റെ കല്യാണവും വന്നു. തന്റെ കാന്തയും തന്നെത്താൻ വിശദീകരിക്കട്ടെ. ഇനി ചിപ്പേൽക്കാത്തവർ എവിടെ? പാടുന്ന കുഞ്ഞുങ്ങൾ എഴുന്നേറ്റാട്ടെ, വായിച്ചാട്ടെ. ചിപ്പേൽക്കാത്തവർ എവിടെ നിൽക്കുന്നു? വെളിപ്പാട് 15:2 വന്ന് വായിച്ചാട്ടെ. ആരാധനയ്ക്ക് വേണ്ടി സമയം, കറക്റ്റ് സമയം. വായിച്ചാട്ടെ, വെളിപ്പാട് 15:2 വായിച്ചാട്ടെ. തീ കലർന്ന പളുങ്കുകടൽ പോലെ ഒന്നും. അടുത്തത് മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചും കൊണ്ട് പളുങ്ക് കടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. കരമുയർത്തിയാട്ടെ. കുഞ്ഞാടതിൽ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. തരും എനിക്ക് കിരീടമൊന്ന്. ഇന്ന് രാത്രി എലോൺ മസ്ക്, ട്രംപ്, യഹൂദന്റെ നിലവിളി, അവന്റെ തലയറത്ത് വീഴും പീഡാകാല രക്തസാക്ഷികൾ. 5 കാര്യം. യഹൂദന്റെ ആലയത്തിൽ റോബോട്ട് വരും. അതിനു മുമ്പ് കാന്തൻ മടങ്ങി വരും. അവന്റെ രക്തം വീഴുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ ഇസ്രായേലിന്റെ നിലവിളി ഉയരുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും ദൈവസഭ. നാളെ ഒരു മൈക്രോചിപ്പ് കൊണ്ടുവരാൻ പോകുന്നു.
ആ മൈക്രോ ചിപ്പ് മനുഷ്യന്റെ മേളിൽ കയറ്റുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവരെ ചേർക്കുവാൻ നമ്മുടെ കാന്തൻ മടങ്ങി വരാറായി. എഴുന്നേൽക്കാം എല്ലാവർക്കും കരമടിച്ച്. കുഞ്ഞാടതിൽ വിളക്കാണ്, ഇരുളൊരു ലേശവും എവിടെയില്ല. കൃത്യസമയം കരമടിച്ച് ആരാധിച്ചാട്ട്. ആരും ഗ്രൗണ്ട് വിട്ടു പോകരുത്. നമ്മുടെ പ്രാണപ്രിയൻ വരാറായി. ശക്തിയോടെ കരമടിച്ച് എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകൾ എല്ലാ ആർത്രൈറ്റിസുകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കഴിയട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് കൊയറിനോട് ചേർത്ത് ദിസ് ഈസ് ദ വർഷിപ്പ് ടൈം. എല്ലാ കരങ്ങളും അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മുടെ കാന്തൻ വരാറായി. ശക്തിയോടെ മയിലാട് പാറ. എല്ലാ കരങ്ങളും പഠിച്ചു. എല്ലാ കരങ്ങളും കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്രയും സീയോൻ ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടു മരിച്ചു നീ വലഞ്ഞിടുമ്പോൾ. ദൈവത്തെ യാത്ര ചെയ്യുമ്പോൾ കണ്ടു മരിച്ചു നീ വലഞ്ഞിടുമ്പോൾ. ഭയപ്പെടേണ്ട, കഥൻ കൂടെയുണ്ട്. അടുപ്പിക്കും തുറമുഖത്ത്. ഭയപ്പെടേണ്ട, കഥൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാണ്. ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണ് എന്റെ ശാശ്വത നാട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കുഞ്ഞാടതിൽ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെ. അത്യാവശ്യയുടെ കരങ്ങളെ അടിച്ച് വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെ. എനിക്ക് കിരീടമൊന്ന് ധരിപ്പിക്കും അവനെ ഉത്സവവസ്ത്രം. എല്ലാ കരങ്ങളും എനിക്ക് കിരീടമൊന്ന് ധരിപ്പിക്കും അവനെ ഉത്സവവസ്ത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കടലിലെയും പ്രിയത്തിൽ പങ്കാളിയുള്ള മണലിലുണ്ട്. കാടിനെയും കടലിനെയും പ്രിയത്തിൽ പങ്കാളിയുള്ള മണലിലുണ്ട്. സാധ്യമേ എല്ലാം സാധ്യമേ യേശുവിൻ കൂടെയുള്ള. എല്ലാ കരങ്ങളും അടിച്ച് ആരാധിച്ചാട്ടെ. സാധ്യമേ എല്ലാം സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായ എനിക്കൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാലെന്നെ ദൈവം എന്നെ നടത്തുന്നു. മയിലാട് പാറ. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാലെന്നെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ എല്ലാ സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ. ശക്തിയോടെ ആത്മാവിൽ ആരാധിച്ചാണ്. സാധ്യമേ
പ്രത്യാശയോടെ ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ലായി നീ. ബുദ്ധിക്കതീതമാം ദിവ്യസമാധാനമെന്നെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമാം ദിവ്യസമാധാനമെന്നെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവിനുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവിനുള്ളതാ. ശക്തികളെ ജയിക്കും ഞാൻ വചനത്തിൽ. ശക്തികളെ ജയിക്കും ഞാൻ വചനത്തിൽ ശക്തിയാ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. നീന്തി തുടിക്കാൻ കഴിയാത്ത ദൈവകൃപ സാധ്യമേ എല്ലാ കരങ്ങളും കോയനോട് ചേർന്ന് പ്രയാസം അഭിഷേകത്തോടെ ആരാധിച്ചാണ്. ക്യാൻസറുകൾ, എല്ലാ ട്യൂമറുകൾ, എല്ലാ ആർത്രൈറ്റിസുകൾ യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ആരാധിച്ചാണ്. സാധ്യമോ സാധ്യമേ എല്ലാ കരങ്ങളും പഠിച്ച് ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രി അസാധ്യമായി കരങ്ങൾ പഠിച്ച് ആരാധിച്ചാട്ടെ. സാധ്യമേ സാധ്യമേ എല്ലാ വായികളും തുറന്ന് രാത്രി ദിവസം കാണുകട്ടെ. സാധ്യമേ പച്ചാമച്ചീന്ന് രാത്രി സൗഖ്യമാക്കുന്ന കാര്യം ഒട്ടോളമല്ല അരയോളമല്ല നീന്തി തുടിക്കാൻ കഴിയാത്ത ദൈവകൃപ. ഒരു കാറ്റടിക്കുന്നത് പോലെ, ഒരു മഴ പെയ്യുന്നത് പോലെ, ഒരു തീ കത്തുന്നത് പോലെ, ഒരു അണക്കെട്ട് പൊട്ടുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, the power of the Holy Spirit surrounded in this evening. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി എല്ലാ രോഗക്കെട്ടുകൾ ശാപക്കെട്ടുകൾ മടിയട്ടെ. ആണ്ടവരിൻ വല്ലമായി പരിശുദ്ധയാത്മാവൻ ചൂവയാവി ദേവൻ പ്രസന്നമിന്റെ കൺവെൻഷൻ കൂട്ടങ്ങൾ രണ്ടാമതിനും ആണ്ടവരിൻ വല്ലമായി പരിശുദ്ധാത്മാവൻ ചൂവയാവി എല്ലാ അന്യായ ട്യൂമറുകൾ, എല്ലാ തൈറോയിഡുകൾ, എല്ലാ നോയികളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആ കരത്തിന്റെ വല്ലവത്തോ കുടുംബത്തിൽ ഇരുന്നവന്റെ കാഴ്ചകളെ തുറന്ന്, കുരുടന്റെ കണ്ണുകളെ തുറന്ന് കുഷ്ഠരോഗ്യ സൗഖ്യമാക്കിയ യേശുപ്പച്ചന്റെ കര ഈ രാത്രി കത്തിയതോടാതെ സർജറിയാൻ കരുത്തുണ്ട്. യേശുവിന്റെ കര ഈ രാത്രി ചലിക്കുന്ന രാത്രിയാ. വിശ്വസിച്ചാൽ നാട്ടം വെച്ച ലാസറിനെ പുറപ്പെടുവിച്ച ദൈവകര ഇന്ന് രാത്രി ചലിപ്പിക്കാത്തതിനെ ചലിപ്പിക്കുന്ന ദൈവകര. വല്ലഭായ് 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 കൃപയേ കൃപയേ. നന്ദിയപ്പാ നന്ദിയപ്പാ. ഒരു നിമിഷം കൂടി നിങ്ങളുടെ സഹകരണത്തിന്. ഹാഗാർ വീട്ടിൽ നിന്നിറങ്ങി. എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. അബ്രഹാമ്യ ഭവനത്തിൽ നിന്നിറങ്ങുമ്പോൾ കുറച്ച് വെള്ളവും കൊടുത്ത് പൈതലിനായി വിട്ടു. ഹാഗാറും പൈതലും യാത്ര ചെയ്തു. കയ്യിലെ വെള്ളം അവസാനിച്ചു. കുഞ്ഞിനെ കുറുങ്കാട്ടിലിട്ടു. അവൾ ബേർശബ മരുഭൂമിയിൽ ഒരു വല്ലാതെ മയങ്ങിക്കിടക്കുന്ന കുഞ്ഞ്. ആ അമ്മ മുട്ടുമടക്കിയിട്ട് സ്വർഗത്തോട് പറഞ്ഞു, തകർപ്പരേ എന്ന കുഞ്ഞുതാ ഇങ്ങ് കിടക്കുന്നത്. ചില മിനിറ്റുകൾ കഴിഞ്ഞാൽ അപ്പാ രണ്ട് മരണം. ഒന്നേ ഞാൻ കൊളന്ത മരിക്കും, പുറകെ ഞാനും മരിക്കും. തായുടെ കണ്ണുനീർ, ഒറ്റ കണ്ണുനീർ, തമിഴൻ ഭാഷയിൽ പറഞ്ഞാൽ മരുഭൂമിയിൽ വീണു. സയൻസ് പഠിച്ച ഞാൻ കരഞ്ഞു. ബേർശബ മരുഭൂമിയിൽ കിണർ കുടിക്കാൻ ആൾ വന്നാൽ അവൻ സ്ഥലം വിടും. ഫില്ലറുമായിട്ട് കുടിക്കാമെന്ന ബോർവെല്ലുകാരും പറയും വെള്ളം കിട്ടത്തില്ല. മക്കളെ, ആ അമ്മയുടെ കണ്ണുനീരും സ്വർഗം ഒരു കാര്യം പറഞ്ഞു, ഹാഗാറേ നീ ഇടത്തോട്ടോ വലത്തോട്ടോ പോകണ്ട. നിന്റെ കുഞ്ഞിന്റെ ദാഹം തീർക്കാൻ ഞാനൊരു ഉറവയെ തുറന്നു തരാം. ആര് കരമുയർത്തും ഇന്ന് രാത്രി? കടഭാരവും മാറ്റുവിടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പറയാം. ഹാഗാറിന്റെ പൈതലിന് വേണ്ടി ഉറവയെ തുറന്നവൻ
இந்த அருமையான கன்வென்ஷன் கூட்டங்கள் രണ്ടാമത് இரவு ആ രോഗികൾ കരമുയർത്തിയാട്ടെ. അടുത്ത ദിവസം ആശുപത്രിയിൽ എത്തുമ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടിനകത്തൊരു മാറ്റം തരുവാൻ ഒരമ്മയുടെ ഉറ്റുതണ്ണി കണ്ടിട്ട് ബേർശബായിൽ 2 കിലോമീറ്റർ കടന്ന വെള്ളത്തെ വെട്ടുകാരനും വേണ്ട, ബോർവെല്ലും വേണ്ട, അമ്മ കൈക്കുള്ള ഉറ്റുതണ്ണിയെ കൊടുത്ത അരുമயான தேவன் இந்த கன்வென்ஷன் கூட்டங்களோட இரண்டாவது ராத்திரி உன் கண்ணீரே பார்த்திருக்குது. உனக்கு வேண்டி உண்மையான ஒரு உறவை துறப்பால் ஆகார்ந்த தெய்வ சக்தன் அக்கரங்களெல்லாம் சொர்க்கத்திലേക്ക് தூக்கி அன்பு மகிமை தேவன் மகிமை இந்த நாட்களிலே கன்வென்ஷன் கூட்டங்களோட இரண்டாவது இரவு ஒரு பழைய அருமையான பாடல் இந்த കേരളാവിൽ തമിഴ്നാട്ടിലും പാടുന്ന അരുമயான പാടൽ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോൻ, കണ്ണിൻ മണി പോലെ കാക്കുന്ന ദൈവം. എല്ലാ കരങ്ങളും ഉയർത്തിയാട്ട് ഈ കുഞ്ഞുങ്ങളോട് ചേർന്ന് നല്ല പ്രസന്നമായ അന്തരീക്ഷത്തിൽ പാടിയാട്ട് മക്കളെ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ. യെസ്, എല്ലാ കരങ്ങളും. അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ഒരിക്കൽ കൂടി അഴലേറും അഴലേറും ജീവിത എല്ലാ കരങ്ങളും ഉയർത്തും. മരുഭൂ പ്രയാണത്തിലെല്ലാ കരങ്ങളും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് അഴലേറും ഒരിക്കൽ കൂടി നിന്നെ വിളിച്ചവൻ, എല്ലാ കരങ്ങളും നിന്നെ വിളിച്ചവൻ. 2025 ആണ്ടിന്റെ ആരംഭം മുതൽ അന്ത്യം ബ്രദർ സിസ്റ്റർ അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി നിൽക്കാം. ഈ സമയത്ത് വേങ്കഴിവിള സഭയിൽ ശുശ്രൂഷിക്കുന്ന ദേവദാസ് പാഷ മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ യോഗത്തിന്റെ രണ്ടാമത്തെ രാത്രിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ.